നമ്മുടെ വത്തിക്കാൻ കൗൺസിൽ പഠന പരമ്പരയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓരോ ക്ലാസ്സും ഈശോയിലേക്കാണ് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം മിശിഹ തന്നെയാണ് വചനം. നമ്മളിന്ന് കുറച്ച് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ അനുസ്മരിച്ചതുപോലെ ദൈവം നമ്മളോട് കാണിക്കുന്ന വലിയൊരു ഹൃദയവിശാലതയാണ് ദൈവവചനം. ദൈവത്തിന് ഒരിക്കലും നമ്മളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല, സൃഷ്ടികളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡുകൾ കൊടുക്കുമ്പോൾ, ഇപ്പം നമ്മളൊരു സൃഷ്ടി നടത്തിയെന്ന് വിചാരിച്ചു. ഉദാഹരണത്തിന് കൊള്ളാവുന്ന ഒരു റോബോട്ട് ഉണ്ടാക്കി. ആ റോബോട്ടിന് നമ്മൾ AI കപ്പാസിറ്റീസ് ഒക്കെ കൊടുക്കുന്നു. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കമാൻഡുകൾ കൊടുക്കും. നമ്മുടെ കമാൻഡ് സ്വീകരിക്കുക എന്നല്ലാതെ ആ യന്ത്രത്തിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ കമാൻഡ് സ്വീകരിക്കും. ഇനി നമുക്കെതിരെ തിരിയാൻ നമ്മൾ അനുവദിക്കുക പോലുമില്ല. അങ്ങനെ അല്ലാതെ എൻ്റെ ഹൃദയവികാരങ്ങളൊക്കെ പങ്കുവയ്ക്കാനും എൻ്റെ ഒരു സ്വന്തമാക്കാനും ഒന്നും നമ്മൾ അതിന് തുനിയില്ല. ഇനി ഒരു യന്ത്രവും നമ്മൾ തമ്മിൽ ഇത്രയും ദൂരമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ദൈവവും മനുഷ്യനും തമ്മിൽ, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടാവിന് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ വളരെ ലളിതമായ അർത്ഥത്തിൽ പറയാവുന്ന മനുഷ്യനോട് സംവേദിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന് തന്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി അവരെ സേവകരായിട്ട് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യും, നമുക്ക് മനസ്സിലാവും. പക്ഷെ ദൈവം ചെയ്യുന്നത് എന്താണ്? തൻ്റെ ഹൃദയത്തിന് നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ വഴി പ്രാർത്ഥനയിൽ ഈ വിഷയം പ്രാർത്ഥനയിൽ അനുസ്മരിക്കപ്പെടുന്നുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കാൻ തീരുമാനസായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം നമ്മളെ തുല്യരായി കരുതിയെന്നാണ്. ദൈവത്തിന്റെ ഹൃദയവിചാരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന മനുഷ്യരായിട്ട് എങ്ങനെയാണ് നമ്മളെ കരുതാൻ പറ്റുന്നതെന്നാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അങ്ങനെ ഉള്ള ഒരു ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് തിരുവചനം. അതുകൊണ്ട് തിരുവചനത്തിന് വെറുതെ കുറച്ച് മറ്റ് മതങ്ങളെയൊക്കെ സംബന്ധിച്ച് അവരുടെ ദൈവവചനം എന്ന് വിളിക്കുന്നത് മഹത് സൂക്തങ്ങൾ പോലെയാണ്, ചില പ്രത്യേക അരുളപ്പാടുകളൊക്കെയാണ് അവരുടേത്. എന്നാൽ ഇത് അങ്ങനെയല്ല, ദൈവം തന്നെ നൽകുന്നതാണ്. ഇപ്പോ ചില മതങ്ങളുടേത് പ്രവാചകന് ഇങ്ങനെ വെളിപ്പെടുത്തി, ദൈവം പ്രവാചകനോട് ഇങ്ങനെ പറഞ്ഞു, അത് പ്രവാചകൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ. ഇതങ്ങനെയല്ല, ദൈവം തന്നെ നൽകുകയാണ്. ദൈവം തന്നെ നൽകുന്നതും ചില കാര്യങ്ങൾ ദൈവം അരുൾ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് രണ്ടും വ്യത്യാസമുണ്ട്. പഴയ നിയമം യഹൂദരെ സംബന്ധിച്ച് അത് അത്രയേ ഉള്ളൂ. ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മോശ വഴി പ്രത്യക്ഷപ്പെട്ടു, കൽപ്പനകൾ നൽകി, നിങ്ങൾ ഇങ്ങനെയായിരുന്നാൽ നിങ്ങൾ എൻ്റെ ജനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉടമ്പടിയിലോട്ടൊക്കെ ഏർപ്പെടുന്നു എന്നതുവരെയേ ഉള്ളൂ. എന്നാൽ ദൈവം തന്നെ നൽകുന്നത് തൻ്റെ ഹൃദയം പങ്കുവയ്ക്കൽ മാത്രമല്ല, തന്നെ പങ്കുവെച്ചു കൊടുക്കുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷത്തിൽ കാണും. അത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, തൻ്റെ ശരീരം തന്നെയും പങ്കുവെക്കുന്ന ബലിയർപ്പണം അവിടുത്തെ വചനത്തിന്റെ ഭാഗമാണ്. ശരിക്കും ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കാൻ തന്നെ പങ്കുവെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, തൻ്റെ ജീവിതം തന്നെയും പങ്കുവെച്ചു കൊടുക്കുകയാണ്. ഒരു പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു തരത്തിലുള്ള ന്യൂപ്ഷ്യൽ ബന്ധം, ദാമ്പത്യം എന്നാണ് ന്യൂപ്ഷ്യൽ എന്ന് പറഞ്ഞ അർത്ഥം. അങ്ങനെ ഒരു ബന്ധം ഇസ്രായേലിനെ തന്റെ വധുവായി തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് തന്റെ ഒരു ചേർക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കില്ലേ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തിരുസഭയെ തന്റെ വധുവായി, മിശിഹായുടെ വധുവാണ്, മിശിഹായുടെ വധു സഭയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രക്ഷാപ്രസത്തിൽ പാടുകയൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരു വരനും വധുവും തമ്മിലുള്ള സമത്വം, തുല്യത, സ്നേഹം, ഐക്യം, ഒന്നാകൽ തുടങ്ങിയവയിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ വിളിക്കൽ പ്രവൃത്തി അവിടുത്തെ വചനത്തിലൂടെയാണ്. അവിടുത്തെ വചനം എന്ന് പറഞ്ഞാൽ വാക്കുകൾ മാത്രമല്ല, ദൈവം തന്നെയാണ് ആ വചനം. അതുകൊണ്ടാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ഭാഷണം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. അതുകൊണ്ട് മറ്റു മതങ്ങളിലൊക്കെ കാണുന്ന പോലെ ദൈവം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നല്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ മോശ വഴി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇത് ദൈവം നേരിട്ട് സംസാരിക്കുകയാണ്. അഥവാ ദൈവം തന്നെ കൊടുക്കുകയാണ്. ഒരു വധുവിന് വരൻ തന്നെ കൊടുക്കുന്നത് പോലെ, വധു തന്നെ വരന് സമർപ്പിക്കുന്നത് പോലെ ഒരു ബന്ധമാണ് വചനം പഠിക്കുമ്പോൾ സംഭവിക്കുന്നത്, അഥവാ വചനം സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വലിയ വ്യത്യാസം തിരുസഭാത്മക വചന പഠനത്തിന് ഉണ്ട്. ഇനി നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വചന വ്യാഖ്യാനത്തിന്റെ ചില അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ സമഗ്രതയിൽ വ്യാഖ്യാനിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞു സഭയുടെ ഹൃദയത്തിലാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലാതെ കടലാസ് രേഖകളിലല്ല. അതുകൊണ്ട് സഭാ ഹൃദയത്തിൽ നിന്ന് വേണം വചനം വ്യാഖ്യാനിക്കാൻ എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചെറുതായിട്ട് പറഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിന്റെ തുടർ ഭാഗമാണ്. ഞാൻ അതിനെ അവലംബമാക്കുന്നത് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപ്രഭുവിന്റെ 12-ാമത്തെ അധ്യായം,
12ാമത്തെ അധ്യായം. അതിനെക്കുറിച്ച് ഒരു കമന്ററി പോലെ സംസാരിക്കും കൂടെ ചെയ്യുന്ന CCCയുടെ 116 മുതലുള്ള 16, 17, 18, 3-4 കുഞ്ഞു പാരഗ്രാഫുകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൂടെ കഴിയുമ്പോഴാണ് ഒരു വചന വ്യാഖ്യാനത്തിന്റെ ഒരു ബേസിക് നമുക്കുണ്ടാവുക. വചന വ്യാഖ്യാനത്തിന്റെ ബേസിക് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറയട്ടെ. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വചന വ്യാഖ്യാനത്തെ കുറിച്ചുള്ള പരാമർശം പ്യൂർലി ഒരു തിയോളജിക്കൽ അക്കാഡമിക് എക്സജസിസിനെ കുറിച്ചല്ല. അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ധാരാളം പറയാനുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പരാമർശിച്ച ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ്, അതൊരു ദൈവവചന വ്യാഖ്യാന ശൈലിയാണ്. നാരേറ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, ടെക്സ്ച്വൽ ക്രിറ്റിസിസത്തിന്റെ പലതരം മോഡുകളുണ്ട്, അങ്ങനെ പലതുണ്ട്. അതൊക്കെ ഈ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ ഉപയോഗിക്കുന്ന ടൂൾസ് ഒക്കെയാണ്. ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് ഉണ്ട്, ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ തുടങ്ങുന്ന കൾച്ചറൽ സ്റ്റഡീസ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ഗ്രന്ഥത്തെ സമീപിക്കുന്ന നമുക്ക്, അത് വായിക്കുന്ന നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ വ്യാഖ്യാനിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനകത്ത് തന്നെ ബൈബിൾ വ്യാഖ്യാനിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഡീക്കനോ വൈദികനോ അഭിയുദ്ധ പിതാക്കന്മാരോ ഒക്കെ വചനം വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ വചനത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നു. ഇതിന്റെയൊക്കെ അപ്പുറത്ത് നമ്മൾ അനുദിന ജീവിതത്തിൽ പോലും നമ്മളറിയാതെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും അത് എത്രമാത്രം ലളിതമായിട്ടാണ് നമ്മൾ ചില കാര്യമൊക്കെ വെറുതെ പറയുമ്പോഴല്ലേ, അല്ലേലും അതിനെക്കുറിച്ചാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ അങ്ങ് പറയില്ലേ. എന്തിനാ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ, ഈ മദ്യപിക്കുന്നവർ വരെ കാനായിൽ വെച്ച് കർത്താവ് വെള്ളം വീഞ്ഞാക്കിയില്ലേ, പിന്നെന്താണ് ഇപ്പൊ ഒരു ഇച്ചിരി ഞാനും കുടിച്ചാൽ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ചെയ്യുന്നത് എന്താണ്? ആ മനുഷ്യൻ വചനത്തെ എടുത്ത് വ്യാഖ്യാനിക്കുകയാണ്, തനിക്ക് ഇഷ്ടമുള്ള വിധത്തിൽ തന്റെ ആവശ്യത്തിന് വേണ്ടി വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞും അറിയാതെയും നിരന്തരം നമ്മൾ വചന വ്യാഖ്യാനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പലരും പല കാര്യത്തിൽ ഇപ്പം അനുദിന സംഭാഷണങ്ങളിൽ പോലും ചില കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാനോ, ചില കാര്യങ്ങളെ നെഗേറ്റ് ചെയ്യാനോ, ചില ശാസന കൊടുക്കാനോ ഒക്കെ ബൈബിൾ ഭാഗങ്ങളൊക്കെ ഉദ്ധരിച്ച് അവർ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിന്റെ ശരിതെറ്റുകൾ എന്താണ് എന്നൊരു പരിധി വരെ അറിയാനും ഒരു സൂക്ഷ്മം ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു പ്യൂർലി ഒരു തിയോളജിക്കൽ ഒരു 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 അക്കാഡമിക് എക്സജറ്റിനെ വാർത്തെടുക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളല്ല പറയുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനകത്ത് നമ്മൾ രണ്ട് കാര്യം ഇങ്ങനെ CCCനെ കുറിച്ച് പഠിപ്പിച്ചു തുടങ്ങുന്നതാണ്. ഒരു പ്രാചീന പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ ലിഖിതത്തിന് 2 തരം അർത്ഥങ്ങൾ വേർതിരിച്ച് കാണാറുണ്ട്. ഒന്ന് വാച്യാർത്ഥവും, 2 ആധ്യാത്മിക അർത്ഥവും എന്നാണ്. അതായത് വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന്, ദൈവവചനത്തിന്റെ പ്രബോധനത്തിന്, പഠനത്തിന് അല്ലെങ്കിൽ വചനത്തെ സമീപിക്കുന്നത് സ്വാഭാവികമായും 2 വിധത്തിലാണ്. അതിന്റെ പ്രാഥമിക അർത്ഥം നേരിട്ട് ലഭ്യമാകുന്ന വാച്യാർത്ഥം എന്നതിനെ കുറിച്ച് പറയും. വാചികമായ അർത്ഥം, ലിറ്ററൽ മീനിങ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാവുന്നത്. വാച്യാർത്ഥം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത് അതിന്റെ വാക്കാൽ തന്നെ എന്തു പറയുന്നു എന്നാണ്. അത് നേരിട്ട് എന്ത് സംസാരിക്കുന്നു, പ്രത്യേകിച്ച് വ്യാഖ്യാനത്തിലേക്ക് പോലും കടന്നു പോകാതെ, അഥവാ അതിന്റെ ഉള്ളർത്ഥങ്ങളിലേക്ക് പോലും കടന്നു പോകാതെ, അതിന്റെ ഗഹനമായ കാരണങ്ങളും വഴികളും പോലും അന്വേഷിക്കാതെ അത് വായിക്കുമ്പോൾ നിനക്ക് എന്ത് മനസ്സിലാകും? അതാണ് ഒന്നാമത്തെ ഏരിയ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഒരാൾക്ക് എന്ത് മനസ്സിലാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാഥമിക അർത്ഥമുണ്ട്. അതിന്റെ വാച്യാർത്ഥം, ലിറ്ററൽ അർത്ഥമാണ് ഞാൻ വഴിയാണ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാനാണ് വഴി, നീ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ എന്നിലൂടെ അല്ലാതെ നിനക്ക് സാധിക്കില്ല. ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഐ ആം ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. പിലാത്തോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് സത്യം? മനുഷ്യവംശത്തിന്റെ സുദീർഘ കാലഘട്ടത്തിന്റെ ചോദ്യമാണ്. അത് മനുഷ്യവംശം മുഴുവനും നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഞാനത് മേശപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടാണ്. വിശ്വാസവും യുക്തിയും എന്ന് പറയുന്ന ഒരു ചെറിയ ഡോക്യുമെന്റ് ഉണ്ട്. ഇത് കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും മേടിക്കണം, ഇത് വായിക്കണം. അത് വചന വ്യാഖ്യാനത്തിന് മാത്രമല്ല, തിരുസഭാ പഠനത്തിന് തന്നെ വളരെ ഫണ്ടമെന്റലാണ്. ഇത് ആരംഭിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതായത് സോക്രട്ടീസ് മുതൽ സകല ആളുകളും നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് എന്താണ് ട്രൂത്ത് എന്നാണ്. നമ്മളിവിടെ പല കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. ബട്ട് വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്? വാട്ട് ഈസ് ദ ട്രൂത്ത്? വാട്ട് ഈസ് ദ റിയാലിറ്റി? ഇത് ശരിക്കും യഥാർത്ഥത്തിലുള്ളത് എന്താണ് എന്നൊരു ചോദ്യം. എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊന്നും ശരിക്കുള്ളതാണ്. അതുപോലും ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഹൈന്ദവ സംസ്കാരത്തിൽ, ഇന്ത്യൻ ഫിലോസഫിയിൽ അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രമേയം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനകത്തൊന്ന് അതൊരു മായ എന്ന് പറഞ്ഞ നോഷൻ ഉണ്ട്. മായ എന്നുള്ള കൺസെപ്റ്റ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഒരു മായയാണ്
എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇല്യൂഷനാണ്, ഇതൊക്കെ ശരിക്കും ഉള്ളതാണ്, ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഒരു സ്വപ്നത്തിൽ ഞാൻ ശരിക്കും ഉള്ളതുപോലെയല്ലേ കാണുന്നത്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കടുവ പിടിക്കാൻ വരും, നമ്മൾ ഇങ്ങനെ ശ്വാസം പിടിച്ച് ഓടുകയാണ്. അന്നേരം സ്വപ്നം നമ്മൾ വിചാരിച്ചിട്ടില്ല, നമ്മൾ ശരിക്കുമെന്ന് വിചാരിച്ച. അതുപോലെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ഡ്രീം അല്ലേ ഇത്? കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ഒരു ഡ്രീം ആണോ ഇത് എന്നൊരു ചോദ്യം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ തത്വചിന്തകരുടെ ഉള്ളിൽ പോലും വാട്ട് ഈസ് ട്രൂത്ത് എന്നൊരു ചോദ്യം ഇങ്ങനെ കിടക്കുകയാണ്. അത് ഗ്രീക്ക് ഫിലോസഫി ആണെങ്കിൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തും. ഇനി മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് പോലും സത്യം കണ്ടെത്താത്തതുകൊണ്ടാണ്, അർത്ഥമില്ലായ്മ കൊണ്ടാണ്. ഇതിനൊന്നും മീനിങ് കണ്ടെത്താൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പം ആധുനിക സാഹിത്യത്തെ സംബന്ധിച്ച് സാർത്തർ, കാമൂസ് പോലെയുള്ള ആളുകളുടെയൊക്കെ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ലിറ്ററേച്ചർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അത് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒ വി വിജയനെ പോലുള്ള ആളുകളുടെ രചനകൾക്കകത്തൊക്കെ ഈ എക്സിസ്റ്റൻഷ്യലിസം ഭയങ്കര ശക്തമായിട്ട് കലർത്തുന്നത്. എന്താണത്? അർത്ഥശൂന്യതയാണ് എന്ന് പറഞ്ഞാൽ എന്തിനാ മനുഷ്യൻ ചുമ്മാ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം, ഇതൊക്കെ എന്തിന്, ഇതിങ്ങനെ നിരർത്ഥകമായ ജീവിതം. ഹിപ്പിസം ആരംഭിച്ചത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അനാദി മുതലുള്ള പ്രോബ്ലമാണ് വാട്ട് ഇസ് ട്രൂത്ത്, വാട്ട് ഈസ് ദ എക്സിസ്റ്റൻസ്, വാട്ട് ഈസ് എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ നിത്യമായി നിലനിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം. അവിടെയാണ് ഈശോ പറയുന്നത് ഐ ആം ദ ട്രൂത്ത്. സത്യം എന്ന് പറയുന്നത് ഞാനാണ്. അതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, സത്യത്തെ തേടുന്നവൻ അവനിലേക്ക് പോകണമെന്നാണ് ഒരർത്ഥം. രണ്ടാമത്തേത്, സത്യമായിട്ടുള്ളത്, ഉണ്മയായിട്ടുള്ളതൊക്കെ, ഉള്ളതായിട്ടുള്ളതൊക്കെ അവനിൽ നിന്ന് വരുന്നതാണ് എന്നർത്ഥം. അപ്പൊ നോക്കി, അതിന്റെ വാച്യാർത്ഥമാണത്. ഐ ആം ദ ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൂത്ത് ആണെന്നാണ് അർത്ഥം. ഇനി ഐ ആം ദ ലൈറ്റ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്താണ് അതിന്റെ വാചികമായ അർത്ഥം? മറ്റൊന്നിലേക്കൊന്ന് പോകുന്നതിന് മുൻപ് തന്നെ അതിനും ഒരു വാച്യാർത്ഥമുണ്ട്, വാചികമായ അർത്ഥമുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ലൈറ്റ്, ഐ ആം ദ ലൈറ്റ് എന്ന് ഈശോ പറയുമ്പോൾ എന്താണ് ഈശോ എങ്ങനെ ലൈറ്റ് റേസ് ആണ് എന്ന് നമ്മൾ വിചാരിക്കും. ലൈറ്റ് എന്താണെന്ന് ഉള്ള ചോദ്യത്തിനകത്ത് തന്നെ അതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഉദാഹരണമല്ല, അതിനെ വിശദീകരിച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം കാണുന്നു, നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ഒരാളെ കാണുന്നു. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കാണുകയല്ല ചെയ്യുന്നത്, പകരം ഒരു പ്രകാശരശ്മികൾ, വെളിച്ചം ആ ആളിൽ പതിഞ്ഞിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് നിങ്ങളുടെ കണ്ണിലെത്തുമ്പം നമ്മളൊരു കാഴ്ച കാണും. അതായത് ഞാൻ പോയി കാണുമല്ല, അവിടുന്ന് റിഫ്ലക്ട് ചെയ്തു വരുന്ന പ്രകാശരശ്മികളാണ് എൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ലൈറ്റാണ് എൻ്റെ കാഴ്ച. ഇപ്പോ നിങ്ങളുടെ ഇരിക്കുന്ന മുറിയിൽ ചുവന്ന ലൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് കരുതുക, ഇൻഫ്രാറെഡ് ലൈറ്റ് മാത്രമേ അതിനകത്തുള്ളൂ. സ്വാഭാവികമായും നിങ്ങളെ ഏത് നിറത്തിലായിരിക്കും കാണുക? ചുവന്ന നിറത്തിലായിരിക്കും കാണുന്നത്, അല്ലെ? നീല വെളിച്ചം മാത്രമുള്ള ഒരു മുറിയിൽ നമ്മൾ നീല നിറത്തിലായിരിക്കും എല്ലാ കാര്യങ്ങളും കാണുന്നത്. ആലോചിച്ച് നോക്കി, ലോകത്തിൽ സൂര്യന് നീല നിറമായിരുന്നു വിചാരിച്ചു, ഈ ഭൂമിയിലുള്ള സകല സാധനവും ബ്ലൂ ആയിരുന്നേനെ. സൂര്യന് നീല നിറമായിരുന്നു, ഒറ്റ രശ്മി ഉണ്ടായിരുന്നുള്ളെങ്കിൽ. അപ്പോൾ എനിക്കൊരു കാഴ്ച തരുന്നത് ഈ പ്രകാശമാണ്. പ്രകാശം എന്നിൽ കൊണ്ട് എത്തിക്കുന്നത്, പ്രകാശം റിഫ്ലക്ട് ചെയ്ത് എന്നിലേക്ക് ക്യാരി ചെയ്യുന്നതാണ് എൻ്റെ വിഷൻ. ഈശോ പറയുകയാണ്, നിന്റെ വിഷൻ ഞാനായിരിക്കും, ഞാനാണ് ലോകത്തിന്റെ വിഷൻ. അതായത് എന്നിലൂടെ റിഫ്ലക്ട് ചെയ്ത് വരുന്നത് നീ കാണുമ്പോഴേ റിയൽ സൈറ്റ് ആവുള്ളൂ, ശരിയായ കാഴ്ചയാവുള്ളൂ. അതുകൊണ്ടാണ് ഈശോ ഒരു അന്ധനെ സുഖപ്പെടുന്ന സമയത്ത് അവനോട് ചോദിക്കും, ഇപ്പൊ നീ സുഖമായോ? ഉടനെ അവൻ പറയുന്ന കാര്യം എന്താണ്? അവൻ പറയാണ്, എനിക്കിപ്പോ കാണാം, പക്ഷെ അവന്റെ പ്രശ്നം എന്താ? അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു, അവന്റെ കാഴ്ചയും കാഴ്ചപ്പാടും വികലമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവന് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഈശോ തുറന്ന് അവനോട് പറഞ്ഞു, അഥവാ അവനെ സുഖപ്പെടുത്തുകയാണ്. എന്താണ് കൊടുക്കുന്നത് ദൈവം അവന്? അവിടുന്ന് അവന് കൊടുക്കുന്നത് ഈശോ കാണുന്നത് പോലെ മനുഷ്യനെ കാണാനുള്ള കഴിവാണ് കൊടുക്കുന്നത്. അത് സൗഖ്യപ്പെടുത്തലാണ്. ഒരു പടിയും കൂടെ കടന്ന് ഈശോയുടെ കാഴ്ച കൊടുക്കലാണ്. നോക്കുക, ഇത് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷനാണ്, ഇത് വാചികമായ അർത്ഥമാണ്. നീ കൊല്ലരുത് എന്ന് പറയുന്നത് വാചികമായി അർത്ഥമാണ്, അത് വാച്യാർത്ഥമാണ്. അല്ലെങ്കിൽ താൻ സ്ത്രീ ആസക്തിയോടെ നോക്കുന്നവൻ അവന് വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയും, അത് ലിറ്ററലാണ്. അതിന് പിന്നെ അതിന്റെ അപ്പുറത്തുള്ള ഇന്റർപ്രിട്ടേഷന്റെ കാര്യമില്ല, ഇന്റർപ്രിട്ടേഷന്റെ മേഖലകളുണ്ട്. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഉള്ളർത്ഥം എന്താണ്? രണ്ടു തരം അർത്ഥങ്ങൾ വേർതിരിച്ചെടുക്കാം. ഒന്നാമത്തേത് വാച്യാർത്ഥമാണ്. വാച്യാർത്ഥം, വിശുദ്ധ ഗ്രന്ഥം നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അത് അതിൽ തന്നെ എന്ത് അർത്ഥമാക്കുന്നു, അതിന്റെ ലിറ്ററൽ സെൻസ് എന്താണ്, ലിറ്ററലി എന്താണ്, ഇത് പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ തള്ളിക്കളഞ്ഞ് വാചികമല്ലാത്ത അർത്ഥങ്ങളിലേക്ക് നമ്മൾ അഭിരമിക്കരുത് എന്നതാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥത്തിന് അപ്പുറത്തേക്ക് ഇല്ലെന്നല്ല, വാച്യാർത്ഥത്തെ തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ അതിനെ സാങ്കേതികമായി മാത്രം വ്യാഖ്യാനിക്കരുത്, അത് നേരിട്ട് പറയുന്ന അർത്ഥം പ്രധാനപ്പെട്ടതാണ് എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് നമ്മളെ ഒത്തിരി, ഈ ഒരു ഇൻഫർമേഷൻ നമ്മളെ ഒത്തിരി സഹായിക്കും. എന്ന് പറഞ്ഞാൽ ഈശോയുടെ പ്രബോധനങ്ങളൊക്കെ മനസ്സിലാക്കാൻ
നമ്മളെ ഒത്തിരി സഹായിക്കും. ഉദാഹരണത്തിന് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ അവർ ഭാഗ്യവാന്മാരാണ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അവർ ഭാഗ്യവാന്മാരാണ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. സമാധാന സംസ്ഥാപകർ അവർ ഭാഗ്യവാന്മാരാണ് എന്ന് തന്നെയാണ് അതിന്റെ വാചികാർത്ഥം. ഇനി അതിനപ്പുറത്തേക്കുള്ള അർത്ഥത്തിലേക്ക് പോയി ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ അപ്പുറത്ത് കിടക്കുന്നതാണ്. ഇനി ശരിയായ ട്രാൻസ്ലേഷൻ ഭാഗ്യവാന്മാരെന്നല്ല, അനുഗ്രഹീതർ എന്നാണ് അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ. POC ബൈബിളിന്റെ നവീകരിച്ച വേർഷനകത്ത് നിങ്ങൾ അങ്ങനെയായിരിക്കും കാണാൻ പോകുന്നത് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഭാഗം എന്താണ്? ഒന്നാമത്തേത് വാച്യാർത്ഥമാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം പ്രതീകാത്മ അർത്ഥം എന്നാണ് അതിനെ, അഥവാ ആധ്യാത്മിക അർത്ഥം എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് വാച്യാർത്ഥമാണെങ്കിൽ രണ്ടാമത്തെ ആധ്യാത്മിക അർത്ഥം. അതായത് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള ആധ്യാത്മികമായുള്ള മെസ്സേജ് എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണ് എന്നതിനെ കുറിച്ച് പറയലാണ് അത്. ഇനി നമ്മളിങ്ങനെ വായിക്കും. ഇനി അടുത്തത് ഈ രണ്ടാമത് പറയാം, ഒന്ന് വാച്യാർത്ഥം, രണ്ട് ആധ്യാത്മിക അർത്ഥം. ഈ ആധ്യാത്മിക അർത്ഥത്തിനകത്ത് തന്നെ 4 എണ്ണമുണ്ട്. 4 അർത്ഥതലങ്ങളെ നമുക്ക് വിഭജിച്ചെടുക്കാൻ പറ്റും, അഥവാ 4 കാറ്റഗറി ഉണ്ട്. ഈ 4 കാറ്റഗറിയെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടത്. ഈ 4 അർത്ഥങ്ങളുടെ സമന്വയത്തിലൂടെ മാത്രമേ സഭയിൽ വിശുദ്ധ ലിഖിതത്തിന്റെ സജീവ പാരായണം വഴി അതിന്റെ പൂർണ്ണ സമ്പത്ത് ലഭ്യമാകൂ എന്ന് തിരിച്ചു പഠിപ്പിക്കും. ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം കൂട്ടിച്ചേർത്താൽ മാത്രമേ നമുക്കൊരു ടെക്സ്റ്റിന്റെ മീനിങ് കിട്ടുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്കത് ടെക്സ്റ്റ് ആദ്യം അങ്ങ് വായിക്കാം. അതെങ്ങനെയാണ്? വാച്യാർത്ഥം: വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും വാക്യ വിശകലനത്തിൽ നിന്ന് അനാവൃതമാകുന്നതുമായ അർത്ഥമാണ് വാച്യാർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ തന്നെ നേരിട്ട് സൂചിപ്പിക്കുന്നതും വാക്യ വിശകലനത്തിൽ നിന്ന് അനാവൃതമാകുന്നു, അതായത് ആ വാക്കിനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിന്റെ ഗ്രാമാറ്റിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥമാണ് വാച്യാർത്ഥം. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറ്റെല്ലാ അർത്ഥങ്ങളും വാച്യാർത്ഥത്തിൽ അധിഷ്ഠിതമാണ് എന്നതാണ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ മറക്കരുത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മേൽ നടത്തുന്ന ഏത് വ്യാഖ്യാനമാകട്ടെ അതൊക്കെ വാച്യാർത്ഥത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വാച്യാർത്ഥത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്കൊരു അർത്ഥവും അതിന്റെ മേൽ കണ്ടുപിടിക്കാനാവില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. എന്ന് വെച്ചാൽ ഈശോ പറയുകയാണ്, തന്റെ കുരിശു വഹിക്കാതെ തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എന്നെ പിന്തുടരാൻ, എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് ഈശോ പറഞ്ഞാൽ അതിന് നമ്മൾ വല്ലാതെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാൻ പോകേണ്ട ആവശ്യമില്ല. തന്റെ കുരിശെടുത്ത് അനുഗമിക്കുന്നവർക്കേ ഉള്ളൂ സ്വർഗരാജ്യം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഈശോ പറയുകയാണ് വിശ്വസിച്ച് മാമോദിസ സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും എന്ന് ഈശോ പഠിപ്പിക്കുന്നു. അത് അതിൽ തന്നെ അർത്ഥപൂർണമാണ്, അതിന്റെ വാച്യാർത്ഥത്തിൽ തന്നെ കംപ്ലീറ്റ് ആണ്. അതായത് വിശ്വസിക്കുകയും മാമോദിസ സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം എന്നതാണ് അതിന്റെ സിമ്പിൾ അർത്ഥം. ഇനി ആ അർത്ഥത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിക്കൂടാ. എന്നാൽ അതേസമയം ഈ അർത്ഥത്തിന്റെ മുകളിൽ ക്ലാരിറ്റിയുള്ള വ്യാഖ്യാനത്തിന്റെ വിപുലീകരണ സാധ്യതകളുണ്ട് എന്ന് മാത്രം. അപ്പം ഈശോ പഠിപ്പിക്കുന്ന സകല കാര്യങ്ങളിലും, സുവിശേഷത്തിന്റെ എല്ലാ വാചകങ്ങളിലും വാച്യാർത്ഥം ഒന്നാമത് നിൽക്കണം, ലിറ്ററൽ മീനിങ് ഒന്നാമത് നിൽക്കണം. ഞാൻ ഇച്ചിരി കുറച്ച് പല സൈഡിൽ നിന്ന് അങ്ങോട്ട് ഇടമൊക്കെ പറഞ്ഞത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തേത് നമ്മൾ അതിന്റെ ആധ്യാത്മിക അർത്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആധ്യാത്മിക അർത്ഥത്തിനകത്ത് 3 കാര്യങ്ങളുണ്ട്. വാച്യാർത്ഥത്തോട് കൂടുമ്പോഴാണ് 4 കാര്യം എന്ന് പറഞ്ഞത്. ആധ്യാത്മിക അർത്ഥം 3 കാര്യമുണ്ട്. അതിൽ ഒന്നാമത്തേത് പ്രതീകാത്മക അർത്ഥമാണ്. അതിങ്ങനെ വായിക്കാം. ബൈബിളിലെ സംഭവങ്ങളെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ അവയെ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും. ഇതാണ് അതിന്റെ പ്രതീകാത്മക അർത്ഥം എന്ന് പറയുന്നത്. പ്രതീകാത്മക അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം എന്നറിയാമോ? ഒരു ഭാഗത്തിന്, ഒരു ടെക്സ്റ്റിന് അതിൽ നേരിട്ട് കാണുന്നതിന്റെ അപ്പുറത്ത് അത് പ്രതിനിധീകരിക്കുന്ന, അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്ന, വിരൽ ചൂണ്ടുന്ന മറ്റൊരു കാര്യം ഉണ്ടാവും. പ്രതീകമായി നിൽക്കുകയാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയും, മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ നോഹയുടെ പെട്ടകം വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്നു. അതിലെ പെട്ടകം, അതിനകത്ത് നോഹയും കുടുംബവും മൃഗങ്ങളും ഒക്കെ കൂടിയിട്ട് രക്ഷ പ്രാപിക്കുന്നു. ഇത് സത്യത്തിൽ എന്താണ്? ഇത് സത്യത്തിൽ ഒരു പ്രതീകമാണ്.
നോഹയുടെ സംഭവത്തെക്കുറിച്ച് അതിൽ തന്നെ അർത്ഥമുണ്ട്, അതിനൊരു വാച്യാർത്ഥമുണ്ട്. നോഹയുടെ കാലത്ത് സംഭവിച്ച അതിന്റെ ഒരു, ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ചരിത്ര ആത്മക ദൈവശാസ്ത്ര നരേഷനാണല്ലോ അത്. ഹിസ്റ്റോറിക്കലാണത്, അതേസമയം അത് തിയോളജിക്കലാണ്. അതുകൊണ്ട് ഹിസ്റ്റോറിക്കോ തിയോളജിക്കൽ നരേഷൻ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു വാച്യാർത്ഥമുണ്ട്, ആ കഥയ്ക്കൊരു അർത്ഥമുണ്ട്, അത് കൊടുക്കുന്ന സെൻസ് ഉണ്ട്. അതിനകത്ത് തിന്മ ചെയ്യുന്നവർക്കുണ്ടാകുന്ന നാശവും നന്മ ചെയ്യുന്നവരെ ദൈവം പരിപാലിക്കുന്നതുമായ അർത്ഥങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ അന്ന് അനാവൃതമായിട്ടില്ലാത്ത ഒരർത്ഥമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന മാമോദിസയുടെ പ്രതീകമാണ്. അതായത് ജലത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന, ജലത്തിൽ ഉയർന്ന് രക്ഷ പ്രാപിക്കുന്നു. പാപം ചെയ്തവരൊക്കെ ജലത്തിനടിയിൽ മരിച്ചു പോവുകയും ആ ജലത്തിൽ നിന്ന് ഉയർന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ ഒരു നൗകയിൽ രക്ഷപ്പെടുകയും ചെയ്യുന്ന ആ പ്രതീകം, അത് മാമോദീസയിലൂടെ രക്ഷിക്കപ്പെടുന്ന മനുഷ്യവംശത്തിൽ നിന്ന് മാമോദിസ വഴി തെരഞ്ഞെടുക്കപ്പെട്ട് മാമോദീസാഭിഷേകത്താൽ രക്ഷിക്കപ്പെടുന്ന സഭയുടെ പ്രതീകമാണത്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ കാര്യങ്ങൾക്ക് പ്രതീകാത്മക അർത്ഥമുണ്ട് എന്നതാണ് അതിന്റെ കാര്യം. അത് പല കാര്യങ്ങൾ, ഇപ്പൊ ചെങ്കടൽ കിടക്കുന്നത് സെയിം അർത്ഥമാണ് അതിന്. ചെങ്കടൽ കിടക്കുന്നത്, കടലിലൂടെ അവർ കടന്നു പോകുന്നു, കടൽ അവർക്ക് വേണ്ടി വിഭജിക്കുന്നു, അവർ കടലിലൂടെ കടന്നു പോകുന്നു, അവർ വാഗ്ദത്ത ദേശത്തെത്തുന്നു. മാമോദിസ ജലത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു, അവൻ വാഗ്ദത്ത ദേശം, യഥാർത്ഥ വാഗ്ദത്ത ദേശമായ സ്വർഗരാജ്യത്തിലെത്തുന്നു. അത് അതിന്റെ പ്രതീകാത്മക അർത്ഥമാണ്. ഇനി 40 വർഷത്തെ മോശയുടെ നേതൃത്വത്തിലുള്ള എക്സഡസ്, പുറപ്പാട്, അതിൽ തന്നെ ഒരു ചരിത്ര സംഭവമാണ്. അത് തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു വലിയ സംഭവമാണ്. ഇനി അത് സത്യത്തിൽ എന്തിലേക്ക് വിരൽ ചൂണ്ടുന്നു? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിന്റെ സ്വാതന്ത്ര്യമുള്ള സ്വർഗരാജ്യത്തിലേക്ക് മോശയുടെ നേതൃത്വത്തിൽ നയിക്കപ്പെട്ടു പോകുന്ന ഒരു ജനത്തിന്റെ അനുഭവം, അത് യഥാർത്ഥത്തിൽ പ്രതീകാത്മകമാണ്. എന്തിന്റെ പ്രതീകാത്മകമാണ്? വരാനിരിക്കുന്ന മിശിഹായുടെ രക്ഷയുടെ പ്രതീകമാണത്. എന്ന് വെച്ചാൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ഞാൻ എങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോൾ സംശയം, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ഭൗതിക അടിമത്തത്തിൽ നിന്ന് ഭൗതിക സ്വാതന്ത്ര്യത്തിലേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവം എക്സോഡസ് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ നമ്മളിങ്ങനെ കാണും, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഒരു ജനതയെ നയിച്ച് സ്വർഗരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന മിശിഹ. അപ്പൊ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് ഈശോയുടെ ഒരു പ്രതീകമാണല്ലോ എന്ന്. അതിനെയാണ് ഈ പ്രതീകാത്മക അർത്ഥം എന്ന് പറയുന്നത്. ഇനി സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കും, ടെക്സ്റ്റ് നമ്മളിങ്ങനെ വായിക്കും, മോശ 12 ഗോത്രത്തിന്റെ തലവന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയാണ്, ഞങ്ങൾ ഈ ഭാരം തനിയെ ചുമക്കേണ്ടതില്ല, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ ചൈതന്യം പകരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിച്ചു കൂട്ടുന്നു. എന്നിട്ട് 12 ഗോത്ര തലവന്മാരോടും അവരുടെ വടിയുടെ മേൽ തങ്ങളുടെ പേരെഴുതാനായിട്ട്, അവരുടെ പേരെഴുതാനായിട്ട് ആവശ്യപ്പെടും. അങ്ങനെ പേരെഴുതിയ ഒരു വടി, അത് യഥാർത്ഥത്തിൽ എന്താണ്? പിന്നീടാണ് മനസ്സിലാകുന്നത് ഈ 12 ഗോത്ര തലവന്മാരും അവരുടെ വടിയും വരാനിരിക്കുന്ന 12 അപ്പസ്തോലന്മാരും അവരുടെ മേൽ സ്ഥാപിക്കപ്പെട്ട അജപാലന അധികാരവുമാണെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അന്ന് അതിനൊരർത്ഥമുണ്ട്. അന്നത്തെ അർത്ഥം എന്താണ്? അന്ന് ലിറ്ററലി അതങ്ങനെ സംഭവിച്ചതാണ്. മോശയ്ക്ക് അഹ്റോൻ അവരെ നയിക്കാൻ എളുപ്പമായിരുന്നില്ല, ജനം വർദ്ധിച്ചു. അപ്പോ മോശ തന്റെ ചൈതന്യത്തിൽ നിന്ന് പകർന്നു കൊടുക്കാൻ ദൈവം തിരുമനസ്സായി വിധത്തിൽ ആളുകളെ 12 പേരെ തെരഞ്ഞെടുത്തു. 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരെ തെരഞ്ഞെടുത്തു. അവർക്ക് തന്റെ അധികാരത്തിൽ പങ്കാളിത്തം കൊടുത്തു. അവർ ആ അധികാരത്തിന്റെ പങ്കാളിത്തം ഉപയോഗിച്ച് തങ്ങളുടെ ഗോത്രങ്ങളെ നയിച്ചു. അന്നതിന്റെ അർത്ഥം പൂർണ്ണമാണ്. പക്ഷെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു പ്രതീകമായിരുന്നു. എന്തിന്റെ? വരാനിരിക്കുന്ന തിരുസഭയുടെ പ്രതീകമായിരുന്നു. അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ പണിതപ്പെട്ട അവരുടെ അജപാലന അധികാരത്താൽ, അവരുടെ അംശപടി കൊണ്ട്, മെത്രന്മാരൊക്കെ പിടിക്കുന്ന അംശപടിയിൽ, അതുകൊണ്ട് നയിക്കപ്പെടുന്ന ഒരു ജനത്തിന്റെ പ്രതീകമായിരുന്നു സത്യത്തിൽ അവര്. അപ്പൊ അവയിൽ തന്നെ അർത്ഥപൂർണതയുണ്ടെങ്കിലും, അവയിൽ തന്നെ ഒരു അർത്ഥമുണ്ടെങ്കിലും, അത് പ്രതീകാത്മകമായി വരാനിരിക്കുന്ന ചില കാര്യങ്ങളുടെ രൂപമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ അതിന്റെ വാച്യാർത്ഥത്തിന്റെ അപ്പുറത്ത് ആധ്യാത്മിക അർത്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പം നമ്മൾ അതിലും ആഴത്തിൽ കിടക്കുന്ന ചില കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലും. ഇനി ഇവിടെയും ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഈ വാച്യാർത്ഥത്തിൽ നിന്ന് പ്രതീകാത്മക അർത്ഥത്തിലേക്ക് പോകുമ്പോൾ ഉള്ള പ്രിൻസിപ്പിൾ എന്താണെന്നറിയാമോ? ഈ പ്രതീകാത്മക അർത്ഥം എപ്പോഴും ക്രിസ്തു സംഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കണം. ക്രിസ്തു സംഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ മാത്രമേ ഇതിനെ പ്രതീകാത്മക അർത്ഥം എന്ന് വിളിക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ,
പഴയ നിയമത്തിൽ കാണുന്ന മറ്റൊരു ഉദാഹരണം പറയാം. ഒരു മോശ മോശ മോശയോട് മറുതലിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പം ഇസ്രായേലിനെ ദൈവം ശിക്ഷിക്കുന്നു. സർപ്പദംശനമേറ്റ് മനുഷ്യർ മരിച്ചു വീഴുന്നു. ഇവരിങ്ങനെ ചത്തൊടുങ്ങുന്നത് കണ്ട് മോശയൊക്കെ പോയി ദൈവത്തിന്റെ അടുത്ത് നിലവിളിക്കുന്നു. ദൈവം അപ്പോൾ അവരോട് ആവശ്യപ്പെടുകയാണ്, ഒരു കാര്യം ചെയ്യ്, മലമുകളിൽ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി നിർത്ത്, അതിൽ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ മരുഭൂമിയിൽ എവിടെ വെച്ച് പാമ്പ് കടിച്ചാലും, മരുഭൂമി ഇങ്ങനെ പരന്നു കിടക്കുവാണ്, അപ്പൊ അതിന്റെ കുന്നെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും കാണാം. അപ്പോ ആ കുന്നിലേക്ക് ഉയർത്തി നിർത്തിയിരിക്കുന്ന, എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ ഉയർത്തി നിർത്തിയിരിക്കുന്ന ഒരു പിച്ചളയുടെ പാമ്പ്, ആ പാമ്പിലേക്ക് നോക്ക്, അപ്പോ വിഷം മാറുകയും ആള് സുഖം പ്രാപിക്കുകയും ചെയ്യും. അത് ലിറ്ററലി സംഭവിച്ചു. മോശ ഒരു വലിയ മരത്തടിയെ എങ്ങനെ കൊണ്ടുപോയിട്ട് അതിന് മുകളിൽ നാട്ടിയിട്ടിട്ട് അതിന് മുകളിൽ പിച്ചള, അവിടെ ഇഷ്ടം പോലെ പണിക്കാരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആ കാര്യത്തിലൊക്കെ മഹാബിരുദന്മാരാണ്. പോകുന്ന വഴിക്ക് തന്നെ മോശ കുറച്ചു നാളത്തിന് മുകളിലോട്ട് മലമുകളിലേക്ക് കയറിപ്പോയപ്പം എല്ലാവരെയും ആഭരണമൊക്കെ മേടിച്ചെടുത്തിട്ട് കാളക്കുട്ടീനെ ഉണ്ടാക്കി വെച്ച് ആരാധിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് ഇത് ഉണ്ടാക്കാൻ വലിയ പാടുന്നുണ്ടാവണമെന്നില്ല. അവർ പിച്ചള സർപ്പത്തെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ മുകളിൽ ഉയർത്തി വെച്ചു, അതിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചു. അപ്പൊ അത് ദൈവത്തിന്റെ ഒരു കരുണയുടെ അടയാളമായിട്ടോ, ദൈവം നൽകുന്ന ജീവന്റെ ജീവൽ രക്ഷയുടെ, സർപ്പദർശനമേറ്റ് മരിക്കുന്നവർക്ക് താൽക്കാലിക ജീവൻ തിരികെ കൊടുക്കുന്ന ഒരടയാളമായിട്ട് അതിനർത്ഥമുണ്ട്. പക്ഷേ സത്യത്തിൽ അതെന്താണ്? അത് വരാനിരിക്കുന്ന വലിയൊരു കാര്യത്തിന്റെ പ്രതിരൂപമാണ്, പ്രതീകമാണ്. എന്താണത്? മലയിൽ ഉയർത്തപ്പെട്ട മരത്തിൽ കാണപ്പെടുന്ന സർപ്പം സത്യത്തിൽ ആരാണത്? ആ സർപ്പം ഈശോയാണ്. എന്താണ് അതിന്റെ അർത്ഥം? പാപം ചെയ്ത മനുഷ്യൻ മരണത്തിന് വിധേയനായത് എങ്ങനെയാണ്? പാപം ചെയ്ത. എന്താണ് ആ പാപത്തിന്റെ റൂട്ട് കോസ്? അത് പഴയ നിയമം ആലങ്കാരികമായി അവതരിപ്പിക്കുന്നത് പോലെ സർപ്പരൂപത്തിൽ വരുന്ന ആദിമ മനുഷ്യനെ സമീപിച്ച സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാനുള്ള പ്രവണതയാണ് ആ സർപ്പം. പൈശാചിക പ്രലോഭനമാണ് ആ സർപ്പം. ആ സർപ്പത്തിന് ദംശനമേറ്റാണ് മനുഷ്യൻ മരിച്ചത്. അവൻ ആധ്യാത്മികമായി സ്വർഗരാജ്യത്തിൽ നിന്ന് മരിച്ചു പോയതാണ്. അങ്ങനെയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവരിവിടെ വെറുതെ സാധാരണ ജീവൻ നിന്നാണ് മരിക്കുന്നത്. അവിടെ അവർ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന നിത്യജീവൻ നിന്നാണ് മരിക്കുന്നത്. രണ്ടും മരണമാണ്, രണ്ടും സർപ്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, രണ്ടും ഒരു സർപ്പത്തിന്റെ ദംശനത്തിൽ വിഷം തീണ്ടി മരിക്കുന്നത് പോലെ മരിച്ചു പോകുന്നതാണ്. ഇനി മറുവശത്ത് എന്താണുള്ളത്? മരത്തിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം. അതായത് വിഷം തീണ്ടി മരിക്കുന്ന ആ മനുഷ്യന് ആ വിഷ കൊണ്ട് തന്നെ പരിഹാരം എന്നതുപോലെയാണ് ഈശോ സംസാരിക്കുന്നത്. ഈ സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം ചെയ്ത് സർപ്പത്തിന്റെ ഹിതത്തിന് വിധേയപ്പെട്ട് പാപം ചെയ്ത് മരിച്ച മനുഷ്യൻ, ഇനി ഗാഗുൽത്ത മലയിലെ കുരിശിൽ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ ഒരു മനുഷ്യനാണ് കാണുന്നത്. പക്ഷെ ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? ഇതാ ലോകത്തിന്റെ പാപങ്ങൾ സമ്മഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. പാപം സമ്മഹിച്ചിരിക്കുകയാണ്. അഥവാ മനുഷ്യവംശത്തിന്റെ പാപം മുഴുവനും, അഥവാ ആദിമ സർപ്പത്തിന്റെ വിഷം മുഴുവനും കുടിച്ച മനുഷ്യന്റെ പാപം, ആ വിഷം മുഴുവനും തന്നിലേറ്റെടുത്ത് കിടക്കുന്ന കുരിശിൽ കിടക്കുന്ന ഈശോ. അതായത് പാമ്പിൽ വിഷമുണ്ടായിരിക്കുന്നത് പോലെ ഈശോ ലോകത്തിന്റെ പാപങ്ങൾ മുഴുവനും ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ പാപമാണ് അവിടെ ഉയർത്തിപ്പെട്ടിരിക്കുന്നത്, കുരിശിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം തിരിഞ്ഞു നോക്കുന്നവർക്ക് പഴയ നിയമത്തിലെ ആ പിച്ചള സർപ്പം ഈശോയുടെ പ്രതീകമാണെന്ന് മനസ്സിലാകും. മലമുകളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ആ പരിഹാര ബലിയിലേക്ക് നോക്കിയാൽ നീ സുഖം പ്രാപിക്കുമെന്ന് പിന്നീട് മനസ്സിലാകുന്നത് ഈശോയിലാണ്. മലമുകളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ആ എന്തൊന്നിലേക്ക് നോക്കിയാലാണ് സുഖം പ്രാപിക്കുന്നത്, അത് ഈശോയാണെന്ന് മനസ്സിലാക്കുന്ന പിന്നീടാണ്. ഇതിനെയാണ് പ്രതീകാത്മക അർത്ഥം എന്ന് പറയുന്നത്. പ്രതീകാത്മക അർത്ഥമാണ്. ഈ പ്രതീകാത്മക അർത്ഥം കൊടുക്കുന്നതിന് ഈ സഭാപിതാക്കന്മാരൊക്കെ ഭയങ്കര എക്സ്പേർട്സ് ആയിരുന്നു. സഭാപിതാക്കന്മാരുടെ രചനകളൊക്കെ വായിച്ച് ഈ പ്രതീകാത്മക അർത്ഥം ഭയങ്കര മനോഹരമായിട്ട് ഇവർ ചെയ്യുന്നതാണ്. അതൊക്കെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ അങ്ങ് വിൽ ബി ടേക്കൺ അപ്പ് എന്ന് പറയുന്നത് പോലെയാണത്. വെറുതെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് അഗസ്തീനോസിന്റെ ഒരു വ്യാഖ്യാനമാണ് ഈ പ്രതീകാത്മക വ്യാഖ്യാനത്തിൽ പെടുന്ന ഒരു കാര്യം എടുത്തു പറയാം. അതായത് ഇങ്ങനെയാണ് ഈശോ പറയുന്ന ഉപമ. ജെറുസലേമിൽ നിന്ന് ഒരാൾ ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് കൊള്ളക്കാർ അവനെ ആക്രമിച്ചു, അവനെ നിലംപരിശാക്കി, അവനെ കൊല്ലാതാക്കി, അവന്റെ എല്ലാം കവർന്നെടുത്ത് പോയി കളഞ്ഞു. പലരും ആ വഴിക്ക് വന്നു. ഒരു പുരോഹിതൻ
അതിലെ വന്നു, ലെവായൻ അതിലെ വന്നു, അവരാരും ഒന്നും ചെയ്തില്ല. പിന്നീട് ഒരു സമരിയാക്കാരൻ വന്നു, അവനെ താങ്ങിയെടുത്തു, മുറിവുകൾ വെച്ച് കെട്ടി സത്രത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. എന്നിട്ട് ഈശോ ചോദിക്കുകയാണ്, ആരാണ്ട് അയൽക്കാരൻ. അപ്പൊ അതിന്റെ വാച്യാർത്ഥം അതിൽ തന്നെ പൂർണ്ണമാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവനെ സഹായിച്ചവൻ ആരോ അവനാണ് അയൽക്കാരൻ, അതുകൊണ്ട് നീയും അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് അതിന്റെ വാച്യാർത്ഥം. അതവിടെ തീരും. പക്ഷേ അതിന്റെ അടുത്ത പ്രതീകാത്മക അർത്ഥത്തിലേക്ക് പോകുമ്പോൾ വിശുദ്ധ അഗസ്തീനോസിന്റെയും കൂടെ പശ്ചാത്തലത്തിൽ ഞാൻ കുറിച്ച് പറയാം. അതിനെ ഇങ്ങനെ സഭാപിതാക്കന്മാരെ ഇങ്ങനെ വ്യാഖ്യാനിക്കും. ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്ന മനുഷ്യൻ. ജെറൂസലേം എന്താണ്? ജെറൂസലേം അവിടുത്തെ ജോഗ്രഫിയും കൂടി അറിയണം. ജെറൂസലേം ഒരു മലയിൽ ഉയർന്ന പട്ടണമാണ്, അത് ഒത്തിരി മുകളിലാണ്. ജെറീക്കോ ഒത്തിരി താഴെയാണ്, അതൊരു താഴ്വാരത്തിലേക്ക് താന്ന് പോവുകയാണ്. അതായത് 3500 അടിയെങ്ങാണ്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അത്രയും അടി താഴെയാണ്, സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ് ജെറീക്കോ. ഒരു വലിയ ഇറക്കമാണ്, ജെറുസലേമിൽ നിന്ന് ഒരു വലിയ ഇറക്കമാണ്. നമ്മൾ ഇന്ന് പോയാലും അങ്ങനെയാണ്, ഫുൾ ഒരു ഇറക്കമാണ്. അതിന് ഇറങ്ങി 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 അങ്ങ് പോകും. അങ്ങനെ പോയിട്ട് നമ്മൾ ജെറിക്കോയിൽ ചെല്ലും, അതൊരു ഇറക്കമാണ്. ഇനി ജെറുസലേം എന്താണ്? ദൈവത്തിന്റെ ദേവാലയമാണ്, ദൈവത്തിന്റെ ഭവനമാണ്. ജെറിക്കോയോ ഒരു വിജാതീയ പട്ടണമാണ്. അപ്പോ ദൈവത്തിന്റെ ലോകത്ത് നിന്ന് ഉയർന്ന, ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ലോകത്തിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മനുഷ്യൻ. സത്യത്തിൽ അത് ആരാണ് ഈ മനുഷ്യൻ? അത് മനുഷ്യവംശമാണ്. സ്വർഗത്തിൽ ദൈവത്തോടു കൂടിയായിരുന്ന മനുഷ്യൻ അവിടുന്ന് അധപതിച്ച് ഈ ഭൂമിയുടെ അറ്റത്തേക്ക് അഥവാ താഴത്തേക്ക് അധപതിച്ചു പോകുന്ന മനുഷ്യൻ, അങ്ങനെ യാത്ര ചെയ്യാൻ, ദൈവത്തെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് യാത്ര ചെയ്യുന്ന, ദൈവത്തെ ഉപേക്ഷിച്ച് നടന്നു പോകുന്ന മനുഷ്യവംശമാണ് ഈ കഥയിലെ കഥാപാത്രം. ഇനി ഓരോ കുഞ്ഞു കാര്യവും എടുത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനെ നടന്നു പോകുന്നു, ഇവൻ എന്താ സംഭവിക്കുന്നത്? അവൻ കവർച്ച ചെയ്യപ്പെടുന്നു. അവന് ദൈവം കൊടുത്തി, അഥവാ അവന്റെ ജെറുസലേമിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്. അവിടുന്ന് അവന് ജെറുസലേം ആകുന്ന ദൈവഭവനത്തിൽ ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ അവനുണ്ട്. അവന്റെ ആത്മാവ്, ഏറ്റവും വിലപിടിച്ച ആത്മാവ്, ദൈവപുത്രത്വം തുടങ്ങിയ ഒത്തിരി സമ്പാദ്യം അവന്റെ കയ്യിലുണ്ട്. ഈ സമ്പാദ്യമെല്ലാം കവർച്ചക്കാരൻ കൊള്ളയടിക്കുന്നു. കൊള്ളക്കാർ കവർച്ച ചെയ്യുന്നു. കൊള്ളക്കാരാരാണ്? സാത്താനാണ്. സാത്താൻ അവന്റെ പ്രലോഭനത്തിൽ വീണു പോകുന്ന മനുഷ്യന്റെ അടുത്ത് നിന്ന് എല്ലാം കവർച്ചു. അതല്ലേ പർദീസായിൽ സംഭവിച്ച് നമ്മൾ വായിക്കുന്നത്, അങ്ങനെയല്ലേ? അവനുണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ടു. അവൻ ഭൂമിയിലേക്ക് അഥവാ സ്വർഗത്തിൽ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് അവിടുന്ന് അധപതിക്കും. ഈ അധപതിക്കൽ എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലത്തേക്ക് പോകലൊന്നും അല്ല എന്നൊക്കെ ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്ന എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിച്ചു. അവൻ അവിടുന്ന് അധപതിക്കുന്നു. അവനുണ്ടായിരുന്നൊക്കെ നഷ്ടമാകുന്നു. അവന്റെ ഏറ്റവും വിലപിടിപ്പുള്ളത് അവന്റെ ആത്മാവാണ്. അവന്റെ ആത്മാവ് നഷ്ടമാകുന്നു. അവന്റെ നിത്യജീവൻ അപകടത്തിലാകുന്നു, അത് നഷ്ടപ്പെടുന്നു. ഈ അവസ്ഥയിൽ അവൻ ഉപേക്ഷിക്കപ്പെടുന്നു. അതായത് ആ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ എന്നതുപോലെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ എന്നാണ് അതിന്റെ അർത്ഥം. അവന് വിലയുണ്ടായിരുന്നതൊക്കെ കവർച്ച ചെയ്യപ്പെട്ടു. ആൻഡ് ഈസ് ലെഫ്റ്റ് അബാൻഡൻഡ്. അവൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ആർക്കും വേണ്ടാതെ ദാ കിടക്കുന്നു. അതാണ് മനുഷ്യവംശത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് വ്യാഖ്യാനിക്കുന്നത്. ഇനി എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഇവൻ ഇങ്ങനെ മരണത്തോട് മല്ലടിച്ച് ഒന്നുമില്ലാതെ കിടക്കുമ്പം അവിടെ യഹൂദരുടെ പൗരോഹിത്യം വരുന്നു, പഴയ നിയമത്തിന്റെ പൗരോഹിത്യം വരുന്നു. അവനെ കൊണ്ട് അവനെ രക്ഷിക്കാൻ കഴിയില്ല. അവനെ അവഗണിച്ചു പോയി എന്നുള്ളതല്ല, പഴയ നിയമത്തിന്റെ പൗരോഹിത്യത്തിന് നിത്യജീവൻ കൊടുക്കാനുള്ള കഴിവില്ല എന്നാണ് അതിന്റെ അർത്ഥം. പഴയ നിയമത്തിന്റെ പൗരോഹിത്യം, ബലികളും കാഴ്ചകളും പാപരിഹാര ബലിയൊക്കെ അർപ്പിക്കുന്ന പൗരോഹിത്യത്തിന്, അതിന് നിത്യപൗരോഹിത്യമില്ല. അതിന് മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ നിസ്സഹായനാണ്. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്? പുരോഹിതനാകുമെന്ന് പറഞ്ഞ ചില ആൾക്കാർ ഇതിനെ വളരെ വിവേകമില്ലാതെ വ്യാഖ്യാനിക്കും. ആ അച്ഛന്മാരൊന്നും ചെയ്തില്ല, കപ്പിയാരന്മാരൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഇവിടെ അച്ഛന്മാരും കപ്പിയാരെ കുറിച്ചല്ല പറയുന്നത്. പഴയ നിയമ പൗരോഹിത്യത്തിന്, ലെവായ പൗരോഹിത്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവരെ കൊണ്ട് സാധിച്ചില്ല. ഇനി അടുത്തത്, പൗരോഹിത്യത്തിന് മാത്രമല്ല, ദേവാലയ ശുശ്രൂഷകർക്കും. പഴയ നിയമത്തിന്റെ ദേവാലയം അത് കല്ലുകൊണ്ട് പണിത കോട്ടകൊത്തളങ്ങളുള്ള ജെറുസലേം ദേവാലയമാണ്. ആ ദേവാലയത്തിന് ശുശ്രൂഷ ചെയ്യുന്നവർക്കും അത് സാധ്യമായിരുന്നില്ല. അത് പഴയ നിയമത്തിന്റെ ദേവാലയമാണ്. പുതിയ നിയമത്തിന്റെ ദേവാലയം ഏതാണ്? ക്രിസ്തു ശരീരമാകുന്ന ദേവാലയമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈ ദേവാലയം നിങ്ങൾ തകർത്തുകള, ഞാൻ 3-ാം ദിവസം പണിതുയർത്തും. 3-ാം ദിവസം അവിടുന്ന് പണിതുയർത്തിയത് എന്താണ്? തന്റെ ശരീരത്തെയാണല്ലോ അവിടുന്ന് ഉത്ഥാനം ചെയ്തത്, ഉയർപ്പിച്ചത്. അപ്പം ഈശോ ഉദ്ദേശിക്കുന്ന ദേവാലയം തന്റെ ശരീരമാണ്. അപ്പൊ പഴയ നിയമത്തിന്റെ ദേവാലയം ഭൗതിക ദേവാലയമാണ്, ജെറുസലേം ദേവാലയമാണ്. ആ ദേവാലയത്തിനും ആ ദേവാലയത്തിന്റെ ശുശ്രൂഷകൾക്കും ഈ തകർക്കപ്പെട്ട മനുഷ്യന്റെ മേൽ ഒന്നും ചെയ്യാനില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം.
തകർക്കപ്പെട്ട മനുഷ്യന് മേലെ ഒന്നും ചെയ്യാൻ അതിനെ കൊണ്ട് പറ്റത്തില്ല. നിസ്സഹായമാണത്. അപ്പോ പഴയ നിയമ പൗരോഹിത്യം നിസ്സഹായമാണ്, പഴയ നിയമ ശുശ്രൂഷകൾ നിസ്സഹായമാണ്. യഹൂദരോട് പറയാണ് അതിന്റെ ശുശ്രൂഷകൾ നിസ്സഹായമാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആ സമയത്ത് ഒരു സമരിയക്കാരൻ അതിലെ വന്നു. ആരാ സമരിയക്കാരൻ? സമരിയക്കാരൻ എന്ന് ഈശോ വിളിക്കുന്നത് തന്നെ തന്നെയാണ്. അതെന്താ ഈശോ സമരിയക്കാരൻ എന്ന് വിളിക്കുന്നത്? കാരണം എന്താണ്? യഹൂദരുടെ കൂടുതൽ അവർ കൂട്ടുന്നില്ല. യഹൂദ വംശത്തിൽ ഉണ്ടായിരുന്നിട്ടും സമരിയക്കാരാരാണ്? അവർ ഒരു കാലത്ത് യഹൂദരായിരുന്നവരാണ്. പിന്നീട് ഈ റോമൻ അധിനിവേശത്തിന്റെ ഒക്കെ സമയത്ത് അവിടുത്തെ പട്ടാളക്കാരൊക്കെ ഇവരുടെ മേൽ ആധിപത്യം പുലർത്തുകയും വിവാഹങ്ങൾ നടക്കുകയൊക്കെ ചെയ്ത് സങ്കരയിനമാവുകയൊക്കെ ചെയ്ത് യഹൂദ വംശത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്ത്, യഹൂദ വംശത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമരിയക്കാരെ പോലെ യഹൂദരുടെ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾ പുറന്തള്ളുന്ന, നിങ്ങൾക്ക് സമരിയക്കാരനെ പോലെ ഇരിക്കുന്ന ഞാൻ, അതാണ് ഈശോ പറയുന്നത്. ആ വരുന്നയാൾ തന്റെ മൃഗവുമായി, മൃഗമെന്നാണ് ഇതിനെ പറയേണ്ടത്, തന്റെ കഴുതയുമായി വരുന്ന ആ സമരിയക്കാരനെ നമ്മൾ ജെറുസലേം ദേവാലയത്തിലേക്ക് ഓശാന വിളികളുടെ സമയത്ത് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്തു പോകുന്ന ഈശോയെ കാണും. ഈ മൃഗവുമായി വരുന്ന, തന്റെ കഴുതിയും എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അല്ലെ, തന്റെ കഴുതിയുമായി വരുന്ന ഈ മനുഷ്യൻ കാണുന്നു. ഈ മനുഷ്യൻ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ആ മനുഷ്യൻ എണ്ണയും വീഞ്ഞും ഒഴിച്ചവന്റെ മുറിവുകൾ വെച്ച് കിട്ടുന്നു. ആ വീഞ്ഞും എണ്ണയും എന്താണ് സത്യത്തിൽ? വീഞ്ഞും എണ്ണയും, വീഞ്ഞ് തന്റെ രക്തമാണ്. ആ വീഞ്ഞിനെയാണ് അവിടുന്ന് തന്റെ രക്തമാക്കി മാറ്റിയത്. നിത്യജീവൻ കൊടുക്കുന്ന രക്തമാക്കി അവിടുന്ന് മാറ്റിയത് വീഞ്ഞിനെയാണ്. അതുകൊണ്ട് ആ വീഞ്ഞ് തന്റെ രക്തമാണ്. ഇനി എണ്ണയോ? അത് തന്റെ അഭിഷേക തൈലമാണ്. രോഗി ലേപനത്തിനൊക്കെ ഉപയോഗിക്കുന്ന, പൗരോഹിത്യ അഭിഷേകത്തിനൊക്കെ ഉപയോഗിക്കുന്ന, പരിശുദ്ധ മാമോദിസയ്ക്ക് ഉപയോഗിക്കുന്ന മൂറോൻ എന്ന് പറയുന്ന കാര്യമില്ലേ, സൈത്തെന്ന് ഒക്കെ മറ്റൊരു ഭാഷയിൽ പറയുന്ന അഭിഷേക തൈലമാണ്. പരിശുദ്ധാത്മാ അഭിഷേകത്തെ സൂചിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനെ തന്നെ സൂചിപ്പിക്കുന്ന അതാണ് പരിശുദ്ധാത്മാവിന്റെ തന്നെ സാന്നിധ്യമാണല്ലോ അഭിഷേക തൈലത്തിനകത്തുള്ളത്. അതുകൊണ്ടാണല്ലോ തൈലലേപനത്തിലൊക്കെ അഭിഷേകം ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നതാണ്. അപ്പോ ഈ മനുഷ്യൻ എങ്ങനെയാണ് അവനെ സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അവനെ സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചാണ്. ഒന്ന്, തന്റെ രക്തത്താൽ, തന്റെ തിരുരക്തം കൊണ്ടാണ് അവിടുന്ന് ഈ മനുഷ്യവംശത്തെ എന്റെ മുറിവുകൾ വെച്ച് കെട്ടുന്നത്. ആ തിരുരക്തം തന്റെ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തമാണ്. അതുമായിട്ടാണ് അവൻ സഞ്ചരിക്കുന്നത്. അല്ല പിന്നെ ഒരാൾ വീഞ്ഞുപ്പി എണ്ണക്കുപ്പിയായിട്ട് നടക്കുമോ? അവൻ തന്നിൽ തന്നെയുള്ള രക്തം കൊണ്ടാണ് അവനെ കഴുകുന്നത്. അതാണ് വീഞ്ഞ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? തൈലം. തന്നോടൊപ്പമുള്ള പരിശുദ്ധ റൂഹായാണത്, പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേക തൈലത്താലും പാപമോചകമായ തിരുരക്തത്താലും ഈ കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന യാത്രികൻ, അവനെ സന്ദർശിക്കാൻ വന്നവൻ, അവനെ കഴുകി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അവനെ സത്രത്തിലേക്ക് കൊണ്ടുപോയി. എന്താണ് ഈ സത്രം? സത്രം എന്താണെന്ന് അറിയാമോ? യുഗാന്ത്യം വരെ താൽക്കാലിക ഭവനം പോലെ അവനെ സംരക്ഷിക്കുന്ന ഇടമാണ് സത്രം. ഏതാണ് ആ ഇടം? അതാണ് ഈ ഭൗമിക സഭ. സഭയെന്നല്ല പറയേണ്ടത്, ഭൗമിക സഭ. ഈ ഭൂമിയിലെ സഭയിലേക്ക് അവനെ കൊണ്ടുപോയി. ഈ ഭൂമിയിലെ സഭയിലേക്ക് അവനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ, പാപം ചെയ്ത് തകർന്ന് അധപതിച്ച മനുഷ്യനെ ദൈവം തൻ്റെ ഭവനമാകുന്ന, തൻ്റെ സത്രമാകുന്ന തിരുസഭയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടോ അവിടെ എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ സഭയിൽ കൊണ്ടുപോയിട്ട് അവിടെ സത്രം സൂക്ഷിപ്പുകാരുണ്ട് എന്നുള്ളതാണ് അടുത്ത കാര്യം. ആ സഭയുടെ ശുശ്രൂഷകരുണ്ട്. പഴയ സ്ഥലത്തെ ലെവായ ശുശ്രൂഷകരെ പോലെയല്ല, ഇവിടെ സഭയുടെ ശുശ്രൂഷകരുണ്ട്. ആരാണത്? അത് അജപാലകരാണ്, അപ്പസ്തോലന്മാരാണ്, അവരുടെ പിൻഗാമികളാണ്, അജപാലകരാണ്, പൗരോഹിത്യമാണ്. അവരുടെ അടുത്ത് കൊണ്ടുപോയി എന്നിട്ട് അവരെ ഭരമേൽപ്പിക്കുകയാണ്. നമ്മൾ പിന്നീട് വായിക്കും, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പത്രോസിനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ സംരക്ഷിക്കുക. സെയിം കാര്യമാണ്. സത്രത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ മനുഷ്യവംശത്തെ സംരക്ഷിക്കുക. ഞാൻ ഇനിഷ്യേറ്റ് ചെയ്ത ഈ സൗഖ്യപ്പെടുത്തൽ നീ പൂർത്തിയാക്കുക. തന്റെ ബലിയർപ്പണത്തിലൂടെ താൻ സമാരംഭിച്ച സുഖപ്പെടുത്തൽ തിരുസഭയിലൂടെ, തിരുസഭയുടെ തുടർ കൂദാശകളിലൂടെ പൂർത്തീകരിക്കുക എന്നാണ് മിശിഹ പറയുന്നത്. അപ്പം ഈ സഞ്ചാരി, ഈ സമരിയാക്കാരൻ ഈ മനുഷ്യവംശമാകുന്ന ഈ തകർക്കപ്പെട്ട, അബാൻഡൻ ചെയ്യപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യനെ കൊണ്ടുചെന്നാക്കുന്നത് എവിടെയാണ്? തിരുസഭയാകുന്ന സത്രത്തിലാണ്. ഭൗമിക സഭയാകുന്ന സത്രത്തിലാണ്, ഭൗമിക സഭയിലാണ് ഉണ്ടായത്. എന്നിട്ട് അടുത്ത കാര്യം എന്തെന്നറിയാമോ?
ഞാൻ തിരിച്ചു വരുമ്പോൾ കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. രണ്ട് കാര്യം. ഒന്ന്, ഞാൻ തിരിച്ചു വരും. വളരെ വ്യക്തമാണ്, പോകുന്നവൻ തിരിച്ചു വരുമെന്ന്. തന്റെ രക്തം കൊണ്ട് മുറിവ് കെട്ടിയവൻ അവൻ തിരിച്ചു വരുമെന്ന് കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെ തന്നെ അവൻ തിരികെ വരും. അവന്റെ രണ്ടാമത്തെ ആഗമനം പാപം ചെയ്തവരെയും പുണ്യം ചെയ്തവരെയും തമ്മിൽ വേർതിരിക്കാനായി കാഹളധ്വനിയോടുകൂടെ അവന്റെ രണ്ടാമത്തെ മഹനീയമായ ആഗമനം. അതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഇനി തിരിച്ചു വരുമ്പോൾ ഇനി എന്ത് ചെയ്യും? ഇവനെ നോക്കുന്ന നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം തരും. അതാണ് കൊടുക്കുന്ന വാഗ്ദാനം. പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്ന മഹത്തായ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ, മാർപ്പാപ്പയുടെ പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കും. അതിങ്ങനെയാണ്: ഇടയന്മാരുടെ തലവൻ, ദൈവസഹായിക്കാൻ തുറന്ന പാടെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അതിങ്ങനെയാണ്, 1 പത്രോസ് 5-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെയാണ്: ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത എന്ന് പറഞ്ഞാൽ തേജസ് കെട്ടുപോവുകയില്ലാത്ത, കളറ് മങ്ങില്ലാത്ത നിത്യതയുടെ കിരീടം നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ഈ സത്രക്കാരനോട് പറയുന്നത്, സത്ര സൂക്ഷിപ്പുകാരനോട് പറയുന്നത്, ഞാൻ കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നത്, നീ ഒന്നും പേടിക്കണ്ട, നീ നിനക്ക് പറ്റുന്നിടത്തോളം ചെയ്തോ, നിനക്കൊരു നഷ്ടം വരില്ല എന്നാണ് ശുശ്രൂഷകരോട് പറയുന്നത്. നിങ്ങളുടെ അച്ഛന്മാർക്കൊക്കെയുള്ള സന്തോഷം അതാണ്. എന്തോരം വേണം ചെയ്തോ, എന്ത് വേണം നഷ്ടപ്പെടുത്തിക്കോ, എന്ത് വേണം എടുത്തു കൊടുത്തോ, ഒന്നും പേടിക്കണ്ട, എന്തോരം വേണ്ടും ദൈവജനത്തിന് വേണ്ടി അധ്വാനിച്ചോളൂ, ഒന്നും പേടിക്കണ്ട. ഇടയന്മാരുടെ തലവൻ തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്ത് നഷ്ടപ്പെട്ടതൊക്കെ ഇഷ്ടം പോലെ തരും. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ഒരു വലിയൊരു വ്യവസായി, നമ്മുടെ അംബാനിയൊക്കെ പോലത്തെ ഒരാളെ ഹോസ്പിറ്റലിലാക്കിയിട്ട് പറയാണ്, എന്ത് വേണം ചെയ്തോ, ഞാൻ വരുമ്പോൾ തന്നോളാന്ന് പറഞ്ഞാൽ എന്ത് തരം ട്രീറ്റ്മെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക? കൊടുക്കാവുന്ന എല്ലാം കൊടുക്കും. കാരണം എന്താ? ഒരു കുഴപ്പമില്ല, വരാനിരിക്കുന്നവൻ അതിനേക്കാൾ വലിയവനാണ്. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ തിരികെ വന്നു കഴിയുമ്പോൾ ഞാൻ തന്നുകൊള്ളാം എന്നാണ് ഈശോയുടെ വാഗ്ദാനം. നോക്കുക, ഇതാണ് ഈ പ്രതീകാത്മക വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതിനകത്തോടെ എന്തുണ്ടാവും? അതിനകത്തോടെ അതിന്റെ ആധ്യാത്മിക അർത്ഥം നമുക്ക് പിടികിട്ടും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ആ വാച്യാർത്ഥം പറഞ്ഞതിനേക്കാൾ കൂടുതൽ അനുഭവവേദ്യമല്ലേ എന്ന് ആലോചിച്ച് നോക്കുക, അല്ലെ? അതിന്റെ വാച്യാർത്ഥത്തെക്കാൾ പക്ഷെ വാച്യാർത്ഥം ഇല്ലെങ്കിലോ ഇതിനൊന്നും നിലനിൽപ്പുണ്ടാകത്തില്ല. വാച്യാർത്ഥത്തിന്റെ മേൽ പണിയപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആഴത്തിലേക്ക് കിടക്കുന്ന പ്രതീകാത്മക അർത്ഥം. ഇനി പ്രതീകാത്മക അർത്ഥത്തിന്റെ പ്രിൻസിപ്പിൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, എപ്പോഴും ഓൾവേസ് അത് മിശിഹായുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും. ഈശോയുടെ സംഭവമായി, മിശിഹ സംഭവവുമായി, ക്രിസ്തു സംഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കണം അത് എന്ന് പറഞ്ഞാൽ അപ്പോഴേ അതിനെ പ്രതീകാത്മകം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ അത് പ്രതീകാത്മകമാകുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു ബന്ധവും ഇല്ലാത്ത, ഇതുമായി ഒരു ബന്ധവും ഇല്ലാത്ത വേറൊന്നിന്റെ പ്രതീകമാണ് അതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കരുത്. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ കണ്ട ആ ഒരു കാര്യത്തിന്റെ പ്രതീകമാണ് ഇപ്പം നടക്കുന്നത് എന്ന് പറഞ്ഞൊന്നും വ്യാഖ്യാനം. പൊട്ടസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇന്ന ബൈബിളിൽ ഇന്ന ഭാഗത്ത് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ് ഇപ്പം നടക്കുന്നതെന്നൊന്നും വ്യാഖ്യാനിക്കരുത് എന്നാണ്. ഹന്ന എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് ബൈബിൾ പറഞ്ഞ ആ ഹന്നയാണ് ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു സെക്ട് ഉണ്ട്. അങ്ങനെയൊന്നും അല്ല വ്യാഖ്യാനിക്കേണ്ടത്. മിശിഹ സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് വ്യാഖ്യാനിക്കണം എന്നുള്ളതാണ് ഇതിന്റെ പ്രതീകാത്മകാർത്ഥം. പ്രതീകാത്മകാർത്ഥത്തിൽ വചനം വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അഥവാ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ വേറെ എങ്ങോട്ടും അല്ല പോകേണ്ടത്, സഭാപിതാക്കന്മാരുടെ രചനകൾ എടുത്ത് വായിക്കണം. സഭാപിതാക്കന്മാരുടെ രചനകൾ എടുത്ത് വായിക്കും. ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തോരം ആകാംക്ഷയും ആഗ്രഹവും ഇഷ്ടവും തോന്നിയോ അത് തോന്നിക്കൊണ്ടിരിക്കും. സഭാപിതാക്കന്മാർ തരുന്ന വ്യാഖ്യാനങ്ങളിലേക്ക് പോവുക, അത് വായിക്കുക. അപ്പൊ നമുക്ക് ഒത്തിരി എന്താ പറയാ, ആസ്വാദ്യമായിട്ട് അനുഭവപ്പെടും. നമ്മളെ ഒത്തിരി ആധ്യാത്മികമായിട്ട് അത് വളർത്തുകയും ചെയ്യും. അത് ഭയങ്കര ഒരു അനുഭവമായിരിക്കും. അതാണ് പ്രതീകാത്മകാർത്ഥം. ഇനി അടുത്തത് ധാർമ്മിക അർത്ഥമാണ്. ധാർമ്മിക അർത്ഥം എന്ന് പറഞ്ഞാൽ അത് വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധാർമ്മിക ജീവിതത്തിന്റെ അർത്ഥമാണ് എന്നാണ് അതിന്റെ അർത്ഥം. വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന സംഭവങ്ങൾ ധാർമ്മികമായ പ്രവർത്തനത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ അവ എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉദ്ബോധനത്തിന് വേണ്ടിയാണ്, നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് ഉദ്ബോധനം തരാൻ, നമുക്ക് പ്രബോധനം തരാൻ വേണ്ടിയാണ് അവ എഴുതപ്പെട്ടിരിക്കുന്നതെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന് ഒരു ധാർമ്മികാർത്ഥമുണ്ട്. ഈ ടെക്സ്റ്റിന്റെ മാത്രം കാര്യം നമുക്ക് എടുക്കാം. ഇതിനൊരു ധാർമ്മികാർത്ഥമുണ്ട്. എന്താണ് അതിന്റെ ധാർമ്മികാർത്ഥം? ധാർമ്മികാർത്ഥം എന്ന് പറയുന്നത് അതിന്റെ വാച്യാർത്ഥവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന് നമുക്ക് ഇങ്ങനെ പറയാം. ഈ ഉപമ വായിച്ച ശേഷം എനിക്ക് വേണമെങ്കിൽ അതിന്റെ ധാർമ്മികാർത്ഥത്തെക്കുറിച്ച് ഇങ്ങനെ പറയാം. അതുകൊണ്ട് ഒരാവശ്യം വരുന്ന മനുഷ്യന് സഹായമായി ഓടിയെത്തുന്നവൻ ആരോ അവനാണ് എൻ്റെ അയൽക്കാരൻ.
അഥവാ ഈശോ പറഞ്ഞു നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിന്റെ സഹായം ആവശ്യമുള്ളവരാരാണോ അവൻ അത് എത്തിച്ചു കൊടുക്കുമ്പോഴാണ് നീ സ്നേഹം എന്ന കൽപ്പന പൂർത്തിയാക്കുന്നത് എന്ന് പറയുന്നതാണ് ഇതിന്റെ ധാർമ്മികാർത്ഥം. അതാണ് ഇതിന്റെ മോറൽ ഇന്റർപ്രിട്ടേഷൻ. കർത്താവിന്റെ പ്രബോധനങ്ങൾക്കകത്തൊക്കെ ഈ ധാർമ്മിക അർത്ഥങ്ങളുണ്ട്. ഈശോ ഇവനോട് ചോദിക്കുക നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നൊക്കെ പറയും. അപ്പൊ അതിൻ്റെ ഒരു വാച്യാർത്ഥമുണ്ട്, അതിന് ധാർമ്മികാർത്ഥമുണ്ട്. ധാർമ്മികാർത്ഥം എന്താണ്? ഈ ഭൂമിയിലുള്ളതൊക്കെ നിന്റെ മാത്രമല്ല, നീ അതിന്റെ കുത്തകം മുതലാളിയൊന്നുമല്ല. നിനക്ക് ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം. ആവശ്യമുള്ളവന് നൽകാനും ബാധ്യതയുണ്ട്, അത് ആർജിക്കാനും നിനക്ക് അധികാരമുണ്ട് എന്ന് തുടങ്ങുന്ന സാമ്പത്തിക ധാർമ്മികതയെക്കുറിച്ച് പഠിപ്പിക്കാൻ അത് ഉപയോഗിക്കാം. അപ്പൊ അതാണ് ധാർമ്മിക അർത്ഥം എന്ന് പറയുന്നത്, അതിന്റെ മോറൽ മീനിങ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന് രണ്ടു തരം അർത്ഥങ്ങളാണുള്ളത്. ആദ്യത്തേത് വാച്യാർത്ഥമാണ്, അതിന്റെ ലിറ്ററൽ മീനിങ് ആണ്, വാട്ട് ദ ടെക്സ്റ്റ് സേസ്, അതാണത്. രണ്ടാമത്തേത് സ്പിരിച്വൽ മീനിങ് ആണ്, ആധ്യാത്മിക അർത്ഥമാണ്. ആധ്യാത്മിക അർത്ഥത്തിനകത്ത് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഒന്ന് പ്രതീകാത്മക അർത്ഥത്തെക്കുറിച്ച് പറഞ്ഞു, രണ്ടാമത് ധാർമ്മിക അർത്ഥത്തെക്കുറിച്ച് പറഞ്ഞു. ധാർമ്മിക അർത്ഥം അതിന്റെ മോറൽ മീനിങ് ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ട് മിക്കവാറും അച്ഛന്മാരൊക്കെ ചെയ്യാറുള്ളതാണ്, ഒരു ഭാഗം വായിച്ചിട്ട് നമ്മളെ അനുദിന ജീവിതത്തിൽ എന്ത് പെരുമാറണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, സുവിശേഷം ആവശ്യപ്പെടുന്നത് പോലെ പെരുമാറണം എന്നൊക്കെ പഠിപ്പിക്കില്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാള് ഒരു വേണ്ടാതിനം കാണിച്ച് നടക്കുന്നു, സ്വാഭാവികമായും അതിന്റെ ധാർമ്മികാർത്ഥം, അവിടെ പഠിപ്പിക്കേണ്ട ടെക്സ്റ്റിന്റെ ധാർമ്മികാർത്ഥം എന്താണ്? നീ അവനോട് പോയി ഒറ്റയ്ക്ക് അത് പറയണം, ആരും ഇല്ലാത്തപ്പോൾ സ്വകാര്യമായി അത് പറയണം. അവൻ തിരുത്തുവാണ്, നീ അവനെ നേടി. ഇല്ലെങ്കിൽ നീ രണ്ടുപേരും കൂടെ കൂട്ടിപ്പോയി പറയണം. എന്നിട്ട് അവൻ തിരുത്തിയാൽ നീ അവനെ നേടി. സാക്ഷികളെ കൊണ്ട് പോയിട്ട് പോലും നടക്കുന്നില്ലെങ്കിലോ നീ എന്ത് ചെയ്യണം? സഭയോട് പറയണം. എന്ന് പറഞ്ഞാൽ സഭയുടെ വിചാരണയ്ക്ക്, സഭയുടെ തീരുമാനത്തിന് അവനെ വിധേയപ്പെടുത്തണം. എന്നിട്ട് നടക്കുന്നില്ലെങ്കിലോ നീ അവനെ വിജാതിരെ പോലെ കണക്കാക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേറെയും ചില അർത്ഥങ്ങളുണ്ട്. കർത്താവിന് വിജാതിരോടായിരുന്ന ബന്ധം അതിൻ്റെ ഒരു വശമാണ്. പക്ഷെ അവനെ ഏതു തരത്തിലുള്ള ശിക്ഷാവിധിക്ക് വിധേയമാക്കണം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ, അതൊരു ധാർമ്മികാർത്ഥമാണ്. തിന്മ ചെയ്യുന്ന ഒരാളെ എങ്ങനെ ധാർമ്മികമായി കൈകാര്യം ചെയ്യണം, അതിന്റെ ലിറ്ററൽ അർത്ഥം തന്നെ ധാർമ്മിക അർത്ഥത്തിലേക്ക് നയിക്കും. അപ്പൊ ആ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ഒരാളെ തിരുത്താനുള്ള കടമ നിനക്കുണ്ട് എന്ന് പഠിപ്പിക്കാൻ അത് ഉപയോഗിക്കാം. തെറ്റ് ചെയ്യുന്ന ഒരാളെ തിരുത്താനുള്ള കടമയുണ്ട്. ആദ്യം അത് സ്വകാര്യമായിട്ട്, അവൻ അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാക്ഷികളോടുകൂടെ, എന്നിട്ട് നിൽക്കുകയാണെങ്കിൽ സഭയുടെ അധികാരം. അങ്ങനെയാണ് കാനനിലേക്ക് ഉണ്ടായിരിക്കുന്നത്. കാനനിലേക്ക് അതിന്റെ കാരണത്താണല്ലോ. കാനലിനെ നമ്മൾ ചുമ്മാ തള്ളിക്കളയാൻ പാടില്ല, അത് കർത്താവിന്റെ കൽപ്പനയുടെ പൂർത്തീകരണമാണ് കാനലോ. അത് സഭാ നിയമം എന്ന് പറയുന്നത് അവനെ സഭയോട് പറയുക എന്ന് പറഞ്ഞാൽ സഭ എന്ത് ചെയ്യണം? സഭ അന്നേരം തോന്നിയതാ പോരല്ലോ. സഭ കർത്താവിന്റെ നിയമങ്ങളെ വളരെ കൃത്യമായി വ്യാഖ്യാനിച്ച് അതിനെ ലീഗലായിട്ട് പഠിപ്പിക്കുന്നതാണ്. അത് സഭയോട് പറയാൻ ഈശോ പറഞ്ഞിരിക്കുന്നത് സഭയുടെ കോടതി നടപടികൾക്ക് വിധേയമാകണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് കർത്താവിന്റെ ഹിതമാണ്. അപ്പൊ നോക്കിയേ, തെറ്റ് ചെയ്യുന്നവനെ തിരുത്തണം എന്ന ധാർമ്മിക പ്രബോധനം കൊടുക്കാൻ നമുക്ക് ആ ടെക്സ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ യൂദാസിന്റെ മരണം, യൂദാസ് പോയിട്ട് തൂങ്ങിച്ചെത്തു, നാണയങ്ങൾ വലിച്ചെറിഞ്ഞ് തൂങ്ങിച്ചെത്തു. അതിന് ധാർമ്മിക അർത്ഥമുണ്ട്. എന്താണത്? നീ വഴിവിട്ട വഴികളിലൂടെ സമ്പാദിക്കുന്നത് നിനക്ക് സൗകര്യമാകുമെന്ന് വിചാരിച്ച് നീ ഏതു വിധത്തിലും സമ്പാദിക്കാൻ ശ്രമിക്കുന്നു ഒന്നും നിലനിൽക്കുകയല്ല. അതൊക്കെ നിന്റെ കയ്യിൽ നിന്ന് പോകും, അത് തന്നെ നിനക്കെതിരെ തിരിയും. അവൻ തന്നെയും അതൊരു നേട്ടമായിരിക്കുമെന്ന് ആദ്യം ചിന്തിച്ചെങ്കിലും അതവന് കൊടും നഷ്ടമാണെന്ന് മനസ്സിലാകുകയും അവനെ ജീവിക്കാൻ പോലും അവനൊന്നും കൊടുക്കില്ല എന്ന് മനസ്സിലാകുകയും ചെയ്തപ്പോൾ അവനതെല്ലാം വലിച്ചെറിഞ്ഞു. അവൻ അത് കിട്ടാൻ വേണ്ടി ഇത് മുഴുവൻ ചെയ്തത്. ഒത്തിരി പേശിക്കാണ് അവിടെ പോയിട്ട്. അവസാനം പേശി ആയിരിക്കും 30 വെള്ളിക്കാശിലൊക്കെ എത്തിച്ചിട്ടുണ്ടാവുക. അതൊക്കെ അവൻ പുലുപോലെ വലിച്ചെറിഞ്ഞു. എന്നിട്ടോ അവനെ തന്നെയും വലിച്ചെറിഞ്ഞു, അവന്റെ ജീവൻ തന്നെയും വലിച്ചെറിഞ്ഞു. അവൻ പോയിട്ട് ആത്മഹത്യ ചെയ്തു. മോറൽ ടീച്ചിങ് ആണ്. ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോവുകയും അധാർമികമായി നടക്കുകയും ചെയ്യുന്നവർക്ക് വരാനിരിക്കുന്നത് ഇതാണ് എന്ന് പഠിപ്പിക്കുന്ന മോറൽ ടീച്ചിങ് ആണത്. അപ്പോൾ ധാർമ്മിക പ്രബോധനം, ധാർമ്മിക അർത്ഥം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ടെക്സ്റ്റുകൾക്കൊക്കെ ഉണ്ട്. ധാർമ്മിക അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള അർത്ഥമാണ്. ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം, അനുദിന ജീവിതത്തിന് ഇതെങ്ങനെ സഹായിക്കണം, അതാണ് അതിന്റെ അർത്ഥം. ഇനി ഞാനൊരു കാര്യം പറഞ്ഞത് ഓർക്കുക. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഒത്തിരി പേര് ചോദ്യം ചോദിച്ചപ്പം അത് അപൂർണമായിരുന്നു. ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ് പകുതി വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പറയുന്നതോടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യാഖ്യാനത്തിന് ഒരു ഇന്റഗ്രിറ്റി പിടികിട്ടും. ഇനി മൂന്നാമത്തേത് സനാതനാർത്ഥം എന്നാണ്. സനാതനാർത്ഥം എന്നെ പറയുമെങ്കിലും ഗ്രീക്കിലാണെങ്കിൽ അനഗോഗ് അഥവാ ലീഡിങ് എന്നൊക്കെയുള്ള ഉള്ള വാക്കാണ് സനാതനാർത്ഥം. ഞാനത് വായിക്കാം. വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന വസ്തുതകളുടെയും സംഭവങ്ങളുടെയും
നമ്മുടെ ജന്മനാട്ടിലേക്ക് ആനയിക്കുന്ന അവയുടെ സനാതന മൂല്യത്തിന്റെ വെളിച്ചത്തിൽ നോക്കിക്കാണാൻ നമുക്ക് കഴിയും. ഇങ്ങനെ സഭ സ്വർഗീയ ജെറുസലേമിന്റെ പ്രതീകമാണ് എന്ന് പറയുന്നതാണ് സനാതനം എന്ന് പറഞ്ഞാൽ. അൾട്ടിമേറ്റ് മീനിങ് എന്നോ ഒരു ടെലിയോളജിക്കൽ മീനിങ് എന്നോ ഒക്കെ വേണമെങ്കിൽ ഇതിനെ പരിഭാഷപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കുന്ന തെറ്റൊന്നുമില്ല. സനാതന അർത്ഥം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിലെ ഓരോ ഭാഗത്തിനും സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരർത്ഥമുണ്ട്, സ്വർഗത്തോട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരർത്ഥമുണ്ട്, നിത്യതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരർത്ഥമുണ്ട്. ആ അർത്ഥത്തിലേക്കും കൂടെ അത് പോകണം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ കുറെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയലല്ല ബിബ്ലിക്കൽ ക്രിറ്റിസിസം അഥവാ ബിബ്ലിക്കൽ എക്സജസിസ് എന്ന് പറയുന്നത്. അപൂർവ അവസരങ്ങളിലെങ്കിലും ചിലപ്പോൾ അങ്ങനെ പറ്റാറുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് വിശുദ്ധഗ്രന്ഥ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആർട്ട് ഓഫ് ലിവിങ് ആയിട്ടാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ചില സുന്ദര വഴികൾ പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെ ചെയ്താൽ ജീവിതം സുഖകരമാകും, നീ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതമൊക്കെ എത്ര മനോഹരമാകും, ഇങ്ങനെയാണ് അമ്മയമ്മ മരുമകളോട് ചെയ്യേണ്ടത്, മക്കൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് മനുഷ്യന് സ്വസ്ഥത ഉണ്ടാവുള്ളൂ, കുറച്ചൊക്കെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുവിൻ, നിങ്ങൾ അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്ന ടെക്സ്റ്റിനെ നിങ്ങൾ പണിയെടുത്താൽ മാത്രം പോരാ, കുറച്ച് വിശ്രമിക്കുകയും പിക്നിക്ക് പോവുകയൊക്കെ ചെയ്യണം. അല്ലാണ്ട് ഏത് നേരം പണിയെടുത്ത് അങ്ങ് നടന്നാൽ പോരാ, കുറച്ചൊക്കെ വിശ്രമിക്കാനും ചെലവഴിക്കണം എന്ന് പറയുന്ന വിധത്തിലല്ല ടെക്സ്റ്റിനെ വ്യാഖ്യാനിക്കേണ്ടത്. പലരും അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ? ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന പോലെ കുറച്ചൊക്കെ അതിനെയൊക്കെ ചെലവഴിക്കുകയൊക്കെ ചെയ്യും, ജീവിതമൊക്കെ ആസ്വദിക്കുമ്പോൾ വേണ്ടേ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പിശുക്കന്മാരോട് അങ്ങനെ പറയാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതൊരു ധാർമ്മിക പ്രബോധനമാണ്. പക്ഷേ അതിന്റെ ഉള്ളർത്ഥം എന്താണ്? അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്ത് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ആത്മാവിന് കൊടുക്കുന്ന ആശ്വാസത്തെക്കുറിച്ചും നിത്യാശ്വാസത്തെക്കുറിച്ചുമാണ്. അപ്പൊ നിത്യാശ്വാസം എന്ന് പറഞ്ഞ കാര്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ പള്ളി വന്നിരുന്നു കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് പറയുന്ന അല്ലല്ലോ അതിന്റെ അർത്ഥം. അതിനെയാണ് ഈ സനാതന അർത്ഥം എന്ന് പറയുന്നത്. അതായത് എല്ലാ അർത്ഥങ്ങളെയും സ്വർഗവുമായി ബന്ധപ്പെടുത്തി നിത്യജീവനുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കണം എന്നതാണ് അതിന്റെ കണ്ടന്റ്. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതാണ് ഈ സനാതന അർത്ഥം. ഇനി ഈ 4 അർത്ഥങ്ങളെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്താലേ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാവുകയുള്ളൂ എന്നാണ് ഇന്ന് പറഞ്ഞു വന്നതിന്റെ ഇനി ഇങ്ങനെ നമ്മൾ വായിക്കും. മുകളിൽ പ്രസ്താവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടുതൽ ഉൾക്കാഴ്ച നേടാനും അത് വിശദീകരിക്കാൻ ഉതകുന്ന ഗവേഷണം വഴി പക്വതയാർന്ന തീരുമാനം എടുക്കാനും സഭയെ സഹായിക്കുകയാണ് ബൈബിൾ വ്യാഖ്യാതാക്കളുടെ ചുമതല. ബൈബിൾ ഇന്റർപ്രിട്ടേഷന്റെ ചുമതല ഇതാണ്. വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാന രീതിയെ സംബന്ധിച്ച് പറഞ്ഞതെല്ലാം ദൈവവചനം പരീക്ഷിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ദൈവദത്തമായ ദൗത്യവും ശുശ്രൂഷയും സ്വീകരിച്ചിട്ടുള്ള സഭയുടെ അന്തിമമായ വിധി തീർപ്പിന് വിധേയമാണ്. എന്ന് പറഞ്ഞാൽ വചനവ്യാഖ്യാനം നടത്തേണ്ട കടമ, അധികാരം അൾട്ടിമേറ്റ്ലി അത് സഭയുടേതാണ്. വിശുദ്ധ അഗസ്തീനോസ് ഒരു വളരെ പ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. അതിങ്ങനെയാണ്: കത്തോലിക്ക സഭയുടെ പ്രബോധനാധികാരം എന്നെ പ്രേരിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമായിരുന്നില്ല എന്നാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനാധികാരം എന്നെ പ്രേരിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമായിരുന്നില്ല എന്ന്. അർത്ഥം എന്താണ്? സുവിശേഷം ദൈവവചനമല്ലേ, പക്ഷെ അതിനെപ്പോലും വിശ്വസിക്കാൻ നിനക്ക് കാരണമായി തീരുന്നത് തിരുസഭയുടെ പ്രബോധനാധികാരമാണ്. മജിസ്തേരിയം എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത ക്ലാസ്സിൽ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാനുണ്ട്, മജിസ്തേരിയത്തെ കുറിച്ച്. മജിസ്തേരിയമാണ് വ്യാഖ്യാതാവ്. മജിസ്തേരിയത്തിന് വിധേയമായിട്ടാണ് ദൈവശാസ്ത്രജ്ഞരും വിശുദ്ധഗ്രന്ഥ പണ്ഡിതരും മെത്രാന്മാരും വൈദികരും ഒക്കെ വചനത്തെ വ്യാഖ്യാനിക്കേണ്ടത്, നമ്മളെല്ലാവരും. മജിസ്തേരിയമാണ് വചനത്തിന്റെ ശരിയായ അർത്ഥം എന്താണ് എന്ന് പഠിപ്പിക്കേണ്ടത്. അവരുടെ ദൗത്യം എന്താണ്? വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാന രീതിയെ സംബന്ധിച്ച് പറഞ്ഞതെല്ലാം ദൈവവചനം പരീക്ഷിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ദൈവദത്തമായ ദൗത്യവും ശുശ്രൂഷയും സ്വീകരിച്ചിട്ടുള്ള സഭയുടെ അന്തിമമായ വിധി തീർപ്പിന് വിധേയമാണ്. ഇതൊരു വലിയ വിഷയമാണ്. ഞാൻ അടുത്ത ക്ലാസ്സിനെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ പറയും. അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാൻ കാരണം ഈ വ്യാഖ്യാനത്തിന്റെ 3 കാര്യങ്ങൾ തിരുസഭ പഠിപ്പിക്കുന്നത് മാത്രം പറഞ്ഞു നിർത്തിയാൽ പോരാ, ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതുകൊണ്ടാണ് അത് ഒരു പരിധി വരെ വേണമെങ്കിൽ എന്റെ സ്വന്തമെന്ന് പോലെ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അത് തിരുസഭയുടെ പ്രബോധനത്തിന്റെ നക്ഷലാണ്. അത് ഞാൻ കണ്ടുപിടിച്ചെന്ന് നല്ലതായിട്ട് അവകാശപ്പെട്ട് വരുന്നത് നക്ഷലാണ്. പക്ഷെ ഈ കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ വ്യാഖ്യാനങ്ങൾ കൃത്യമാകും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? അതിന് പ്രതീകാത്മാർത്ഥമുണ്ട്, ധാർമ്മികാർത്ഥമുണ്ട്, സനാതനാർത്ഥമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആദ്യം വ്യാഖ്യാർത്ഥമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്ത കാര്യം അറിയോ? ഇനി പറഞ്ഞ ശ്രദ്ധിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ, സുവിശേഷത്തിന്റെയോ പഴയ നിയമത്തിനോ ഒക്കെ ആയിക്കോട്ടെ, സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ, അതിന്റെ എല്ലാ ഭാഗത്തിനും ഒരു തിരുസഭാത്മക വ്യാഖ്യാന സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തിരുസഭാത്മകമായി വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ വചനം അർത്ഥശൂന്യമായി പോകും. സഭാത്മകമായി വ്യാഖ്യാനിക്കണം. ഒരു സഭാത്മക അർത്ഥം അതിനുണ്ട്.
എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും വരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അതിന്റെ കാരണം ഇതാണ്: വചനം എഴുതപ്പെട്ടത് സഭയിലാണ്, എഴുതപ്പെട്ടത് സഭയ്ക്ക് വേണ്ടിയാണ്. സഭാ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടിയാണ് വചനം രേഖപ്പെടുത്തപ്പെട്ടത്. സഭാ ജീവിതത്തിന് വേണ്ടിയാണ് വചനം രേഖപ്പെടുത്തപ്പെട്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലായിരുന്നു, ഉത്തരം പറഞ്ഞായിരുന്നു എനിക്ക് തോന്നുന്നത്. അതായത്, എന്തിനാണ് ഈ ബൈബിൾ എഴുതിയത്? ഈശോ എഴുതാൻ പറഞ്ഞില്ലല്ലോ അവരോടും. എന്തിനാ പിന്നെ അവരത് എഴുതിയത്? അതിന് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കാവുന്ന അർത്ഥങ്ങൾ നമ്മൾ പറയാറുള്ള എന്തൊക്കെയാണ്? അത് വാമൊഴിയായിട്ട് കൈമാറ്റം ചെയ്യും, കലർപ്പുണ്ടായി പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആളുകൾ മറന്നു പോകാം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കാൻ പാടായിരിക്കും എന്നൊക്കെ. അതുകൊണ്ടൊക്കെ പ്രായോഗിക കാരണങ്ങളാൽ സഭ ഒത്തിരി വളർന്ന് എല്ലായിടത്തും പോയി സംസാരിക്കാൻ പറ്റില്ല, പറഞ്ഞ കാര്യം വീണ്ടും കേൾക്കാനായിട്ട് എന്നൊക്കെ നമുക്ക് തോന്നും. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന മറ്റൊരു കാര്യം എന്നറിയാമോ? അടിസ്ഥാനപരമായ കാര്യം. കാരണം അത് സഭാസമൂഹം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ വായിക്കപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് സിനഗോഗുകളിലൊക്കെ ഈശോ എഴുന്നേറ്റ് നിന്ന് യെശയ്യായുടെ പുസ്തകമൊക്കെ വായിക്കാൻ നമ്മൾ വായിക്കും. എന്നതുപോലെ അതേ പിന്തുടർച്ചയിൽ സഭ സ്ഥാപിക്കപ്പെട്ടപ്പം അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും സുവിശേഷങ്ങൾ വായിക്കേണ്ടതായിട്ട് വരും. സഭയുടെ പ്രബോധനങ്ങൾ, അതിനകത്ത് പ്രധാന ഭാഗം കാറ്റഗീസിസ് അല്ലേ? അതുകൊണ്ടല്ലേ അവർ അപ്പസ്തലന്മാരുടെ കൂട്ടായ്മ, പ്രബോധനം, പിന്നീട് അപ്പം മുറിക്കൽ എന്നിവ പ്രാർത്ഥന ഇവയിലൊക്കെ സദാ ജാഗ്രതയോടെ പങ്കുചേർന്നിരുന്നു നമ്മൾ വായിക്കുന്നു. അപ്പസ്തലന്മാരുടെ പ്രബോധനം അത് നടത്താൻ ഇത് എഴുതപ്പെടുന്നത് നല്ലതാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പസ്തലന്മാർ നേരിട്ട് വന്ന് പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കുമല്ലോ അവരിലൂടെ രേഖപ്പെടുത്തപ്പെട്ടത് വായിക്കാൻ കഴിയുന്നത്. സത്യത്തിൽ ലിറ്റർജിക്കൽ പർപ്പസ് ആണ് സുവിശേഷത്തിന്റെ രൂപീകരണത്തിന് പോലും ഉണ്ടായിരുന്നത്. അപ്പോൾ ലിറ്റർജി എന്താണ്? സഭയുടെ ആരാധനാക്രമമാണ്. സഭയുടെ ആരാധനാക്രമ കേന്ദ്രീകൃതമായിട്ടാണ് സുവിശേഷം തന്നെ രേഖപ്പെടുത്തപ്പെട്ടത്, വിശുദ്ധീകരണം തന്നെ രേഖപ്പെടുത്തപ്പെട്ടത്. അപ്പോൾ അങ്ങനെ സഭയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ട, സഭാജീവിതത്തിന് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ട വചനത്തെ സഭാത്മകമല്ലാതെ പിന്നെ എങ്ങനെ വ്യാഖ്യാനിക്കും? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏത് ഭാഗം എടുത്തോ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യും. ഏത് ഭാഗം എടുത്തോ അവയ്ക്കൊക്കെ സഭാത്മകമായ വലിയ വ്യാഖ്യാനത്തിന്റെ സാധ്യതകൾ നിലനിൽക്കുകയാണ്. സഭാത്മകമായിട്ട് വേണത് വ്യാഖ്യാനം. നമുക്കൊരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ഉദാഹരണം പറഞ്ഞ പോലെ മറ്റൊരു ഉദാഹരണം പറയാം. ആ ഉദാഹരണം നമുക്ക് ഒത്തിരി പരിചയമുള്ള അപ്പം വർദ്ധിപ്പിക്കൽ ഉദാഹരണമാണ്. ഈശോയുടെ അപ്പം വർദ്ധിപ്പിക്കൽ. ഞാൻ ആ ഭാഗം ഒന്ന് പെട്ടെന്ന് വായിക്കാം. അവനൊരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അവൻ അവരോട് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജനപ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്നവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകടിയിൽ കൂട്ടം കൂട്ടമായിരിക്കാൻ അവർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട വരെ നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. നമ്മൾ ധാരാളം പ്രാവശ്യം വായിച്ചു കേട്ടുള്ള സുവിശേഷ ഭാഗമാണ്. ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം? നമുക്കതിനെ പ്രതീകാത്മകമായി വ്യാഖ്യാനിക്കാം. മന്ന, പഴയ നിയമത്തിലെ മന്ന, അത് ഈ ഈശോയുടെ അപ്പം വർദ്ധിപ്പിക്കലിന്റെ, എന്റെ സ്വർഗത്തിൽ നിന്റെ പിതാവാണ് നിങ്ങൾക്ക് അപ്പം തന്നതെന്നൊക്കെ പറയുന്ന ആ അർത്ഥം പൂർത്തിയാകുന്ന പ്രതീകാത്മകമായി അതിനെ വ്യാഖ്യാനിക്കാം. ഇനി ധാർമ്മികമായി നമുക്ക് വ്യാഖ്യാനിക്കാം. എങ്ങനെ? ഈശോയെ നോക്കുക, ഈശോ അവരെ പഠിപ്പിക്കുക മാത്രമല്ല, അവരുടെ വയറിന്റെ വിശപ്പും കൂടെ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാം. ഇനി അടുത്തത് കുറച്ചുകൂടെ തിയോളജിക്കലായിട്ട്, ലിറ്റർജിക്കലായിട്ട് വ്യാഖ്യാനിക്കാം. കാരണം എന്താണ്? ഈശോ വിശുദ്ധ കുർബാനയുടെ ഒരുക്കം നടത്തുകയായിരുന്നു. വിശുദ്ധ കുർബാനയിലേക്ക് നയിക്കുന്ന വിധത്തിൽ അവിടുന്ന് അപ്പം എടുക്കുകയും അത് മുറിക്കുകയും വാഴ്ത്തി കൃതജ്ഞതാസ്തോത്രം ചെയ്യുകയും ഒക്കെ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ അപ്പം മുറിക്കലിന് വരാനിരിക്കുന്ന തന്റെ ശരീരം മുറിക്കലിലേക്ക് നയിക്കുന്ന ഒരു ബന്ധമുണ്ട്. അഥവാ തന്റെ കൂടെ കൂടിയിരിക്കുന്നവരെയൊക്കെ അവിടുന്ന് നയിക്കാൻ പോകുന്ന അവിടേക്കാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു യൂക്രിസ്റ്റിക്, ലിറ്റർജിക്കൽ ആയിട്ടുള്ള ഒരു അർത്ഥമുണ്ട് എന്നൊക്കെ വ്യാഖ്യാനിക്കാം. ഇനി ഇതൊക്കെ കഴിയുമ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കുറേ പരാമർശങ്ങൾ ഇതിനകത്ത് കിടക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നോക്കുക, ഒരു ജനക്കൂട്ടത്തെ കണ്ടു എന്നാണ് ഒന്നാമത്തെ കാര്യം. ഒരു ജനക്കൂട്ടം, ഈശോയുടെ ചുറ്റും കൂടിയിരിക്കുന്ന ഒരു ജനക്കൂട്ടം, അത് തന്നെ നേരിട്ട് സഭയെ സൂചിപ്പിക്കും, അല്ലെ? എന്നിട്ടോ അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകി. അപ്പോ ശിഷ്യന്മാർ വന്ന് അവനോട് പറഞ്ഞു, ഇതൊരു വിജനപ്രദേശമാണ്, സമയവും വൈകി, അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണം. എന്തോരോ ആൾക്കാരുണ്ട് അവിടെ, 5000 പുരുഷന്മാർ. 5000 പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അത് കണക്കെടുക്കുന്നത് അങ്ങനെയാണ് അവരുടെ രീതി. ഒരു ഫാമിലിയാണ് ഒരു പുരുഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ
ഒരു ഭർത്താവും അവരുടെയൊക്കെ ഗോത്ര സംസ്കാരമൊക്കെ അനുസരിച്ച് കുറച്ച് ഭാര്യമാരും അവരുടെ ഭൃത്യന്മാരും ആടുമാടുകളും എല്ലാം കൂടെ കൂടുന്നതാണ് ഒരു പുരുഷൻ. അപ്പൊ അങ്ങനത്തെ ഒരു 5000 പുരുഷന്മാരെന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 10-50,000 ആളെ പ്രതീക്ഷിക്കണം. അത്രയും ആളുകൾ ഉണ്ടാവും. ഇത്രയും മനുഷ്യരാണ് അവിടെ ഉള്ളത്. അപ്പോ ഇവരെ പറഞ്ഞയക്കാൻ അപ്പോ ശിഷ്യന്മാർ എന്ന് പറഞ്ഞു, അപ്പസ്തോലന്മാർ എന്ന് പറഞ്ഞു. ഉടനെ ഈശോ അവർക്കുള്ള മറുപടി എന്താണ്? ഈശോ അവരോട് പറയാ, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും. അതെന്ത് പറച്ചില്ല, ഇവരെന്നാ കാണിച്ച ഭക്ഷിക്കാൻ കൊടുക്കുന്നത്? അപ്പൊ ശിഷ്യന്മാർ പറയാണ്, എന്നാൽ ഞങ്ങൾ പോയിട്ട് ഒരു 200 ധനാറയ്ക്ക് അപ്പം മേടിച്ചുകൊണ്ട് കൊടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. 200 ധനാറ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കിലാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ധനാറ അവർ ഒരു ദിവസത്തെ കൂലിയൊക്കെയാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ, ഒരു ബാങ്ക് മാനേജറുടെ ഒരു 200 ദിവസത്തെ കൂലിയൊക്കെ കണക്കാക്കുക, എത്ര ലക്ഷം വരും? എങ്ങനെ പോയാലും ഒരു 2-3-4 ലക്ഷം രൂപയെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുക, ഇന്നത്തെ കണക്കനുസരിച്ചാണ്. അപ്പൊ ഒരു അപ്പസ്തോലന്മാർ പറഞ്ഞു, ഞങ്ങൾ ഒരു 4 ലക്ഷം രൂപയ്ക്ക് താഴ്ത്തു പോയിട്ട് അപ്പം മേടിച്ചുകൊണ്ട് വരട്ടെ എന്നാ ചോദിക്കുന്നത്. ഇനി ഇതിന്റെ തമാശ എന്നറിയാമോ? ഇന്ന് പോലും അവിടെ ചെന്ന ഇത്രയും അപ്പം ഒരുമിച്ച് മേടിക്കാൻ കിട്ടില്ല. 3 അപ്പം വായ്പ തരാമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആളുകളുടെ ഉപമയൊക്കെ ഈശോ പറഞ്ഞിട്ടുണ്ട്. 3 അപ്പം വായ്പ. ഹോട്ടൽ ഇന്ന് ചെന്നാൽ പോലും അവിടെ ഒരു 10 ഹോട്ടൽ അടുപ്പിച്ച് കാണാൻ പറ്റില്ല. ആ സമയത്താണ് ഇവര് പറഞ്ഞത്, ഞങ്ങൾ താഴ്ത്തി ചെന്നിട്ടേ ഒരു 3-4 ലക്ഷം രൂപയുടെ അപ്പം മേടിച്ചോണ്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ് ഇവര്. ഇനി അടുത്ത തമാശ എന്നറിയോ? നിങ്ങളുടെ കയ്യിൽ എങ്ങനെ ഇത്രയും കാശ്? അതുപോലും അറിയാതെയാണ് ഈ അപ്പസ്തോലന്മാര് പറയുന്നത്, ഞങ്ങൾ ഇത്രയും പൈസയ്ക്ക് അപ്പം മേടിച്ചോണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഇനി എന്റെ അടുത്ത പ്രശ്നം എന്താണെന്നറിയാമോ? അടുത്ത പ്രശ്നം ഇതാണ്. കർത്താവ് ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? കൊടുക്കാനാണെങ്കിൽ ഈ സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചവന് ഇവരുടെ മേടിച്ചിട്ട് വേണോ വിധിച്ചു കൊടുക്കാൻ? അതാണ് അടുത്ത പ്രശ്നം. ഇനി അടുത്ത പ്രശ്നം എന്താണ്? ഈശോ അവരോട് പറയാണ്, 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായിട്ടിരിക്കാൻ, കൂട്ടം കൂട്ടമായിരിക്കാൻ നിർദ്ദേശിച്ചു. 50ഉം 100ഉം വീതമുള്ള കൂട്ടങ്ങളായിട്ട് അവരിരുന്നു. ഇതെന്തിനാ? ഇതെന്തൊരു മണ്ടൻ പരിപാടിയാണ്. എങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്? വരിയായിട്ടിരിക്കുന്നല്ലേ നല്ലത്? സെർവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഏതാ? വരിയായിട്ടിരിക്കുകയാണ് കൊടുക്കാൻ എന്തെളുപ്പം. ഇത് കൂട്ടം കൂട്ടായിരുന്ന ആർക്ക് കൊടുത്തു, എവിടെ കൊടുത്തു എന്ന് പോലും എണ്ണിപ്പെടുക്കാൻ പറ്റില്ല. അത് വലിയ വരിയായിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ വിളമ്പി അങ്ങ് പോയാൽ മതി, എന്തെളുപ്പമുണ്ട്. ഇനി അതാണ് അടുത്ത തമാശ. എന്താ പിന്നെ അങ്ങനെ പറഞ്ഞത്? ഇനി അടുത്ത പ്രശ്നം എന്താണെന്നറിയാമോ? അവൻ മുറിച്ചതിന് ശേഷം വിളമ്പാൻ അപ്പസ്തോലന്മാരെ, ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഇതെന്ത് മണ്ടൻ ഐഡിയയാണ്? ഇക്കണ്ടമാനം മനുഷ്യർ വിശന്ന് പറഞ്ഞിരിക്കുന്ന നേരത്ത് നമ്മളാണ് എന്താ ചെയ്യുക? മുമ്പിൽ നിൽക്കുന്ന തടിമാടന്മാർ, ചേട്ടന്മാർ കുറെ പേരിങ്ങുക, നമുക്കിത് വിളമ്പാനുണ്ട് എന്നല്ലേ പറയുക? അല്ലെങ്കിൽ ഒരു 30 വയസ്സിനും 50 വയസ്സിനിടയ്ക്കുള്ള പുരുഷന്മാരിങ്ങ് വരട്ടെ, നമുക്കിത് വിളമ്പാനുണ്ടെന്നില്ല. ഈ 12 പേര് കൂടി വിളമ്പിയിട്ട് എവിടെ എത്തിക്കാനാണ്? പിറ്റേ ദിവസമാവും വിളമ്പി ചെല്ലുമ്പോഴത്തേനും. അതെന്താ അങ്ങനെ? അടുത്ത പ്രശ്നം, ഇനി വിളമ്പാനാണ് തന്നെ അത് ഫുള്ളായിട്ട് കൊടുക്കുന്നതല്ലേ എളുപ്പം? മുറിച്ച് കൂട്ടിയിട്ട് കൊടുക്കൽ എന്ത് പാടാ അല്ലെ? എല്ലാവർക്കും 2-3 അപ്പം വീതെടുത്ത് കൊടുക്കുന്നത് എന്ത് എളുപ്പമാണ്. ഇതെന്താ ഇങ്ങനെ? ഇതിനകത്ത് നമ്മൾ പെട്ടെന്ന് കാണാത്ത, ഇനി ഇത് കഴിഞ്ഞിട്ട് 12 കൂട്ട ബാക്കി വന്നു. ഇതെന്തോ അങ്ങനെ? ഇതിനകത്താണ് നമ്മൾ ഇതിന്റെ സഭാത്മക അർത്ഥം കാണുന്നത്. അതുണ്ടെങ്കിൽ ഈ പറഞ്ഞൊക്കെ പൂർണ്ണമാകുള്ളൂ. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ ഇങ്ങനെ നോക്കുക. ഈ ശിഷ്യന്മാരോട്, അപ്പസ്തോലന്മാരോട് ഈശോ പറഞ്ഞു, നിങ്ങൾ തന്നെ ഭക്ഷിക്കാൻ കൊടുക്കുകയും. അന്നേരം അവർ പറഞ്ഞു, ഞങ്ങളിപ്പോ എന്നെ മേടിക്കട്ടെ? ഈശോ പറയാണ്, മേടിക്കണ്ട, ഞാൻ തരും. നിങ്ങൾ തന്നെ ഭക്ഷിക്കാൻ കൊടുക്കുകയും. പിന്നീട് വർഷങ്ങൾക്കപ്പുറത്ത് നമ്മളിത് കാണും. അവിടുന്ന് സ്ഥാപിച്ച ആ അപ്പം യുഗാന്ത്യം വരെ ഭക്ഷിക്കാൻ കൊടുത്തിട്ടുള്ളത് അവരാണ്, അല്ലെ? നിങ്ങൾ തന്നെ ഭക്ഷിക്കാൻ കൊടുക്കും എന്ന് പറഞ്ഞത് അന്നേരം അവർക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവരതാണ് ചെയ്തത്. എവിടെയാണ് ചെയ്തത്? തിരുസഭയിലാണ് ചെയ്തത്. ഇനി അടുത്ത കാര്യം, ഞാൻ ചില ഹിൻസ് മാത്രം പറഞ്ഞു പോകുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് പറയാവുന്ന വിഷയമാണ്. ഞാൻ ഹിൻസ് മാത്രം പറയാം. ഇനി അടുത്ത കാര്യം നമ്മൾ കാണുന്നത്, അവൻ അവരോട് കൽപ്പിക്കുകയാണ്, കൂട്ടമായിരിക്കാൻ അവൻ അവരോട് കൽപ്പിച്ചു. വരിയായിട്ടിരിക്കാനല്ല പറഞ്ഞത്, കൂട്ടമായിരിക്കാൻ കൽപ്പിച്ചു. അവർ കൂട്ടമായിരുന്നു. എന്താണത്? ഇന്ന് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. നമ്മളിങ്ങനെ ഉയർന്ന് ആകാശത്തേക്ക് അങ്ങ് ഉയർന്നു എന്ന് വിചാരിച്ചു. എന്നിട്ട് താഴത്തോട്ട് നോക്കിക്കേ, എന്ത് കാണും? ദൈവജനം ഇങ്ങനെ ഓരോ ഇടവകളിൽ കൂട്ടമായിരിക്കുന്നത് കാണും. ഈ ഇടവകയിൽ ഒരു കൂട്ടം ആളുകൾ, ആ ഇടവകയിൽ ഒരു കൂട്ടം ആളുകൾ, ആ രൂപതയിൽ ഒരു കൂട്ടം ആളുകൾ, അങ്ങനെ കൂട്ടമായിരിക്കുന്നത് കാണും. ചുമ്മാ കൂട്ടമായിട്ടിരിക്കുകയല്ല, കൂട്ടമായിരിക്കുകയും അവിടുന്ന് വാഴ്ത്തി വിഭജിക്കുന്ന അപ്പം അതിനകത്ത് പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നത് കാണും. എന്ന് വെച്ചാൽ ഈശോ ഇടവകകളെയൊക്കെ സ്ഥാപിക്കുന്നതിന്റെ വേര് പാകുന്നത് നമ്മൾ അതിനകത്ത് കാണും, അല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഇത് ഭാഗം വായിച്ചപ്പം ഇതൊരു ഇടവക സംസ്ഥാപനത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? കൂട്ടമായി ഇരിക്കാൻ കൽപ്പിക്കുന്ന, കൂട്ടത്തിനകത്തേക്ക് തന്റെ ശരീര രക്തങ്ങൾ പങ്കുവെച്ചു കൊടുക്കുന്ന അവരെല്ലാവരും ഒരു കൂട്ടമാണ്. ഈശോയുടെ ശിഷ്യഗണം മൊത്തം നിൽക്കുവാണ്. പക്ഷെ അതിനകത്ത് കൂട്ടങ്ങളാണ്. അങ്ങനത്തെ കൂട്ടങ്ങൾക്കകത്ത് തന്റെ അപ്പം പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈശോ
അത്തരം കൊച്ചു കൊച്ചു കൂട്ടങ്ങളാകുന്ന ഇടവകകൾക്കകത്ത് തന്റെ ശരീരം പങ്കുവെക്കുന്ന ക്രിസ്തുവാണ്. സഭയുടെ സ്ഥാപനമാണത്. ഈശോ സഭയെ സ്ഥാപിച്ചിരിക്കുന്ന വിധമാണത്. ആഗോള കത്തോലിക്ക സഭ ഇങ്ങനെ പരന്നു കിടന്നു എനിക്കിഷ്ടമുള്ള പള്ളിക്കൂടെ ഞാൻ ഒരു ദിവസം പോകുമെന്നല്ല. നീ നിയതമായി അംഗമായിരിക്കുന്ന ആ ഇടവകയുടെ ഉള്ളിലാണ് നിനക്കായുള്ള അപ്പം പങ്കുവെക്കപ്പെടുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അത് ശക്തമായ എക്ലേസിയോളജിയാണ്, യുക്രിസ്റ്റിക് എക്ലേസിയോളജിയാണ്, സഭാത്മക വിശുദ്ധ കുർബാന ശാസ്ത്രമാണത്. അതിന്റെ അന്തസത്ത അതിനകത്ത് അടങ്ങി കിടക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവനത് വിളമ്പാൻ ആരെ ഏൽപ്പിച്ചു? ഈ 12 പേരെയാണ് ഏൽപ്പിക്കുന്നത്. അവര് വിളമ്പിക്കേണ്ട അവസാനം നമ്മൾ വായിക്കുന്നത് എന്താണ്? അത് 12 കുട്ട ബാക്കി വന്നു. ഇതെന്താ കൃത്യം 12 കുട്ട? കുറെ ബാക്കി വന്നു, 2 ലോറി ബാക്കി വന്നു എന്നൊക്കെ പറയാൻ മേലെ എന്താ ഈ 12 കുട്ട ബാക്കി വന്നു എന്ന് പറയുന്നത്? അർത്ഥം ഇതാണ്, 12 പേർക്കും ഓരോ കുട്ട വീതം. എന്നിട്ട് എന്തുണ്ടായി? ഇവര് ആ 12 പേരും അവർക്ക് കിട്ടിയ ആ കുട്ടയുമായി, ആ വലിയ നിക്ഷേപവുമായി അവർ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് പോയി. ഓരോ അപ്പസ്തോലന്മാരും ഓരോ സ്ഥലത്തേക്ക് പോയി. തോമസ് ലീഹ അവിടുന്ന് തനിക്ക് കിട്ടിയ വലിയ നിക്ഷേപത്തിന്റെ കുട്ടയുമായി ഈ ഭാരതത്തിലേക്ക്, കേരളത്തിൽ വന്നിറങ്ങി. എന്നിട്ടോ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, അന്ന് തോമസ് ലീഹയുടെ കപ്പലിറങ്ങി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഈശോയുടെ അടുത്ത് വന്നിരുന്ന പോലെ ആളുകൾ ജനക്കൂട്ടമൊക്കെ വന്നിരുന്നു. അങ്ങനെ വന്നിരുന്നപ്പം ഈ തോമസ് ലീഹ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഒക്കെ ഉണ്ടായിരുന്ന ആ കൂട്ടത്തിൽ, ഈശോയുടെ കൂട്ടത്തിൽ അപ്പോൾ എടുത്ത് വിളമ്പാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു കൊട്ട ഉണ്ടായിരുന്നു, ഞാനും ഇങ്ങനെ കൊടുത്തു പോയി ഒന്ന് അറിഞ്ഞുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്നു. അങ്ങനെ അന്ന് ഈ നാട്ടിലൊക്കെ വിളമ്പിയത് കൂട്ടങ്ങളിൽ വിളമ്പിയത് സ്വീകരിച്ചവരും അതിൻ്റെ പിൻതലമുറകളും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഈ വിശുദ്ധ കുർബാന വരെ എത്തി നിൽക്കുന്ന തിരുസഭയുടെ വലിയൊരു ബന്ധത്തിന്റെ, കൂട്ടായ്മയുടെ, ഈശോ മുതൽ ഇന്നർപ്പിക്കപ്പെടുന്ന ഈ കുർബാന വരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന, ഇടവകയ്ക്കകത്തേക്ക് ഇങ്ങനെ സൈഡിലേക്കും ഈശോയിലേക്കും കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ കൂട്ടായ്മയെക്കുറിച്ചുള്ള സഭാത്മക വ്യാഖ്യാനമാണ്, സഭാത്മക പ്രബോധനമാണ് സത്യത്തിൽ ഈ അപ്പം മുറിക്കലിന്റെ ഭാഗം പോലെ. ചുമ്മാ ഒരു ഭാഗം ഞാൻ ഉദാഹരണം എടുത്ത് വ്യാഖ്യാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സഭാത്മക അർത്ഥത്തിൽ നിന്നല്ലാതെ നമുക്കിത് മനസ്സിലാക്കാനേ പറ്റില്ല. ആദിമ സഭ കൂട്ടമായി സമ്മേളിക്കുകയും അപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്തതിനോട് ബന്ധപ്പെടുത്തിയല്ലാതെ നമ്മൾ അപ്പം വർദ്ധിപ്പിക്കലിനെ വ്യാഖ്യാനിച്ച അതൊരുമാതിരി മാജിക്കായി പോകും. അതാണ് അതിന്റെ കുഴപ്പം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി സമയം ഞാൻ കൂടുതൽ അങ്ങെടുത്ത്, ക്ഷമിക്കണം. ചോദ്യോത്തരത്തിന്റെ സമയമാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാനത് നിങ്ങളുടെ പറഞ്ഞായിരുന്നെങ്കിൽ അത് പറഞ്ഞതല്ലെങ്കിൽ ബേസിക്സ് അങ്ങ് തീരുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങ് പറഞ്ഞു തീർത്തതാണ്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. അച്ഛാ, ഈശ്വരിക്കട്ടെ. അച്ഛനോട് ഞാൻ വാട്സപ്പ് വഴി ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇസ്രായേലിന്റെ രക്ഷയെപ്പറ്റി ചെറിയ കോൺട്രവേഴ്സി ഉള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഈ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് പലരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. യേശുക്രിസ്തു വന്ന് കുരിശിൽ മരിച്ചു, അതിനുശേഷം പിന്നെ ഇസ്രായേലും ദൈവവും തമ്മിൽ ഡയറക്റ്റ് കണക്റ്റ് ഉണ്ടോ? അതായത് യേശുക്രിസ്തു അല്ലാതെ അവർക്കൊരു പുനരുത്ഥാനമുണ്ട്. റോമൻസ് ചാപ്റ്റർ 11 വായിച്ചു കഴിഞ്ഞാൽ പല കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് തോന്നുന്നത്. അതായത് അവരും ഒട്ടിച്ച് ചേർക്കപ്പെടും, എന്നാൽ അവർ വിശ്വസിച്ചാൽ മാത്രമേ എന്നാണ് 23-ാം വാചകം പറയുന്നത്. പക്ഷേ 26-ലൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കലും അവരുമായിട്ടുള്ള കോവനന്റ് ഒരിക്കലും തീരില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊന്ന് അച്ഛനൊന്ന് വിശദീകരിക്കാമോ? താങ്ക് യു. നല്ല ചോദ്യമാണ് ഇത്. ചില ആളുകളെങ്കിലും ഞാനത് അധികം കേട്ടിരുന്നില്ല, അടുത്തിടയ്ക്കാണ് അവിടെയും കേൾക്കാൻ തുടങ്ങിയത്. ഇസ്രായേലിന്റെ യുദ്ധമൊക്കെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഇസ്രായേൽക്കാർ ദൈവത്തിന്റെ ജനമല്ലേ, അവരെ തറക്കാൻ പറ്റൂ എന്നൊക്കെയുള്ള ചെയ്തു. പഴയ നിയമത്തിൽ കാണുന്ന ഇസ്രായേലും ഇന്ന് കാണുന്ന പൊളിറ്റിക്കൽ ഇസ്രായേലിനെയും ഒരുമിച്ച് കാണേണ്ട ആവശ്യമില്ല. കാര്യം സ്ഥലം അതാണ്, യഹൂദരാണ്, ആ വംശപരമ്പരയിൽ പെടുന്നവരാണ്, ഒക്കെ ശരിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ഇസ്രായേൽ അത് തിയോളജിക്കൽ ഇസ്രായേലാണ്. അഥവാ ആ ജനം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവര് സങ്കല്പം എന്നല്ല അർത്ഥം. ആ ജനം ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് തിയോളജിക്കലായിട്ടാണ്. അതായത് ദൈവത്തിന്റെ ജനം എന്ന അർത്ഥമാണ് ഇസ്രായേലിനുള്ളത്. ദൈവം യുദ്ധം ചെയ്യുന്നു എന്നൊക്കെയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. ദൈവം അവർക്ക് വേണ്ടി പട നയിക്കുന്നു അല്ലെങ്കിൽ ദൈവം നയിക്കുന്നു അങ്ങനെയൊക്കെയുള്ള പല അർത്ഥത്തിൽ അതിനെ വരും. അപ്പൊ ദൈവത്തിന്റെ ജനം എന്നാണ് അതിന്റെ സിമ്പിൾ അർത്ഥം. അപ്പൊ ആ അർത്ഥത്തിലാണ് നമ്മൾ ഇസ്രായേൽ. ഇനി അത് ആരിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത് അഥവാ റിയലൈസ് ചെയ്തത്? അത് പഴയ നിയമത്തിലെ യഹൂദ വംശത്തിലാണ്, യഹൂദ ജനതയിലാണ്. ഇനി യഹൂദ ജനത എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? യഹൂദ ജനത ക്രിസ്തുവിലേക്ക് എത്താൻ വേണ്ടിയുള്ളതായിരുന്നു. പുതിയത് എത്തിക്കഴിയുമ്പോൾ പഴയതിന്റെ പ്രസക്തി, ആ അർത്ഥത്തിലുള്ള പ്രസക്തി അവസാനിക്കും. അതായത് മിശിഹായെ നൽകാൻ ഉള്ളതായിരുന്നു. ദൈവത്തിന്റെ സ്വപ്നം, പ്രതീക്ഷ എന്താണ്?
ഇസ്രയേലിനെ ഒരുക്കുന്നു, ഇസ്രയേലിന് മിശിഹായെ അയക്കുന്നു, ഇസ്രയേൽ സഭയായി രൂപാന്തരപ്പെടുന്നു. ഇസ്രയേൽ മുഴുവനും പുതിയ നിയമ ക്രിസ്തു ശരീരമായി രൂപാന്തരപ്പെടുന്നു. നിർഭാഗ്യവശാൽ അതിൽ നിന്ന് കുറെ പേര് ആ സഭാഗാത്രമാകാതെ വേറിട്ട് പോയി. സത്യത്തിൽ അവർ അതിനാൽ തന്നെ ഇസ്രയേൽ ആകാതിരിക്കുന്നു. അതിനാൽ തന്നെ സീസ് ടു എക്സിസ്റ്റ് ആസ് ഇസ്രയേൽ. കാരണം ഇസ്രയേലിന്റെ പൂർത്തീകരണം, ഇസ്രയേലിന് ഒരൊറ്റ ട്രാക്കേ ഉള്ളൂ. ഇസ്രയേൽ ഇങ്ങനെ വന്ന് മിശിഹായിൽ എത്തുന്നു, പിന്നീട് സഭയായി തുടരുന്നു. അപ്പോൾ ഇസ്രയേൽ മിശിഹായിലെത്തി സഭയായി തുടരുന്ന ആ ഇസ്രയേലിനെയാണ് ഇസ്രയേൽ എന്ന് വിളിക്കേണ്ടത്. ആ ഇസ്രയേലാണ് ശരിക്കും, ആ ഇസ്രയേലിനെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് വിശുദ്ധഗ്രന്ഥത്തിലുള്ളതാണ്. അതാണ് റിയാലിറ്റിയിൽ ഒരു തിയോളജിക്കൽ ഇസ്രായേൽ എന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇന്ന് ഇസ്രായേലിലെ സകല മനുഷ്യരും അവരുടെ നെതന്യാഹു ഉൾപ്പെടെയുള്ള ആളുകളും കൂടെ കൂടുന്നതിനെയാണ് ഇസ്രായേൽ എന്ന് ബൈബിളിലെ ഇസ്രായേൽ എന്ന് വിചാരിക്കരുത്. ദൈവം വാഗ്ദാനം ചെയ്ത ഇസ്രായേൽ, ആ ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്ന ഇസ്രായേലാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവരാണ്. നമ്മൾ പുതിയ നിയമത്തിലെ ഇസ്രായേൽ എന്ന് വിളിക്കും. ഇനി ബൈബിളിൽ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇപ്പൊ പറഞ്ഞ ടെക്സ്റ്റുകൾക്കകത്ത് ചില കാര്യങ്ങൾ കാണും. പൗലോസ്ലീഹ യഹൂദരെ കുറിച്ച് യഹൂദരുടെ വാഗ്ദാനം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശക്തമായി സംസാരിക്കുന്നതാണ്. അതിന്റെ കോണ്ടെക്സ്റ്റ് അറിയണം. കോണ്ടെക്സ്റ്റ് എന്നാന്ന് പറഞ്ഞാല് സഭ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പം ആദ്യം യഹൂദരായിരുന്നു ക്രിസ്ത്യാനികളായിരുന്നത് മുഴുവനും, അല്ലെ? ക്രിസ്ത്യാനികളായിരുന്ന യഹൂദരായിരുന്നു ഒത്തിരി. പിന്നീട് പൗലോസ്ലീഹയുടെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചതോടുകൂടെ വിജാതീയര് ക്രിസ്ത്യാനികളാവാൻ തുടങ്ങി. അപ്പൊ ശ്രദ്ധിക്കണം, പൗലോസ്ലീഹ യഹൂദനാണ്, യഹൂദരുടെ ശക്തനായ പോരാളിയാണ്. ഈ പൗലോസ്ലീഹ വഴിയാണ് വിജാതീയർ മുഴുവനും ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചിട്ട് ഈ കൂട്ടായ്മയ്ക്കകത്തോട് വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ഈ വിജാതീയ ക്രിസ്ത്യാനികൾക്ക് യഹൂദ ക്രിസ്ത്യാനികളോടൊരു പുച്ഛം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കൂടി കർത്താവിനെ കൊന്ന ആൾക്കാരല്ലേ, നിങ്ങൾ വലിയ കാര്യം, നിങ്ങൾക്ക് അന്നേ വാഗ്ദാനം കിട്ടിയിട്ട് നിങ്ങളിപ്പോ എന്തായി? ഈശോ തന്നെ പറഞ്ഞത് എന്താണ്? അതിനേക്കാൾ വിശ്വാസം എന്താണ് ഇവിടെ കണ്ടത്? അപ്പം ഞങ്ങളോടാണ് ഇപ്പൊ ഈശോയ്ക്ക് താല്പര്യം, ഞങ്ങളാണ് നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളെയാണ് ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും പറഞ്ഞൊരു അഹംഭാവം ഈ വിജാതീയരിൽ നിന്ന് ക്രിസ്ത്യാനികളായ ആളുകൾക്ക് ഭയങ്കരമായിട്ടുണ്ടായി. അപ്പോൾ പൗലോസ്ലീഹ ശക്തമായി ഇടപെടുന്നതാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്. പൗലോസ്ലീഹ വിജാതീയരോട് പറയാണ്, മിണ്ടാണ്ടിരുന്നോ, നിങ്ങൾ കൂടുതൽ കളിക്കരുത്. ദൈവം അവരെ തെരഞ്ഞെടുത്തതാണ്. നിങ്ങൾ അവരെ പുച്ഛിക്കുകയും അവരെ ആക്രമിക്കുകയും ഒന്നും ചെയ്യണ്ട. യഹൂദ ക്രിസ്ത്യാനികളെ നിങ്ങൾ തള്ളിക്കളയാൻ പോകണ്ട. യഹൂദരെ നിങ്ങൾ അത്ര പുച്ഛിക്കാൻ വേണ്ട. ദൈവം ആദ്യം വാഗ്ദാനം കൊടുത്ത അവർക്കാണ്. ആദ്യത്തെ മക്കളവര, അവര് ചെല്ലു വഴുതിട്ടിപ്പോയി, അതൊക്കെ ശരി. പക്ഷേ ദൈവം അവർക്ക് ആദ്യം വാഗ്ദാനം കൊടുത്ത അവർക്കാണ്. ഇനി പൗലോസ്ലീഹ പറയാണ്, അവര് വഴുതിട്ടിപ്പോയപ്പോ ദൈവം അവരെ ശിക്ഷിച്ചെങ്കിൽ നിങ്ങൾ വേണ്ടാതെ കളിച്ചാൽ അതിനേക്കാൾ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് പൗലോസ്ലീഹ സംസാരിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ളത്. അപ്പൊ ഇതിനെ ഈ പൊളിറ്റിക്കൽ ഇസ്രായേലുമായിട്ട് കൂട്ടിക്കഴിക്കേണ്ട കാര്യമില്ല. അച്ഛാ, എന്റെ ചോദ്യം, ബിഷപ്പുമാരുടെ കയ്യിലും അതുപോലെ മാർപ്പാപ്പയുടെ കയ്യിലും ഉള്ള വടി, അത് മോശയുടെ കയ്യിലുള്ള വടിയുമായിട്ട് കണക്റ്റഡ് ആണോ? അതുപോലെ വടിയുടെ മുകളിലൊരു വളവുണ്ട്, റേഡിയസ്, അതിൻ്റെ പ്രതീകം എന്താണെന്നോളും. പിന്നെ രണ്ടാമത്തേക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, അച്ഛപ്പോൾ വിശദീകരിച്ചല്ലോ ജെറീക്കോയിൽ കവർച്ചക്കാരുടെ ഇരയാകപ്പെട്ട വ്യക്തിയുടെയും അതുപോലെ ഇപ്പോൾ 5000 പേരുടെ അപ്പം കൊടുത്ത സംഭവം. ഇതിൻ്റെ വ്യാഖ്യാനം കിട്ടാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആണോ അച്ഛാ? രണ്ടുകൂടെ പറയാം. അതായത് ഒന്നാമത്തേത്, ഈ വടി കണക്റ്റഡ് ആണ്. ഇടയധർമ്മത്തെയാണ് വടി സൂചിപ്പിക്കുന്നത്. ഒരു ഇടയൻ വടി 2 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, അജഗണങ്ങളെ ചേർത്ത് നിർത്താൻ, ഇങ്ങനെ തട്ടിക്കൂട്ടി നിർത്താനായിട്ട്, അങ്ങനെ വഴിതെറ്റി പോകുന്ന ആടുകളെയൊക്കെ തല്ലി കൂട്ടത്തിലേക്ക് നിർത്താനായിട്ട്. രണ്ടാമത്, വടി കുത്തിപ്പിടിച്ച് അവരുടെ കൂടെ നടക്കാനായിട്ട്. അപ്പൊ അജഗണങ്ങളെ നയിക്കുന്നതിന്റെ ഭാഗമാണ് വടി അവരുടെ കൂടെ നടക്കുന്ന ഇടയന്റെ കയ്യിലിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ അജഗണത്തിന്റെ അധികാരിയാണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഇടയന്മാർ വടി ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ കൂടുതലങ്ങ് പോകും. നിങ്ങൾ താറാവിനെ കൊണ്ടുപോകുമ്പോഴൊന്നും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ കൂടുതലെല്ലാം കൂടി അങ്ങ് പോകുന്നത് കാണാം. അപ്പം ഇടയന്റെ വടിയുടെ ഉദ്ദേശം അജപാലിന്റെ അധികാരവും നേതൃത്വവും നയിക്കലുമാണ്. അതാണ് മോശയ്ക്കുണ്ടായിരുന്നത്. മോശ ആ അധികാരദണ്ഡുമായിട്ടാണ് ഫറവോയുടെ കൊട്ടാരത്തിലൊക്കെ കയറി ചെല്ലുകയും വടി നിലത്തിട്ട് പാമ്പാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വടി കൊണ്ടാണ് ജലം തട്ടുന്നത്, പാറയിൽ തട്ടുന്നത്, വെള്ളം ഒഴുകുന്നത് ഒക്കെ ആ വടിയെ സൂചിപ്പിക്കുകയാണ്. അപ്പം അത് നേതൃത്വത്തിന്റെ അധികാരത്തെ സൂചിപ്പിക്കുന്ന അംശവടിയാണ്. അതുകൊണ്ട് ഇത് ശരിക്കും ഇസ്രായേലിന്റെ ഇടയന്മാരെ വടി കുറച്ചിങ്ങനെ വളഞ്ഞിരിക്കും. അങ്ങനെ കുഞ്ഞാടുകളെ ഇങ്ങനെ തോണ്ടി ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന വിധത്തിലാണത് അവർ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യാറുള്ളത്.
അതിനെ കുറച്ച് മോഡേണൈസ് ചെയ്തപ്പോഴാണ് അതിനകത്ത് കുരിശൊക്കെ വെക്കാൻ പറ്റുന്ന വിധത്തിലൊക്കെ വളയ്ക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഏതായത് മാർപ്പാപ്പയുടേതാണെങ്കിലും മെത്രാന്മാരുടേതാണെങ്കിലും അംശപടി സെയിം ആണ്. കാരണം ഇവര് മാർപ്പാപ്പയും പരിശുദ്ധ പിതാവും മെത്രാന്മാരും പൗരോഹിത്യത്തിൽ തുല്യരാണ്, പൗരോഹിത്യ പൂർണ്ണതയിൽ തുല്യരാണ്. അവർ അപ്പസ്തോലിക അധികാരത്തിൽ അവർ തുല്യരാണ്. പത്രോസ്ലിഹയുടെ പ്രൈമസിയാണ്, അഥവാ ഒന്നാം സ്ഥാനമാണ്, ഭരണാധികാരമാണ് മാർപ്പാപ്പയ്ക്കുള്ളത്. പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ തുല്യരാണെന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ വെഞ്ചരിക്കലും മാർപ്പാപ്പയുടെ വിശുദ്ധ കുർബാന അർപ്പണവും മെത്രാന്റെ വിശുദ്ധ കുർബാന അർപ്പണവും ഈക്വലാണ്. അപ്പൊ അച്ഛന്മാരുടെ എന്ന് ചോദിക്കും, അച്ഛന്മാരുടെ ബലിയർപ്പണം മെത്രാന്മാരുടേതാണ്, മെത്രാന്മാരുടേതാണ്. അതാണ് എന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് അംശപടിയുടെ കാര്യം അങ്ങനെ. ഇനി അടുത്തത് വ്യാഖ്യാനങ്ങൾ എവിടെ കിട്ടുമെന്നുള്ളതാണ്. എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ഒരു സ്ഥലത്തായിട്ട് കിട്ടാൻ അത്ര എളുപ്പമായിരിക്കില്ല. എനിക്ക് പറയാവുന്നത് സഭാപിതാക്കന്മാരുടെ രചനകൾ തേടിപ്പിടിച്ച് വായിക്കുക എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷനാണ്. ഇനി വടവത്തൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ നിന്ന് അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് മേക്കാട്ടുകുന്നേലച്ചൻ സഭാപിതാക്കന്മാരുടെ ഭാഷ്യം, സുവിശേഷത്തിന് സഭാപിതാക്കന്മാരുടെ ഭാഷ്യം എന്ന് പറഞ്ഞ് 2-3 വോളിയങ്ങളായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സഭാപിതാക്കന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനത്തിന്റെ മലയാള പരിഭാഷ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ ഒരു അറ്റ് ഹാൻഡ് റെഫറൻസിന് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ സഭാപിതാക്കന്മാർ രചനകളൊക്കെ തപ്പിപ്പിടിച്ച് വായിക്കുക എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാവൂ. പിന്നെ ചിലത് അങ്ങനെ അവിടെ നിന്ന് കിട്ടി. ഇപ്പം വിശുദ്ധ കുർബാനയുടെ ഈ കാര്യത്തെക്കുറിച്ച് ഞാനൊരു സ്ഥലത്ത് നിന്നും വായിച്ചിട്ട് പറഞ്ഞതല്ലതാണ്. പക്ഷെ അത് നമുക്ക് സഭയെ സ്നേഹിക്കുകയും സഭാത്മകമായി ഇതിനെ ധ്യാനിക്കുകയും ചെയ്യുമ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ ചേർത്താണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഈ അഗസ്തീനോസിന്റെ വ്യാഖ്യാനം പറഞ്ഞതിനകത്തുള്ള എല്ലാ എലമെന്റും അഗസ്തീനോസിന്റെ അല്ല, ചിലത് ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഫുൾനെസ്സിന് വേണ്ടി ഞാൻ കുറച്ച് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ വായിക്കാം, വ്യാഖ്യാനിക്കാം. അതിനോട് ചേർന്ന് പോകുന്ന വിധത്തിൽ നമുക്കതിനെ ദുരുദ്ദേശപരമല്ലാതെ അതിന്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി കൂട്ടിച്ചേർക്കുകയും അത് ഒരു തിയോളജിക്കലി ഓക്കെ ആണെന്നൊരു അപ്രൂവൽ കിട്ടുകയും ചെയ്ത ഓക്കെ. വിശ്വവിശേഷിയായിരിക്കട്ടെ. അച്ഛനിക്കൊരു ഭയങ്കര കുറെ വർഷമായ സംശയമാണ്. ഈ പഴയ നിയമത്തില് എപ്പോഴും യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ, കൊല്ലുന്നതും കുറച്ച് അത് തന്നെ കാണുന്നു. അപ്പൊ അതെന്താണ് അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ചാൽ കൊണ്ടായിരുന്നു. അതൊരു നല്ല ചോദ്യമാണ്, പല ആളുകളുടെ മനസ്സിൽ കിടന്ന ചോദ്യമാണ്. പഴയ നിയമത്തിലെ ദൈവം എന്താണ്? എല്ലാത്തിനെയും കൊല്ലാൻ വിടുന്നു, എന്നിട്ട് സകലത്തിനെയും കൊന്നു ഞാൻ സൈന്യങ്ങളുടെ കർത്താവാണെന്നൊക്കെ അരുൾ ചെയ്യുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പം നിങ്ങൾ കൊല്ലുകയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയുകയും തല്ലുന്നവരുടെ അടുത്ത് തലകുനിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഈശോയെ കാണുന്നത് എന്താണ് അങ്ങനെ എന്ന് വിചാരിക്കും. പഴയ നിയമത്തിന്റെ വ്യാഖ്യാനത്തെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സൂചകം മാത്രം ഓർത്താൽ മതി. അതായത് പഴയ നിയമം അത് വെളിപാടിന്റെ പൂർണ്ണതയല്ല, വെളിപാടിന്റെ ഒരുക്കമാണ്. അഥവാ മിശിഹായിൽ പൂർത്തിയാകേണ്ട വെളിപാടിന്റെ പ്രാരംഭ ദശയാണ്. അതിനകത്ത് എന്താണുള്ളത്? പ്രാകൃതരായിരുന്ന ഒരു ജനത്തെ ദൈവം എങ്ങനെ നയിച്ച് ഒരുക്കി ഈശോയെ സ്വീകരിക്കാൻ പ്രാപ്തരാക്കി എന്നതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ തിയോളജിക്കൽ റെക്കോർഡാണ് ഈ പഴയ നിയമത്തിലുള്ളത്. അപ്പൊ പഴയ നിയമത്തിനകത്ത് പഴയ നിയമത്തിന്റെ ആധ്യാത്മികത, പഴയ നിയമ കാലഘട്ടത്തിന്റെ ദൈവചിന്ത, ദൈവാനുഭവം തുടങ്ങിയതൊക്കെ കലർന്നിട്ടുണ്ട്. അത് അതിന്റെ ട്രാൻസ്പെറൻസിയിലും സുതാര്യതയിലും അതിന്റെ ജെന്യൂൻനെസ്സിലും നേരിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോ അപ്പൊ അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ദൈവം അരുൾ ചെയ്ത കാര്യങ്ങളുണ്ടാവും, ദൈവം അരുൾ ചെയ്തെന്ന് അവർ വിചാരിച്ച കാര്യങ്ങളുണ്ടാവും, അവരുടെ കാലത്തെ തത്വചിന്തകൾ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് സർവ്വതും മായയാണ് എന്നൊക്കെ പറയേണ്ട ഭാഗങ്ങൾ അതിനകത്ത് കാണും. അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്, നടാനൊരു സമയം, വിതയ്ക്കാനൊരു സമയം, കൊയ്യാനൊരു സമയം എന്ന് പറഞ്ഞാൽ അന്നത്തെ അവരുടെ ഫിലോസഫിക്കൽ കാഴ്ചപ്പാട്. പിന്നീടാണ് മനസ്സിലാകുന്നത് സ്വാതന്ത്ര്യമുണ്ട് ദൈവം നൽകിയിട്ടുണ്ടെന്നൊക്കെ പിന്നീടാണ് മനസ്സിലാകുന്നത്, എല്ലാം വിധിയൊന്നും അല്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനത്തെ അന്നത്തെ അവരുടെ ചിന്തകൾ, വീഴ്ചകൾ, പരാജയങ്ങൾ, ധാരണകൾ, തെറ്റിദ്ധാരണകൾ, ദൈവത്തിന്റെ കൽപ്പനകൾ, വഴിതെറ്റിപ്പോയത്, ശാസന, ശിക്ഷണം തുടങ്ങിയതെല്ലാം അതിനകത്തുണ്ട്. അപ്പോ ചിലപ്പോഴൊക്കെ ഇവര് യുദ്ധം നടത്തുകയും യുദ്ധം ജയിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇവരാരോപിക്കും ദൈവമാണ് ഞങ്ങളെ എല്ലാത്തിനും നയിക്കുന്നത്, അപ്പൊ യുദ്ധം നയിച്ചും ദൈവം, അതുകൊണ്ട് ഞങ്ങൾ രക്ഷിച്ചു എന്നവർ മനസ്സിലാക്കും. അപ്പൊ ദൈവം ദൈവമാകിയാൽ ദൈവത്തിൽ നിന്ന് ഒരിക്കലും തിന്മ വരില്ല, ദൈവത്തിൽ നിന്ന് ഒരിക്കലും തിന്മ വരില്ല. കൊലപാതകം തിന്മയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരിക്കലും തിന്മ വരികയില്ല. കൊലപാതകം തിന്മയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരിക്കലും കൊലപാതകം വരില്ല. ദൈവം ഒരിക്കലും കൊല്ലാൻ കൽപ്പിക്കില്ല. ദൈവത്തിന് എങ്ങനെ ആബേലിനെ കൊന്ന കായനെ ശാസിക്കുന്ന ദൈവത്തിന് എങ്ങനെയാണ് ബാക്കിയുള്ളവരെ കൊല്ലാൻ പറയുന്നത്? അതെങ്ങനെ ശരിയാകും? അല്ലെ? പഴയ നിയമത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വധിക്കുന്നവനെ തിരിച്ചു വധിക്കാനല്ലോ കർത്താവ് പറയുന്നു.
അങ്ങനെയുള്ള ഒരു ദൈവത്തിന്, അങ്ങനെ ഒരു ദൈവത്തിന് എങ്ങനെയാണ് നിങ്ങൾ പോയി ഒരു ജനതയെ മുഴുവൻ കൊന്ന് നശിപ്പിക്കുക എന്ന് പറയുന്നത്? ഇവരുടെ ഒരു ദേശം പിടിച്ചെടുക്കാനായിട്ട് ദൈവം അവരെ നയിച്ചു, ആ ദേശത്തേക്ക് നയിച്ചു. പിന്നെ അവിടുത്തെ പിടിച്ചെടുക്കലൊക്കെ അവരുടെ നേതൃത്വം ഒക്കെ ചേർന്നിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അവർ യുദ്ധം ചെയ്യുന്നു, അവരവരെ തോൽപ്പിക്കുന്നവർ ചിലപ്പോൾ കൊല്ലുന്നു, കൊന്നു കഴിഞ്ഞിട്ട് അവർ ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കുന്നു. ഇതൊക്കെ അവർ ചെയ്ത പരിപാടികളാണ്. അതിനൊന്നും ദൈവം കുറ്റക്കാരനല്ല എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവം കൊല്ലാൻ കൽപ്പിക്കുന്ന ദൈവം എന്നല്ല, ദൈവമാണ് അവരെ നയിച്ചത് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് അവർ ചെയ്ത എല്ലാ കാര്യവും ദൈവത്തിൽ നിന്നാണ് എന്ന് അവർ വിചാരിച്ചിരുന്നു എന്നത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പം ദൈവം ശരിക്കും എന്താ ഉദ്ദേശിച്ചിരുന്നതെന്ന് മനസ്സിലാവും. അതാണ് നിന്നെ ആക്രമിക്കുന്നവനെ തിരിച്ചാക്രമിക്കാതിരിക്കണമെന്ന് മാത്രമല്ല, അവനെ ക്ഷമിക്കണമെന്നുമല്ല, അവനെ സ്നേഹിക്കണമെന്നാണ് ദൈവത്തിന്റെ ഹിതം. ഗോഡ് ഈസ് ഓൾവേസ് എറ്റേണൽ. ദൈവത്തിന്റെ ഹിതവും എപ്പോഴും തുല്യമാണ്, ഒന്നു തന്നെയാണ്. ബാക്കിയൊക്കെ ദൈവത്തിനുള്ള വചനത്തെ അവർ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച വിധങ്ങൾ കൂടിയാണ്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് പഴയ നിയമത്തിൽ ദൈവം അവരെ കൊല്ലും. ഇനി ചില സംഭവങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? ചില അകൃത്യങ്ങൾ ചെയ്യുന്നവർക്കുണ്ടാകുന്ന വിനാശങ്ങൾ, അതിനെ തിയോളജിക്കലായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അവർ അന്നത്തെ ഓൾഡ് ടെസ്റ്റ്മെന്റ് തിയോളജിയിൽ ആ തിന്മ ചെയ്തവർക്ക് വന്ന പരിണിതഫലം കണ്ടോ, അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. ചിലപ്പോൾ നമ്മളങ്ങനെ ചെയ്യാറില്ലേ? അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ട് ഒരുത്തൻ കൊതിയും കുത്തി വഴക്കും ഉണ്ടാക്കിയിട്ട് കഞ്ഞിയും വലിച്ചിട്ടുണ്ട്, സൈക്കിൾ എടുത്തിട്ട് ഒറ്റ പോക്ക് പോയി. ആ പോയ വഴിക്ക് ആ മൂക്കും കുത്തി വീണു. നാളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, കണ്ട അങ്ങനെ ചാടിപ്പോയിട്ട് നിനക്ക് കിട്ടിയ ശിക്ഷ കണ്ടോ എന്ന് പറയും. അതിന്റെ ശിക്ഷയാണെന്നല്ല ഇതിന്റെ അർത്ഥം. ആ വന്ന സംഭവത്തെ ഒരു സന്മാതൃകയുടെ പ്രബോധനം കൊടുക്കാൻ വേണ്ടി ഇതിന്റെ ശിക്ഷയായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കും. ഇതുപോലെയുള്ള വ്യാഖ്യാനങ്ങൾ പഴയ നിയമത്തിൽ കാണും, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണും. അതുകൊണ്ടാണ് പഴയ നിയമം ക്രൈസ്തവന്റെ ജീവിത നിയമമല്ലാത്തത്. പഴയ നിയമം നമുക്ക് വായിച്ചറിയാൻ വേണ്ടിയുള്ളതാണ്, എന്നാൽ അത് ദൈവവചനമാണ് താനും. ഇത് ദൈവത്തിന്റെ വചനം എന്തിനുള്ള വചനമാണ്? നമുക്ക് വായിച്ചറിയാനും പലരുടെയും വീഴ്ചകൾ തിരിച്ചറിയാനും അവർക്ക് വന്നുപോയിട്ടുള്ള പരിണിത ഫലങ്ങൾ എന്താണെന്ന് അറിയാനൊക്കെ വേണ്ടിയുള്ള റെക്കോർഡാണ് അത് എന്നോർത്താൽ മതി. അങ്ങനെയാണ്. അച്ഛാ, നമുക്ക് എഴുതി വന്നേക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകളിൽ കുരിശിന്റെ വടി ഒക്കെ നടത്തുമ്പോൾ യേശുവിന്റെയും പടയാളികളുടെയും വേഷം ധരിച്ച് മർദ്ദിക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റു ദൃശ്യാവിഷ്കാരങ്ങളോടെ പീഡാസഹനം അവതരിപ്പിക്കുന്നത് കാണാറുണ്ട്. ഇത് ശരിയാണോ? അതറിയാതെ. അതായത് ഒന്നാമത്തെ കാര്യം, ദുഃഖവെള്ളി എന്ന് പറയരുത്. ആ ദിവസത്തിന്റെ പേര് ദുഃഖവെള്ളി എന്നല്ല. കാരണം ദുഃഖമൊന്നും അല്ല അതിനകത്തെ പ്രശ്നം. ചില പറയാം അപ്പൊ പിന്നെ ഗുഡ് ഫ്രൈഡേ ആയിരിക്കും. ഗുഡ് ബാഡോ അല്ല, ദുഃഖവും സന്തോഷവും അല്ല. പകരം അതിന്റെ പേര് പീഡാനുഭവ വെള്ളി എന്നാണ്. പീഡാനുഭവ വെള്ളിയാണ്. അപ്പൊ പീഡാനുഭവ വെള്ളി എന്ന് വേണം നമ്മൾ പറയാൻ. എഴുതി കൊടുത്ത് അങ്ങനെ തന്നെ വായിച്ചാണ് തോന്നുന്നു. പീഡാനുഭവ വെള്ളിയാഴ്ച നടത്തുന്ന ഡ്രാമാറ്റിക് അവതരണങ്ങൾ, അത് ശരിയാണോ എന്നാണ് ചോദ്യം. ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിൽ തന്നെ ശരിയെന്നോ തെറ്റെന്നോ പറയാൻ പാടില്ല. അത് അവതരിപ്പിക്കുന്ന വിധത്തെ ആശ്രയിച്ചിരിക്കും അത്. എന്ന് പറഞ്ഞാൽ ആ സുവിശേഷ അനുഭവം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് അത് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് അർത്ഥപൂർണമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പെയിന്റിങ്ങിന്റെ അതേ അർത്ഥമാണെങ്കിൽ അതിനുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ പറഞ്ഞ പീഡാനുഭവ വെള്ളിയാഴ്ച മലയാറ്റൂർ മല കയറാൻ പോകുമ്പോൾ നമ്മൾ 1-ാം സ്ഥലം എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ, ആ ചിത്രത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ ചിത്രം നമ്മൾ എന്തിനു സഹായിക്കുന്നതാണ്? ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകാൻ സഹായിക്കുന്നത്. അതുപോലെ മാന്യമായി ചെയ്യുന്നതാണെങ്കിൽ ഓക്കെയാണ്. ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ അത് കോമാളിത്തരമൊക്കെ ആയിപ്പോവും. ഒരുമാതിരത്തെ വേഷമൊക്കെ ഇട്ടിട്ട് ഏതാണ്ട് കാണിച്ച് പിള്ളേരെ ഇടയ്ക്കുന്ന ചിരിക്കുകയൊക്കെ ചെയ്ത് ഈശോ കുരിശി കറന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നീ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നു. അങ്ങനെയൊക്കെ ആകുന്ന സാഹചര്യങ്ങളിൽ അത് കോമാളിത്തരമായി പോകും. അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവരുത്. എന്നാൽ അതിന്റെ ഇപ്പൊ ഉദാഹരണം പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒരു പീഡാനുഭവ വെള്ളിയാഴ്ച ഞങ്ങൾ ഇവിടെ ഇരുന്ന് കാണാറുണ്ട്. പിള്ളേരിന്ന് കാണും. ഞാൻ കണ്ടാച്ചാന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും ഞങ്ങൾ ഇരുന്ന് കാണാറുണ്ട്. അപ്പൊ അത് കാണുന്നത് ഒരു കുഴപ്പമാണോ? അല്ല. ഇനി ഇതിനകത്ത് അതുകൊണ്ട് തന്നെ പീഡാനുഭവ യാത്രയിലും ഒക്കെ അതിനെ ഡ്രാമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്നതിന് ഒരു കുറ്റവും പറയേണ്ടതില്ല. എന്നാൽ ലിറ്റർജിക്കകത്തേക്ക് ഇത് കൊണ്ടിരുന്നത് ശരിയല്ല താനും. വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് ശരി ഡ്രാമാറ്റിക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനകത്തുള്ളതൊക്കെ 12 പേരെ വട്ടത്തിൽ ഇരുത്തിക്കൊണ്ട് അതിനകത്ത് നടക്കുന്നുണ്ട് അച്ഛൻ ഇതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമായി മാറും. കാരണം അവിടെ ഒരു സ്വർഗീയ രഹസ്യത്തെയാണ് അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സിംബൽസിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്വർഗീയ രഹസ്യത്തെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 12 പേരിരിക്കുകയും അച്ഛൻ അതിനടുക്ക് പോയിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു വിധത്തിൽ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന അങ്ങനെ ഫിസിക്കലായിട്ട് കാണുന്നതിന്റെയും അപ്പുറത്തുള്ള സ്വർഗീയ രഹസ്യത്തെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിനെ മിനിമലൈസ് ചെയ്യരുത് എന്നതാണ് എന്റെ കാര്യം. അതേസമയം ഒരു പീഡാനുഭവ വെള്ളിയിലെ യാത്ര കുരിശിന്റെ വഴി ഒരു സാക്രമെന്റും അല്ല, അതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ആളുകൾക്ക് അനുഭവവേദ്യമായ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കാറ്റഗറ്റിക്കലായിരിക്കും.
അല്ലെ? കുഞ്ഞുങ്ങൾ ഇത് ബൈബിളൊന്നും വായിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് ഇത് കാണുമ്പം അയ്യോ ഈശോയെ ശിഷ്യന്മാർ അവരങ്ങനെ ചെയ്തു, തല്ലി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവരുടെ മനസ്സിൽ ഈശോയുടെ പീഡാസഹനത്തിന്റെ ഒരു ഓർമ്മ കുറച്ചുകൂടെ മനോഹരമായി പതിഞ്ഞിരിക്കാൻ അത് കാരണമാകുമെങ്കിൽ അത് ചെയ്യണം. എന്നാൽ അത് വൃത്തികേടാകുന്ന വിധത്തിലാണെങ്കിൽ ചെയ്യുകയും ചെയ്യും. അതാണ് അതിന് കൊടുക്കാവുന്ന ഉത്തരവെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സാർ. അടുത്ത ചോദ്യം, ദേവാലയത്തിലെ വിശുദ്ധ കുർബാന അർപ്പണ വേളയിലും മറ്റും റെക്കോർഡുകൾ പാട്ടുകളോടൊപ്പം ഗായകർ പാടുന്നത് കേൾക്കാറുണ്ട്. ഇത് ശരിയാണോ? അത് തീർച്ചയായും ശരിയല്ല. ഇത് സഭാപ്രബോധനം തന്നെയാണ്. ഇത് തീർച്ചയായും ശരിയല്ല, ഒരിക്കലും ആശാസ്യവുമല്ല. അതായത് കീബോർഡ് അതിനകത്ത് ഓട്ടോ പ്ലേ ഇട്ടിട്ട് കാരോക്കെ ഇട്ടിട്ട് കുർബാനയ്ക്ക് പാട്ട് പാടുന്നതിനെ തിരുസഭ ഒന്നടങ്കവും എല്ലാ സിനഡുകളും അത് മാർപ്പാപ്പയാണെങ്കിലും ശരി, നമ്മുടെ സിനഡുകളാണെങ്കിലും ശരി, വളരെ കർക്കശമായി തന്നെ അതിനെ അപലപിക്കുകയും അങ്ങനെ ചെയ്തെന്ന് പറയും. കാരണം ഇതൊരു പ്രാർത്ഥനയാണ്. കീബോർഡ് വായിക്കൽ പോലും അതിനെ ഒരു ആരാധനാ പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കേണ്ടതെന്നാണ്. റെക്കോർഡ് വെച്ചിട്ട് നമ്മൾ കാരോക്കെ പാടുന്ന പോലെ ഒരിക്കലും ആകരുത് എന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. എപ്പോഴും നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പ്രവൃത്തികളെല്ലാം ആശാസ്യമല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരുമിച്ച് പാടും. പിന്നെ ഈ കുർബാനയ്ക്കൊക്കെ പാടുമ്പം പലപ്പോഴും കാണാറില്ല, രണ്ടുപേര് മൈക്ക് പിടിച്ച് നിന്ന് അവർ തന്നെ അങ്ങ് പാടിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഇവർ ചിലപ്പോഴൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് നന്നായി പാടുന്നവരുടെ വലിയ ബഹുമാനമാട്ടോ ഉള്ളത്. ഞാൻ ഗായക സംഘത്തിന്റെ ശത്രു എന്ന് വിചാരിക്കുന്നത്. എനിക്കങ്ങനെ ഗായക സംഘത്തോട് ശത്രുതയൊന്നുമില്ല. പക്ഷെ ഇത് കൂടുതൽ നന്നാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞ ചില അങ്ങ് പാടുമ്പം ബാക്കി എല്ലാവരും മിണ്ടാണ്ടിരിക്കും. ഇനി ഇതിനിടയ്ക്ക് ചില അപൂർവം ചില ഗായക സംഘത്തിലെ ആൾക്കാര് ചില പരിപാടികളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആളുകൾ മര്യാദയ്ക്ക് പാടിയുമ്പോൾ അവർ അതിനിടയ്ക്ക് രണ്ട് സംഗതിയൊക്കെ ഇട്ടിട്ട് അതിനെ വലിച്ചു മാറ്റും. അപ്പൊ പിന്നെ ആർക്കും കൊടുത്ത് പാടാൻ പറ്റില്ല, പിന്നെ അവർ മാത്രമായിരിക്കും പാടുന്നത്. അവരെല്ലാവരും ഇങ്ങനെ മര്യാദയ്ക്ക് പാടി വരുന്ന സമയത്ത് അവരതിനിടയ്ക്ക് മാത്രം ഇച്ചിരി ഇങ്ങനെ വലിച്ചെടുക്കുകയോ ട്വിസ്റ്റ് ചെയ്യോ വേറൊരു പിച്ചിലേക്ക് കയറ്റുകയോ ഒക്കെ ചെയ്യും. അപ്പൊ ആളുകൾ എന്നാ ശരി നിങ്ങളെന്നാ വെച്ചാൽ അയക്കോ എന്നും പറഞ്ഞ ആളുകൾ നിൽക്കും. അത് കുർബാനയുടെ ലിറ്റർജിക്കൽ സെൻസിനെതിരെയുള്ള ഒരു പ്രവൃത്തിയാണ്. ഗായക സംഘം അവർക്ക് പതുക്കെ സപ്പോർട്ട് കൊടുക്കും. കാരണം എല്ലാവർക്കും ഒരുപോലെ താഴ്ത്തി പാടാൻ പറ്റുന്ന വരില്ലല്ലോ. എല്ലാവർക്കും ചിലപ്പം അതിന്റെ ട്യൂൺ ചിലപ്പോൾ പിടികിട്ടിന്ന് വരില്ല. അപ്പൊ ചെറിയൊരു സപ്പോർട്ട് അതിന്റെ പുറകിലുണ്ടെങ്കിൽ ആളുകൾക്ക് അതിന്റെ കൂടെ ചേർന്നങ്ങ് പാടാൻ പറ്റും. എന്നാൽ ഗായക സംഘം ജനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞങ്ങൾ പാടുന്നുണ്ട്, അച്ഛൻ കുർബാനുണ്ട്, നിങ്ങൾ അവിടുന്ന് കണ്ടോ എന്ന് പറയുന്നവരാവുകയും ചെയ്യും. അതുകൊണ്ട് ഗായക സംഘമാകുന്നത് അവർ ആരാധനയിൽ പങ്കുചേരുമ്പോഴും ഒപ്പം ജനത്തെ പ്രാർത്ഥിക്കാൻ സഹായിക്കുമ്പോഴുമാണ്. എന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോഴൊക്കെ അവര് ഇങ്ങനെ മൈക്കൊക്കെ ചേർത്ത് പിടിച്ച് അവർ തന്നെ ഭയങ്കര ആക്ഷനൊക്കെ ഇട്ട് ഇങ്ങനെ പാടി. അങ്ങനെയല്ല, അതവരെ പ്രാർത്ഥനയിലാണ് കൂടേണ്ടത്. അവരൊരു ഒരു സംഗീത കച്ചേരിയൊക്കെ നടത്തുമ്പോൾ അവർ ചെയ്യുന്ന പോലെ ഇങ്ങനെയൊക്കെ ആയിട്ട് മറ്റേ പാടിക്കോ താടി കാണിച്ചു കൊടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് ഒരു ഗായക സംഘം അവിടെ നിന്ന് നടത്തുന്ന ഒരു കൺസെർട്ട് അല്ല അത്. അതൊരിക്കലും ഒരു 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 സ്റ്റേജ് പ്രോഗ്രാമായി മാറരുത്. നമ്മൾ അങ്ങനെ കുറച്ച് ചെയ്തിട്ടാണ് ഈ സിനിമക്കാരൊക്കെ ഇത് കണ്ട് അനുകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ ഇവരുടെ ഒരു പള്ളിക്കകത്ത് തന്നെ ഗാനമേള എന്നാണ് ഗായക സംഘത്തെ പൊതുജനം ഇപ്പൊ വിചാരിക്കുന്നത്. അതല്ല ഈ സിനിമകളിലൂടെ പോയത്. സിനിമക്കാർക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മുടെ നാട്ടിൽ ഇത് കാണിച്ചു കൊടുത്തുണ്ട. അവര് മുമ്പിൽ കയറി മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരു പരിധി വരെ അവര് ജനത്തിന്റെ കൂടെ തന്നെ നിന്നാൽ അത്രയും നല്ലതെന്നാണ് ഞാൻ പറയത്തുള്ളൂ. അവരൊക്കെ മാറി നിന്നോട്ടെ, പക്ഷെ അവരെപ്പോഴും ജനത്തെ പാടാൻ സഹായിക്കുന്നവർ മാത്രമാണെന്ന് ഓർക്കണം. അവരുടെ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരല്ല ഇവർ. പല സ്ഥലങ്ങളിലൊക്കെ, ഇവിടെയല്ല പാകിസ്ഥാനിലൊക്കെയാണ്, അതിന്റെ പേരിൽ അച്ഛനോട് ഗുസ്തി അങ്ങനെയൊക്കെ കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരും കൂടി പാടുവാണെങ്കിൽ ഞാനില്ല ഇനി പാടാൻ എന്നൊക്കെ പറയും. ചില അച്ഛന്മാരെന്നാ നീ പാടണ്ട എന്ന് പറഞ്ഞ് ചിലപ്പോൾ കേൾക്കാറുണ്ട്. അപ്പൊ നമ്മുടെ സമൂഹമാണ് പ്രാർത്ഥിക്കുന്നത്, അതിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ നിൽക്കേണ്ടത്. അതുപോലെ തന്നെ കീബോർഡ് സാധനങ്ങളൊക്കെയാണ് ചിലപ്പോൾ അതിന് ഭയങ്കരമായ ഡൊമിനൻസ് ഉണ്ടാവും. അത് പാട്ടിനെ അക്കമ്പനി ചെയ്യാനാണ് കീബോർഡ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. ചില കീബോർഡൊക്കെ കേട്ട് കഴിഞ്ഞാണല്ലോ മനുഷ്യന് ഇതിനകത്ത് എവിടെയാണ് ഞാൻ പാടേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരിക്കും. അപ്പോൾ ആളുകൾക്ക് പാടാൻ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തെ, പ്രാർത്ഥിക്കാൻ സഹായിക്കാൻ വേണ്ട കാര്യത്തെ പലപ്പോഴും തിരുനാളുകളിലൊക്കെ അത് കാണും. തിരുനാളിൽ നന്നായി പാടുന്ന പ്രാർത്ഥിക്കുന്ന ഇടവക സമൂഹം പലപ്പോഴും സൈലന്റ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു? തിരുനാളുകളിൽ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു ഇടവക സമൂഹം സൈലന്റ് ആയിരിക്കും. കാരണം അവർക്ക് അൺഅപ്രോച്ചബിൾ ആയിട്ടുള്ള വോയിസിലും പിച്ചിലും ട്യൂണിലും അവർക്ക് പരിചയമില്ലാത്ത പാട്ടുകളിലും ഒക്കെ ഒരു ആഘോഷം നടത്താം എന്ന് വിചാരിക്കും. അവർക്ക് ഏറ്റവും പരിചിതമുള്ളതാണല്ലോ ഒരു തിരുനാളിൽ കൊടുക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഈ കാര്യത്തിലൊക്കെ വലിയ വീഴ്ച നമ്മുടെ കാര്യത്തിൽ വന്നു പോകുന്നുണ്ട്. ഇത് പലതും അശ്രദ്ധയുടെ ഭാഗമായിട്ടാണ്. ഞാൻ ഈ വെള്ളിയാഴ്ചയിലൊക്കെ ശ്രദ്ധിച്ചവരോട് കൂടി എന്റെ കൂടെ ചേർത്ത് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേക്കാം. ചിലപ്പോൾ നമ്മൾ കാണാം ഈ വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത്
കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് കഴിഞ്ഞിട്ട് പള്ളിയിലെ ചിലരോടൊക്കെ ചോദിച്ചു നോക്കി, അതിനൊരുക്കിയ ശുശ്രൂഷകരോടൊക്കെ ചോദിച്ചു നോക്കി, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ വിശുദ്ധ കുർബാനയായിട്ട് എഴുന്നള്ളുന്നു, അതിന് എഴുന്നള്ളുന്നു എന്നുള്ള പാട്ടൊക്കെ പാടും. ആ സമയത്ത് പൂക്കൾ വിതറും, അത് കഴിയുമ്പം ധൂപിച്ച് കഴിയുമ്പം തെളിക്കും. എന്താണ് തെളിക്കുന്നത്? ആനാൻ വെള്ളം എന്നാണ് അവർ പെട്ടെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരവിടെ ഇരിക്കുന്ന അനാമ്പള്ളം എടുത്ത് പിള്ളേരായി കൊടുക്കും, പിള്ളേർ തെളിക്കുകയാണത്. അത് എന്തിനുള്ളതാണ്? അത് ആശീർവാദത്തിന്റെ ജലമാണ്. അത് കാർമ്മിക ഒരു കാര്യമൊക്കെ വെഞ്ചരിക്കുന്ന സമയത്ത് ആശീർവദിക്കുന്ന ജലമാണ്. അതെടുത്താണ് പിള്ളേർക്ക് ഈശോയെ ആശീർവദിക്കാൻ കൊടുക്കുന്നത്, ഈശോയെ വെഞ്ചരിക്കാൻ കൊടുക്കുക. അത് പനിനീരാണ്, അതായത് സുഗന്ധ ജലമാണത്. കാറാപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടല്ല ആനാമ്പള്ളം ഉപയോഗിക്കുന്നു. അവിടെ ഇരിക്കുന്ന ശുശ്രൂഷകൾ ചിലപ്പോൾ കപ്പിയാര് ആനാമ്പള്ളം പാത്രത്തിൽ നിറച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കും, ആനാമ്പള്ളം കൊണ്ടുപോയിട്ട് ഈശോയെ വെഞ്ചരിക്കുന്നു. അവിടെ എന്താ നടക്കുന്നത് എന്നുള്ള ഒരു ബോധം, അല്ലെങ്കിൽ അത് എന്തിനുള്ളതാണ് എന്ന, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പാട്ടുകൾ, ഗാനങ്ങൾ, ഇതൊക്കെ എന്താണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ്, സൂക്ഷ്മത നമുക്ക് പൊതുവിൽ ഉണ്ടാകേണ്ടത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു പൂർത്തി അറിയാതെ കയറി പറഞ്ഞു പോയതാ, സോറി. ശരിയായിരിക്കട്ടെ. നമുക്ക് ഈ ഇസ്ലാം മതത്തെ ശരിക്കും അബ്രഹമിക് മതമായി, സെമിറ്റിക് മതമായി പരിഗണിക്കാമോ? പരിഗണിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി പരിഗണിക്കാനാവില്ല എന്നതാണ് അതിന്റെ സത്യം. ഹിസ്റ്റോറിക്കലി പരിഗണിക്കാനാവില്ല. കാരണം അബ്രാഹവുമായി അവരെ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്കും ഹിസ്റ്റോറിക്കലി ഇല്ല. അബ്രാഹത്തിന്റെ പിന്തുടർച്ചക്കാരായ യഹൂദ ജനമാണ്, ഇസ്രായേലാണ് അബ്രാഹത്തിന്റെ പിന്തുടർച്ച. ക്രിസ്ത്യാനിറ്റി ഒരു അബ്രാഹാമിക് കണ്ടിന്യൂറ്റിയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഈശോയെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ അതിങ്ങനെ ഉയർന്ന് വികസിച്ചു വന്ന് ഇസ്രായേലിൽ നിന്ന്, യഹൂദരിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുകയും വിജാതിയനോട് കൂടി ചേർക്കപ്പെടുകയും ചെയ്ത് അതിങ്ങനെ തുടർന്ന് വരുന്നു. ഞാൻ ഹിസ്റ്റോറിക്കൽ മാത്രമാണ് പറയുന്നത്. ഇനി ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈശോയ്ക്കും ശേഷം 7 നൂറ്റാണ്ടിലാണ് ഈ ഇസ്ലാം ആരംഭിക്കുന്നത്. 7 നൂറ്റാണ്ടുകൾ കടന്നുപോയി. 7 നൂറ്റാണ്ടുകൾ. ഈ 7 നൂറ്റാണ്ടുകളിൽ എന്ത് ബന്ധമാണുള്ളത്? യഹൂദരുമായിട്ടൊരു ബന്ധവുമില്ല, ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. പൊടുന്നനവേ 7 നൂറ്റാണ്ടിൽ ഒരാളുടെ നേതൃത്വത്തിൽ ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നു. എന്നിട്ട് അവര് തങ്ങളുടെ റൂട്ട് ചോദിക്കുന്നവരോട് ഉത്തരം പറയുന്നു, ഞങ്ങൾ ഇസ്മായേലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് എന്ന്. ഇസ്മായേൽ അതിന്റെ മക്കളുടെ സന്തതി പരമ്പരകളായി വന്നാണ്. അങ്ങനെ ഒരിക്കലും ഇല്ല. ഇസ്ലാം ആരംഭിക്കുന്നത് അറേബ്യയിലാണ്. അവിടെ ഉണ്ടായിരുന്ന ധാരാളം ഗോത്രങ്ങൾ, ഒരു 300ഓളം ഗോത്രങ്ങൾ, ഗോത്ര ദൈവങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവര് ഒരു പൊളിറ്റിക്കലി ഒരു ഒരു ദൈവം മാത്രമാണ് ഇനി ഉണ്ടാവുള്ളൂ, മറ്റു ദൈവങ്ങളൊന്നും ഉണ്ടാകില്ല, ദ ഗോഡ് എന്ന് പറയുന്ന അല്ല ആണ് ഇനിയുള്ള ഏകദൈവം എന്ന് പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയും മറ്റു ദൈവങ്ങളെയൊക്കെ അവർ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അവരെ ആവർത്തിച്ച് ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, ഏകദൈവം എന്ന് അവർ ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണവും ഇതാണ്. ബഹുദൈവ സാഹചര്യത്തിൽ നിന്ന് അവര് ഒരു ദൈവത്തിലേക്ക് ചുരുക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്ത്, അതൊക്കെയാണ് അതിന്റെ ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ചരിത്രാത്മകമായിട്ട് അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അതിനെ ഒരിക്കലും ഒരു അബ്രാഹമിക് മതം എന്ന് വിളിക്കാൻ പറ്റില്ല. പിന്നെ അവര് പറയുന്നത് എങ്ങനെയാണ്? അവര് അബ്രാഹത്തോട്, ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞ് പഴയ നിയമത്തിലെ യഹൂദരുടെയൊക്കെ പഴയ നിയമത്തിന്റെ പല ഭാഗങ്ങളും അവരും അഡോപ്റ്റ് ചെയ്യുന്നു, അവരും അത് ഏറ്റെടുക്കുന്നു. അങ്ങനെ ഏറ്റെടുക്കുന്നു. എന്നിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതല്ല അതിനകത്തുള്ള പ്രശ്നം കുറച്ചുകൂടെ ഗുരുതരമാണ്. അതിങ്ങനെയാണ്: പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള വ്യക്തികളെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി, മാതാവ്, ഈശോ തുടങ്ങിയ ആളുകളെയൊക്കെ എടുക്കുന്നു, അബ്രാഹം തുടങ്ങിയ ആളുകളെ എടുക്കുന്നു. എന്നിട്ട് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത പുതിയ കഥകൾ അവർ ചേർത്തുണ്ടാക്കുന്നു. അപ്പൊ കഥാപാത്രങ്ങൾ നിലനിൽക്കുന്നു, കഥ പുതിയതാകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ പേരെടുക്കുന്നു, ശരി, മാറ്റം വരുത്തിയിട്ട് ഈസ എന്ന് പറയുന്നു. മറിയത്തിന്റെ പേരെടുക്കുന്നു, മിറിയം എന്ന് വിളിക്കുന്ന സെമിറ്റിക് ലാംഗ്വേജ് ആണ്, നോർമൽ എടുക്കുന്നു. എന്നിട്ട് ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്ന മാതാവിന്റെ പുതിയൊരു കഥയുണ്ടാക്കുന്നു. മരച്ചോട്ടിലിരിക്കുകയും മരം കുലുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കഥ, പുതിയൊരു കഥയുണ്ടാക്കുന്നു. സുവിശേഷങ്ങൾ എന്ന് പറയുന്ന കാര്യം എടുക്കുന്നു, എന്നിട്ട് മലക്കുകൾ അത് ഗുഹയ്ക്കകത്ത് വെളിപ്പെടുത്തി കൊടുത്തതാണ് എന്ന് പുതിയൊരു കഥയുണ്ടാക്കുന്നു. അപ്പോൾ വ്യക്തികളും സ്ഥലങ്ങളും ഒക്കെ എടുക്കപ്പെട്ടിട്ട് പുതിയൊരു കഥയുണ്ടാക്കുമ്പം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലത്തെ ഒരു തോന്നൽ അത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഉണ്ടാകും. ആ അർത്ഥത്തിൽ അതിനെ അബ്രാഹവുമായിട്ട് അവര് കണക്ട് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് വിളിക്കുന്നത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഹിസ്റ്റോറിക്കലി, തിയോളജിക്കലി
ഒരിക്കലും ഒരു അബ്രാഹ്മിക് റിലീജിയൻ എന്ന് വിളിക്കാൻ പറ്റില്ല. പകരം വത്തിക്കാൻ കൗൺസിലിനകത്ത് പറയുന്നത് അങ്ങനെയാണ്, അബ്രാഹത്തിന്റെ വിശ്വാസത്തോട് ബന്ധം പുലർത്തുന്നവരെന്ന് തങ്ങളെ തന്നെ വിളിക്കുന്ന മുസ്ലിമുകൾ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവരെ തന്നെ കാണുന്നത് എന്ന് നമ്മൾ പറയണമെന്ന് മാത്രമേ, അല്ലാണ്ട് നമ്മൾ അത് ഏറ്റെടുക്കുന്നില്ല. അച്ഛാരിക്കട്ടെ, എനിക്ക് ചോദിക്കാനുള്ളത് ഈ പഴയ നിയമത്തിൽ കാണുന്ന കുറെ നമ്പറുകളൊക്കെയാണ്. അതായത് സോളമൻ ബലിയർപ്പിച്ചപ്പം 1,20,000 കാളകളെ ബലിയർപ്പിച്ചു, പിന്നെ 1000 ദഹന ബലിയർപ്പിച്ചു, പിന്നെ യുദ്ധത്തിന് പോകുമ്പോൾ 1,20,000 കാലാൾപ്പടകള്, അങ്ങനെയൊക്കെ ഒത്തിരിയും കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വാച്യാർത്ഥത്തിൽ എടുക്കണോ? ഇത് പ്രാക്ടിക്കൽ ആണോ ഈ കാര്യങ്ങൾ? ഒന്നാമത് തന്നെ എത്രയോ ദിവസങ്ങൾ എടുക്കും ഇത്ര ആൾക്കാരെ നല്ല ചോദ്യമാണ്. ബൈബിളില് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലും നമ്പറുകളുമായി ബന്ധപ്പെട്ട 2-3 ശൈലികൾ കാണാൻ പറ്റും. ഒന്ന്, കൃത്യമായ നമ്പർ പറയുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. നമ്പറാണ്, കൃത്യമാണ്, 12 പേർ തന്നെയാണ് തിരഞ്ഞെടുത്തത്, അതങ്ങനെ തന്നെയാണ്. എന്നാൽ എന്താ പറയാ, നോഹയുടെ ജീവിതകാലം ഇത്ര വർഷമായിരുന്നു, അവിടെ ഒരു നമ്പറുണ്ട്. ആ നമ്പറോ അത് സിംബോളിക് നമ്പറാണ്. എന്ന് പറഞ്ഞാൽ അത്രയും കാലമൊന്നും ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നില്ല, അതെല്ലാവർക്കും അറിയാം. ലൈഫ് സ്പാൻ ഇന്നത്തെക്കാൾ കുറവായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ, തീർച്ചയായിട്ടുമില്ല. പക്ഷെ ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, എത്ര വർഷം ജീവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അവിടെ മോശയുടെ അല്ലെങ്കിൽ നോഹയുടെയൊക്കെ ജീവിതകാലത്തെ കുറിച്ച് പറയുന്നത്. അബ്രാഹത്തിന് ഇത്ര വയസ്സായപ്പോൾ അബ്രഹാം ഇത്ര വർഷം ജീവിച്ചു, 100 കണക്കിന് വർഷം ജീവിച്ചു എന്ന് പറയാണ്. പക്ഷെ അങ്ങനെ പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ മറ്റൊരു കാര്യം നമ്മൾ കാണും. 90ാമത്തെ വയസ്സിൽ അബ്രഹാം അപ്പനാകുമ്പം അബ്രഹാം വൃദ്ധനായിരുന്നു എന്ന്. അപ്പോൾ ഒരു 90ാം വയസ്സിൽ വൃദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ 100-100 വർഷം ജീവിച്ച സ്ഥിതി എന്തായിരിക്കും? ആ വാർദ്ധക്യം ഏത് സ്റ്റേജിലുള്ള വാർദ്ധക്യമായിരിക്കും? അപ്പോൾ സ്വാഭാവികമായി അതിന്റെ അർത്ഥം നമുക്ക് തന്നെ മനസ്സിലാവും. അതിന്റെ അർത്ഥം എന്താണ്? തിയോളജിക്കൽ ഒരു എക്സ്പ്രഷനാണ്. അതായത് പഴയ കാലത്ത് ആയുസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാരുണ്യം മാത്രമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കറിയാം. പണ്ട് വേറൊരു മാർഗ്ഗമില്ല. എന്ന് പറഞ്ഞാൽ ജീവനെ ദൈവം സഹായിച്ചാലേ ഉള്ളൂ, അല്ലെ ഒന്നീ വന്യമൃഗം പിടിച്ചു കഴിഞ്ഞും ഒരു പനി വന്നാൽ ചത്തുപോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരാൾ ഒരു 50 വർഷം ജീവിച്ചാൽ പോലും ദൈവം സഹായിച്ച് 50 വർഷം ജീവിച്ചെന്ന് പറയുമായിരുന്നു. അപ്പോൾ പ്രായം അഥവാ ആയുസ് ഈസ് ഈക്വൽ ടു ദൈവാനുഗ്രഹം എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത് 630 വർഷം ജീവിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ 100 വർഷം ജീവിക്കുമ്പോൾ അതിന്റെ ഒരു 5-6 ഇരട്ടി ജീവിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സാധാരണ മനുഷ്യർക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു 5-6 ഇരട്ടി അനുഗ്രഹം മനുഷ്യനുണ്ടായിരുന്നു. ഒരു 100 വർഷം ജീവിക്കുന്നവന് ഇത്ര അനുഗ്രഹം ഉണ്ടെങ്കിൽ 600 വർഷം ജീവിക്കുന്നത്ര അനുഗ്രഹം ദൈവം കൊടുത്തിരുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ബൈബിളിൽ സിംബോളിക് ന്യൂമറിക്സ് ഉണ്ട്, അതുപോലെ ലിറ്ററൽ ന്യൂമറിക്കൽ പ്രയോഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അർത്ഥത്തിലൊക്കെ ഉള്ളതുണ്ട്, മിക്സഡ് ആയിട്ട് കിടക്കും. ചിലതൊക്കെ നമുക്ക് കേൾക്കുന്ന 1,00,000 കാളകളെയൊക്കെ ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് ഭീകരമായിരിക്കും. അപ്പോൾ ഒത്തിരി കാളകളെ ബലിയർപ്പിച്ചു, എണ്ണമില്ലാത്തത്ര എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കാം അത് ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലാണ്ട് കൃത്യ എണ്ണം വെക്കുന്നൊന്നും ആയിരിക്കില്ല. സ്തുതിയായിരിക്കട്ടെ അച്ഛാ. യേശു ഏക രക്ഷകനാണ്. യേശുവിനെ നിങ്ങൾ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തില് യേശുവിന്റെ പേരെടുത്ത് പറഞ്ഞ് നമുക്ക് നമ്മുടെ സഭയ്ക്കുള്ളിലല്ലാതെ സഭയ്ക്ക് പുറത്ത് പ്രസംഗിക്കാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് യേശുവിനെ പ്രഘോഷിക്കാൻ പറ്റുക? അതിന്റെ മറുപടി വിശദീകരണം തരുന്നത് ഇതാണ്: സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നീ സുവിശേഷം പ്രഘോഷിക്കുക എന്നാണ്. സാഹചര്യം അനുകൂലമായിരിക്കും, എല്ലാവരും വന്ന് കേൾക്കാൻ നിൽക്കുമ്പം ഞാൻ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പ്രതികൂല സാഹചര്യങ്ങൾ സുവിശേഷം പ്രഘോഷിച്ച് മരിച്ച ആളുകളെയാണ് രക്തസാക്ഷികൾ എന്ന് വിളിക്കുന്നത്. രക്തസാക്ഷികളുടെ തിരുനാൾ ആഘോഷിക്കുകയും സെബസ്ത്യാനോസിന്റെ രൂപം കൊണ്ടുനടക്കുകയും ചെയ്തിട്ട് അനുകൂലമാണെങ്കിൽ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കില്ല, മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുന്നത് ഡ്യൂപ്ലിസിറ്റി ആണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് മതപരിവർത്തന നിയമങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും താൻ വിശ്വസിക്കുന്നത് പറയാനുള്ള അധികാരമുണ്ട്. അത് ലോകത്തിൽ എല്ലാ സ്ഥലത്തും അത് മാനിക്കപ്പെടേണ്ടതുമാണ്. പിന്നെ ചില അറബ് രാജ്യങ്ങളിലൊക്കെ ചിലപ്പം പരസ്യമായി അതങ്ങനെ ഒരു സ്റ്റേജ് വിളിച്ച് കേട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളോടൊക്കെ ഞാൻ ജീവിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച്, ഞാൻ വിശ്വസിക്കുന്ന ഈശോയെക്കുറിച്ച് എനിക്ക് ഷെയർ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈശോ വിശ്വസിക്കാൻ കാരണം ഇതാണ്, എൻ്റെ ഈശോ എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ സ്വീകരിക്കുന്ന കുമ്പസാരം എനിക്ക് തരുന്നത് ഇതാണ്, എനിക്ക് വിശുദ്ധ കുർബാന ചെയ്യുമ്പോൾ എനിക്ക് ഇതാ കിട്ടുന്നത്, അത് നിങ്ങൾക്ക് പറയാം. അത് പറഞ്ഞാൽ ആരാ നിങ്ങളെ പിടിക്കാൻ പറ്റുന്നത്? ആരും പിടിക്കത്തില്ല. അങ്ങനെ പറയാൻ പറ്റും.
ഞാൻ വിശ്വസിക്കുന്ന ഈശോ ഞങ്ങളോട് പറയണ എന്നറിയാമോ, അല്ലെ ലോകത്തോട് പറഞ്ഞ എന്നറിയാമോ, ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആരും നിന്നപ്പിച്ചുകൊണ്ട് പോകത്തില്ല. ഹലോ, വിശ്വസിച്ചായിരിക്കട്ടെ അച്ഛൻ. എന്റെ സംസാരിച്ച പറഞ്ഞല്ലോ, ജലപ്രളയ സമയത്ത് പെട്ടകത്തിൽ കയറാൻ ഭാഗ്യം ലഭിച്ചവര് രക്ഷപ്പെട്ടു, അതിന് ഭാഗ്യം ലഭിക്കാത്തവർ വെള്ളത്തിനടിയിൽ മരിച്ചുപോയി. അത് നമ്മുടെ മമദിസായുടെ പ്രതീകമായിരുന്നു. മമദിസ വഴി മമദിസ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവര് നിത്യജീവൻ ലഭിക്കും, അല്ലാത്തവര് ലഭിക്കത്തില്ല. വെള്ളത്തിനടിയിൽപ്പെട്ട പോലെ തന്നെ അവരുടെ ജീവൻ, അവർക്ക് മരണമാണ് എന്നുള്ളതാണല്ലോ നമ്മുടെ. എന്റെ സംശയം ഇതാണ്. എന്റെ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ക്ലോസ് ഹിന്ദു ഫ്രണ്ട് മരിച്ചുപോയി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അടുത്ത ദിവസം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പം ആ വ്യക്തിയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒത്തിരി പ്രാർത്ഥിച്ചു ആ മരിച്ചുപോയ ഹിന്ദു ഫ്രണ്ടിന് വേണ്ടി. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അദ്ദേഹം ഇപ്പം എവിടെയാണ് ഇപ്പം ആള്? ഞാൻ എങ്ങനെ നിത്യജീവൻ കർത്താവെ നീ കൊടുക്കണമേ, നിത്യജീവൻ അവകാശിയാക്കണമേ എന്ന് നമ്മള് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, കരുണക്കൊന്ത ചൊല്ലാറുണ്ട്. ഇവിടെ എന്താണ് പ്രാർത്ഥന? അക്രൈസ്തവരുടെ സ്വർഗപ്രവേശനത്തെ കുറിച്ചാണ് ചോദ്യം അല്ലേ? ഞാൻ ഈ ചോദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. സഭ പഠിപ്പിക്കുന്ന കാര്യം എങ്ങനെയാണ്? ക്രിസ്തുവാണ് ഏകരക്ഷകനെന്നും മിശിഹായാണ് ഏകരക്ഷകനെന്നും സഭയാണ് ഏകരക്ഷാ മാർഗമെന്നും അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും സഭയെ ആശ്ലേഷിക്കാത്ത ആളുകൾ രക്ഷ പ്രാപിക്കുകയില്ല എന്നാണ് തിരുസഭയുടെ പ്രബോധനം. ഇനി ഓരോന്നും ശ്രദ്ധിക്കണം. ഈശോയാണ് ഏകരക്ഷകനെന്നും സഭ വഴിയല്ലാതെ രക്ഷയില്ലെന്നും അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും. അറിഞ്ഞവർ ധാരാളം ഉണ്ടാവും അല്ലെ? ഇപ്പം ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടുള്ളവരെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ അപ്പുറത്ത് രണ്ടാമത്തെ കാര്യം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ അവർക്ക് ഇത് ബാധകമല്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ഈശോയെ അറിയാത്ത ഒരു ജനം, ഒരു ആഫ്രിക്കയിലെ മറ്റൊരു വിഭാഗം ഈശോയെ അറിയുന്നില്ല. അപ്പൊ അവർ ശിക്ഷിക്കപ്പെടുവോ? ശിക്ഷിക്കപ്പെടില്ല. കാരണം എന്താണ്? അവരറിയാത്തതിന്റെ കാരണം അവരല്ല, അറിയാവുന്ന നമ്മളാണ്. നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ് അവരറിയാത്തത്. അപ്പോ അവർക്കല്ല ശിക്ഷ കിട്ടേണ്ടത്, കൊടുക്കാത്തവർക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടില്ല ആ കാരണത്താൽ. രണ്ട്, ചിലപ്പോൾ നിങ്ങൾ പോയി പറഞ്ഞു കാണും, ആ ഈശോയെ രക്ഷയാണ്, വേണേ വിശ്വസിക്കുക, അല്ലാതെ അറിയാതെ പോകും എന്നുകൊണ്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോയി കാണും. അവർക്ക് ബോധ്യം വന്നില്ല, കുറ്റം നമ്മുടേതാണ്. കാരണം പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന ഏതൊർക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾ സംസാരിക്കുമെന്നും കേൾക്കുന്നവരിൽ ബോധ്യം ജനിപ്പിക്കുന്ന പോലെ സംസാരിക്കുമെന്നൊക്കെ പറയുന്ന സുവിശേഷം നമ്മളോട് പറയുന്നത് അവരെ ബോധ്യപ്പെടുത്തണമെന്നാണ്. ബോധ്യപ്പെടുത്താനുള്ള വഴികൾ അന്വേഷിക്കണം, പഠിക്കണം, കാര്യകാരണങ്ങൾ പറയണം, പുറകെ നടക്കണം, അങ്ങനെ ബോധ്യപ്പെടുത്തണം. അവർ ബോധ്യപ്പെട്ടില്ലെങ്കിൽ അവർക്കൊന്നും പറ്റില്ല, നമുക്ക് പറ്റും. ഇനി അടുത്ത സ്റ്റേജ്. അപ്പം അറിയാത്തവരോ അറിഞ്ഞിട്ടും ബോധ്യപ്പെടാത്തവരോ കാണും, നമ്മുടെ കൂടുതലൊക്കെ ആൾക്കാർ കാണും. അവരെല്ലാം സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അല്ലെ? ഞാൻ അറിഞ്ഞില്ല എന്ന് പേര് സ്വർഗത്തിൽ പോകും? ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. ഇനി അറിയാത്തവരും ബോധ്യപ്പെടാത്തവരും എങ്ങനെയാണ് സ്വർഗത്തിൽ പോവുക? അവർ സ്വർഗത്തിൽ പോകുന്നതിന് രണ്ടു മൂന്ന് കാര്യങ്ങൾ വേണം. ഒന്നാമത്തേത്, അവർക്ക് കിട്ടിയേക്കുന്ന ധാർമ്മിക വിശ്വാസ ജീവിതം, അവരെ ഏതിൽ നിൽക്കുന്ന അവർക്ക് ചിലത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഗോത്രത്തിലാണ് 3 ഭാര്യമാരെ കൂടുതൽ കെട്ടരുതെന്നാണ് നിയമം. അപ്പൊ അവരതിനകത്ത് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നു. അങ്ങനെ അവർക്ക് കിട്ടിയേക്കുന്നതനുസരിച്ച് ജീവിച്ചിട്ടുണ്ടാവണം. 2, അവന്റെ മനസാക്ഷിയുടെ സ്വരം നിരന്തരം കേട്ടിട്ടുണ്ടാവണം. മനസാക്ഷിക്ക് വിരുദ്ധമായതൊന്നും അയാൾ ചെയ്തിട്ടുണ്ടാവരുത്. 3, മരണം വരെ സ്വതന്ത്ര ഹൃദയത്തോടെ സത്യദൈവത്തെ തേടിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഞാനിതിലെ വിശ്വസിക്കും, എനിക്കിത് കൂടുതൽ അന്വേഷിക്കേണ്ടായിരുന്നില്ല, എനിക്കിത് വെച്ച് ജീവിച്ച് മരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവരുത്. തേടിക്കൊണ്ടേ ഇരുന്നുണ്ടാവും. അതുകൊണ്ട് അതെന്താ സഭ അങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞത്? അങ്ങനെ തേടിയ ഒരാൾ ഈശോയിൽ ചെല്ലും എന്ന ഉറപ്പുകൊണ്ടാണ് പറയുന്നത്. ഈ 3 കാര്യമുള്ള ഒരാൾ ഈശോയെ അറിയാതെ മരിച്ചാൽ ആൾ സ്വർഗത്തിൽ പോകാവുന്നതാണ് എന്നാണ് പറയാവുന്നത്. പോകാവുന്നതാണ്. ഇനി അങ്ങനെ പോകുമ്പോഴും അയാൾ സഭയിലൂടെയാണ് സ്വർഗത്തിൽ പോകുന്നത്. സഭയിലൂടെയാണ് സ്വർഗത്തിൽ പോകുന്നത്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്, അല്ലാണ്ട് അതിനെ തെറ്റി വ്യാഖ്യാനിക്കാൻ വേണ്ടിയല്ല അനോണിമസ് ക്രിസ്ത്യൻസ് എന്നൊക്കെ കാൾ റാനർ പറയുന്നത്. ഹലോ അച്ഛാ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ അച്ഛന് അപ്പം വർദ്ധിപ്പിച്ചപ്പം കൂട്ടമായിട്ട്, അപ്പൊ അത് ഇടവക സമൂഹമാണെന്ന് ഒരു ഇത് പറഞ്ഞത് എനിക്ക് ബോധ്യമായി. പക്ഷെ എനിക്കുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, എന്റെ ഹസ്ബൻഡ് 50 വർഷം നിലനിന്ന ഒരു ഇടവക, എന്റെ ഹസ്ബൻഡിനെ അതിർത്തി മാറി എന്ന് പറഞ്ഞ ഇടവക മാറ്റിയിട്ടുണ്ട്. അപ്പം ഹസ്ബൻഡിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ആ പുതിയ ഇടവകയിലോട്ട് പോകുന്നില്ല. അപ്പം ഹസ്ബൻഡ് വേറെ എങ്ങും അല്ലാത്ത ഒരു ഫെറോന പള്ളിയിലാണ് പോകുന്നത്. അതായത് നമ്മുടെ തന്നെ ഫെറോനയിലാണ് പോകുന്നത്, ഇടവകയിലല്ല. അപ്പം ഭാര്യ എന്ന നിലയിൽ ഞാൻ ഹസ്ബൻഡിന്റെ കൂടെയാണോ പള്ളിയിൽ പോകേണ്ടത്, അതോ ഞാൻ മാത്രം ഇടവകയിൽ പോയാൽ മതിയോ? അതെന്നെ വലിയ അലട്ടുന്ന ഒരു പ്രശ്നം. നല്ല ചോദ്യം. അതായത്
ഇടവക എന്ന് പറയുന്നത് ചുമ്മാ ഒരു സൂത്രമല്ല, അതൊരു ചുമ്മാ ലീഗൽ എൻറ്റിറ്റിയുമല്ല. അത് ഈശോയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട വാഗ്ദാനത്തിന്റെയും കൽപ്പനയുടെയും പൂർത്തീകരണമാണ്. അതിങ്ങനെയാണ്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഇസ് നോട്ട് എ ഫ്രീലാൻസർ സ്പിരിച്വാലിറ്റി. കുറെ പള്ളികളുണ്ട്, അമ്പലത്തിലൊക്കെയാണ് ഏത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന പോലെ കുറെ പള്ളികളുണ്ട്. നീ ഇഷ്ടമുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, നിനക്ക് ഈശോയെ കണ്ടാൽ പോലെ. അങ്ങനെയല്ല. ഇവിടെ നീ ഒരു പ്രത്യേക കൂട്ടായ്മയ്ക്ക് അകത്തായിരുന്നു കൊണ്ട് മാത്രമേ നിനക്ക് യൂക്രിസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. കൂട്ടം കൂട്ടമായി എത്തിയിരിക്കുന്ന അതിനകത്ത് മാത്രമേ നിനക്ക് കുർബാന പങ്കുവയ്ക്കാൻ പറ്റും. അവിടെ മാത്രമാണ് നിന്റെ കുർബാന നിന്റെ കൂട്ടായ്മയുടേതാകുന്നത്. അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയ ഒരാൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന പോലെ ഉള്ളൂ. അത് അവിടെയും ഫുഡ് തന്നെയാണ് കിട്ടുന്നത്, പക്ഷെ അവിടെ നീ അതിഥിയായിരിക്കും, അല്ലെങ്കിൽ നീ അവിടെ ഹോട്ടലിൽ ചെന്ന പോലെ ആയിരിക്കും. ഇതാണ് നിന്റെ കുടുംബം. ആ കുടുംബത്തെ നിശ്ചയിക്കുന്നത് ഈശോ തന്നെയാണ്. കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവിടുന്ന് കൽപ്പിച്ച അവിടുന്ന് തന്നെയാണ്. അത് കർത്താവ് നിർവഹിക്കുന്നത് രൂപതയുടെ സംവിധാനത്തിലൂടെയാണ്. ചിലപ്പോൾ ഒരു രൂപതയെ അജപാലന ശുശ്രൂഷയ്ക്ക് വേണ്ടി രണ്ടായി പിരിക്കേണ്ടി വരും. അങ്ങനെ പിരിക്കേണ്ടി വരുന്നത് നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളത് അംഗീകരിക്കാൻ ബാധ്യത. ചിലപ്പോൾ ഞാൻ ജനിച്ച പള്ളി അതായിരിക്കും, അതൊരു വൈകാരിക ബന്ധമാണ്. അതിന്റെ അപ്പുറത്തുള്ള ആധ്യാത്മിക ബന്ധമുണ്ട്. ആ കൂദാശ എനിക്ക് എന്റെ കൂട്ടായ്മയുടെ കൂദാശയാകണമെങ്കിൽ നീ നിന്റെ പള്ളിയിൽ പോകണം. തൊട്ടടുത്തുള്ള ഏതെങ്കിലും പള്ളിയിൽ പോവുകയല്ല, എനിക്ക് ഇഷ്ടമുള്ള കുറച്ചുകൂടെ നല്ല പാട്ടുള്ള പള്ളിയിൽ പോവുകയല്ല, നീ അംഗമായിരിക്കുന്ന പള്ളിയിൽ പോകണം. നമ്മൾ ഇടവക്കുറി എന്നൊരു കാര്യം കേട്ടിട്ടുണ്ടോ? ഇടവക്കുറി. അതെന്താ സംഭവം? നമ്മളൊരു പള്ളിയിൽ നിന്ന് കുടിയേറി ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ പറയാം, ആ കുറിയൊന്ന് മേടിച്ചോണ്ടോ കേട്ടോ എന്ന് പറയും. അപ്പൊ നമ്മൾ പറയുമോ, എന്റെ അച്ഛൻ കുറെ നാളായല്ലോ ഞങ്ങൾ ക്രിസ്ത്യാനിലെ കണ്ടറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇടവക്കുറി എന്താണ്? ഇടവക്കുറി ഇതാണ്: ഒരു പള്ളിയിലെ നിങ്ങൾ താമസിക്കുന്നു, അവിടെ പോവാണ്. അപ്പൊ ആ അച്ഛൻ മറ്റേ അച്ഛന് എന്നൊരു കത്താണ്. കത്തെന്താണ്? എന്റെ കണ്ടന്റ് എന്താണ്? ഇന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഈ ആളുകൾ നാളിതുവരെ, ഈ കുടുംബം നാളിതുവരെ എന്റെ അജപാലന ശുശ്രൂഷയിലായിരുന്നു. ഞാൻ ഇവർക്ക് വേണ്ടി ബലിയർപ്പിച്ചു, ഞാൻ ഇവരെ അനുധാവനം ചെയ്തു, ഞാൻ ഇവരുടെ പാപങ്ങൾ മോചിച്ചു, ഇവരുടെ പ്രശ്നങ്ങൾ ഞാൻ ഇവരുടെ കുടുംബങ്ങൾ കടന്നു ചെന്നു, ഇവരുടെ കുഞ്ഞുങ്ങളെ ആശീർവദിച്ചു, ഭവനത്തെ ആശീർവദിച്ചു. അങ്ങനെ തിന്മയിൽ നിന്നും പിശാചിൽ നിന്നും അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് അങ്ങ് എന്നെ ഇടയനായി നിയമിച്ചിരുന്ന സ്ഥലത്ത് എന്റെ ആട്ടിൻപറ്റത്തെ ഞാൻ പരിരക്ഷിച്ചിരുന്നു. ഇനി ഞാൻ ഇവരെ അങ്ങയുടെ പരിപാലനത്തിന് ഭരമേൽപ്പിക്കുകയാണ്. ഇനി അങ്ങാണ് ഇവരെ പരിപാലിക്കേണ്ടത്. ഇങ്ങനെ ഒരു ഫോർമലായിട്ട് നടത്തുന്ന ഹാൻഡിങ് ഓവർ ആണ് അത്. അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നീ ഈ കൂട്ടത്തിൽ നിന്ന് അപ്പുറത്തോട്ട് പോയാൽ ആ കൂട്ടത്തിലേക്ക് നിന്നെ ചേർക്കണം. അങ്ങനെ കൂട്ടത്തിൽ ചേർക്കണം. കൂട്ടം തെറ്റി നടക്കാൻ പാടില്ല. കൂട്ടം തെറ്റി നടക്കുന്ന എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും പരിന്ത് പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നടക്കാൻ. അതുകൊണ്ട് അങ്ങനെ പിടിച്ചോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു കൂട്ടായ്മയ്ക്കകത്തേക്ക് കർത്താവ് ചേർത്തിരിക്കുന്നത്. ഇനി ഇടവക വളരുമ്പോൾ അജപാലന സൗകര്യങ്ങൾക്കായി അതിനെ പങ്കുവെക്കേണ്ടി വിഭജിക്കേണ്ടി വരുന്നതിന്റെ ഭാഗമാണ്. നിങ്ങൾ വെറുതെ ഒന്ന് വേറെ വിധത്തിൽ നിന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ കൊച്ച് വലുതായി കെട്ടിച്ചു വിടാതിരിക്കുമോ? നിങ്ങൾ ഈ വീട്ടിലാണ് ഞാൻ വളർന്നു മുഴുവൻ, അതുകൊണ്ട് ഈ വീട്ടിലെ കെട്ടാൻ പറ്റുമെങ്കിൽ ഞാൻ കെട്ടത്തുള്ളൂ, അപ്പുറത്തെ വീട്ടിലേക്ക് ഞാനില്ല എന്ന് പറയൂ. അതിനെ നമ്മൾ കല്യാണം കഴിക്കുകയും അപ്പുറത്തെ വീട്ടിലാക്കുകയും ചെയ്യും. അപ്പോൾ മുതൽ ആ വീടായിരിക്കും ആ കൊച്ചിന്റെ വീട്, അല്ലെ? എന്നതുപോലെ അതുപോലും നമുക്ക് സാധ്യമാണെങ്കിൽ ഒരു ഇടവക കുടുംബത്തിൽ നിന്ന് പുതിയൊരു കുടുംബം സ്ഥാപിക്കപ്പെടുമ്പം ആ പ്രദേശത്ത് ജീവിക്കുന്നവരുടെ കൂടുതൽ മെച്ചപ്പെട്ട അജപാലന ശുശ്രൂഷ കൊടുക്കാൻ വേണ്ടി വിഭജിക്കുന്ന സമയത്ത് ജ്ഞാനങ്ങളില്ല എന്ന് പറയുന്നത് സഭാവിരുദ്ധ പ്രവർത്തനമാണ്. ക്രിസ്തുവിന്റെ ഹൃദയത്തോടുള്ള മറുതലിക്കലാണ്. ഈശോ നൽകുന്ന അജപാലന ശുശ്രൂഷയെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ തള്ളിക്കളയുന്നതാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, വചനമാകുന്ന അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങ് സംസാരിക്കുക മാത്രമല്ല, അങ്ങയെ തന്നെ തന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു. അത് ഞങ്ങളുടെ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിയുള്ള പ്രബോധനമാണ്. ഈ ഭൂമിയിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ്. ദൈവിക രഹസ്യങ്ങൾ ആഴത്തിൽ അറിയാൻ ഞങ്ങളെ സഹായിക്കുന്നതാണ്. പരിശുദ്ധ മാതാവെ, വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അവയുടെ മേൽ ഗാഠമായി ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ മറിയമേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ പുത്രൻ തന്നെയാകുന്ന വചനത്തെ ഞങ്ങൾക്ക് പങ്കുവെച്ച് തരുന്ന വേളകളിലൊക്കെ, അത് വിശുദ്ധ കുർബാനയിലും വചന പ്രഘോഷണത്തിലുമൊക്കെ അമ്മ ഞങ്ങൾക്കത് കൂടുതൽ വ്യക്തമാക്കി ഞങ്ങൾക്ക് പകർന്നു തരികയും ചെയ്യണമേ. പരിശുദ്ധ മറിയമേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. കർത്താവായ യേശു നമ്മളെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും അവിടുത്തെ വചനത്തിൽ അഭിഷേകം ചെയ്യുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംസിയായിരിക്കും.